Praise the Lord. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം ചെയ്യുന്നു. ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ಒಳ್ಳೆ ಬೆಳಗಿನ ಸಮಯಕ್ಕಾಗಿ ಸ್ತೋತ್ರಗಳು. ഈ ചർച്ചിന്റെ അനുഗ്രഹീതനായിരിക്കുന്ന പാസ്റ്റർ അവറുകൾ, ಈ ಸಭೆಯ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ದೇವರ ಸೇವಕರುಗಳು, ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ബാംഗ്ലൂരിൽ നിന്ന് വന്ന കർത്താവിന്റെ ദാസൻ, ಭಾಷಾಂತರ ಮಾಡೋದಕ್ಕಾಗಿ ಬ್ಯಾಂಗ್ಳೂರ್ ಪಟ್ಟಣದ ಬಂದ ದೇವರ ಸೇವಕರು, എല്ലാ നല്ല ദൈവമക്കൾ, ಎಲ್ಲ ಒಳ್ಳೆಯ ದೇವರ ಮಕ್ಕಳು, ഏവർക്കും കർത്താവായ യേശുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. ಎಲ್ಲರಿಗೂ ಕರ್ತನಾದ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನನ್ನ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. നിങ്ങളോടൊപ്പം യേശു കർത്താവിനെ ഉയർത്തുവാൻ ദൈവം നൽകി തന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ನಿಮ್ಮೊಂದಿಗೆ ದೇವರ ನಾಮವನ್ನು ಮಹಿಮೆಪಡಿಸುವುದಕ್ಕಾಗಿ ದೇವರು ಕೊಟ್ಟಂತ ಅವಕಾಶಕ್ಕಾಗಿ ಸ್ತೋತ್ರಗಳು. ഇന്ന് പകലിൽ വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ಹಗಲ ವೇಳೆ ಬಹಳಷ್ಟು ಪ್ರಾರ್ಥನಾ ಪೂರ್ವಕವಾಗಿ ದೇವರ ಬಳಿಯಲ್ಲಿರೋಣವೇ. നാം ദൈവത്തിന്റെ വചനം ചിന്തിക്കുമ്പോൾ തന്നെ, ನಾವು ದೇವರ ವಾಕ್ಯವನ್ನು ಧ್ಯಾನಿಸುವಂತ ವೇಳೆಯಲ್ಲಿ യേശു കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കണം. ಯೇಸು ಸ್ವಾಮಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇಳಿದುಕೊಂಡು ಬರಬೇಕು. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ಯೇಸು ಅದ್ಭುತಗಳ ದೇವರಾಗಿದ್ದಾನೆ. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ಇವತ್ತು ಹಗಲ ವೇಳೆ ನಮ್ಮ ಜೀವನಗಳಲ್ಲಿ ಅದ್ಭುತಗಳನ್ನು ಮಾಡುವುದಕ್ಕೆ ആ യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ಆ ಯೇಸು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಬಂದಿದ್ದಾನೆ. എത്ര പേര് ഇന്ന് പകലിൽ വിശ്വസിക്കുന്നു? ಎಷ್ಟು ಜನ ನಂಬುತ್ತಾ ಇದ್ದೀರಾ? എത്ര വലിയ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കും. ಎಷ್ಟು ದೊಡ್ಡ ರೋಗವಾಗಿದ್ರು ಅದನ್ನು ಸೌಖ್ಯ എത്ര ಮಾಡುತ್ತಾನೆ. വലിയ പൈശാചിക ബന്ധനങ്ങളെ അവൻ അഴിച്ചു മാറ്റും. ದೊಡ್ಡ ಸೈತಾನನ ಬಂಧನಗಳನ್ನ ಆತನು ಬಿಚ್ಚುತ್ತಾನೆ. എത്ര വലിയ കടഭാരങ്ങളെ അവൻ എടുത്തു മാറ്റും. ಎಷ್ಟು ದೊಡ್ಡ ಸಾಲ ಭಾರವಾದರೂ ಆತನು ತೆಗೆದುತ್ತಾನೆ. എത്ര തകർന്ന വ്യക്തികളെയും അവൻ പണിയുന്നു. ಎಷ್ಟು ಒಡೆಯಲ್ಪಟ್ಟ ವ್ಯಕ್ತಿಯಾಗಿದ್ರು ಅವರನ್ನು ಕಟ್ಟುತ್ತಾನೆ. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. ಯೇಸು ಅದ್ಭುತವನ್ನು ಮಾಡುತ್ತಾನೆ. ഇന്ന് പകലിലും ആ സാന്നിധ്യം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ಇವತ್ತು ಹಗಲ ವೇಳೆ ಆ ಸಾನ್ನಿಧ್ಯ ನಮ್ಮ ನಡುವಿನಲ್ಲಿದೆ. എത്ര പേർ വിശ്വസിക്കുന്നു? ಎಷ್ಟು ಜನ ನಂಬುತ್ತಾ ಇದ್ದೀರಾ? എത്ര പേർ വിശ്വസിക്കുന്നു? ಎಷ್ಟು ಜನ ನಂಬುತ್ತಾ ആ ಇದ್ದೀರಾ? കരങ്ങളെ തട്ടി ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ಕರಗಳನ್ನು ತಟ್ಟಿಕೊಂಡು വായെ തുറന്നൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. ಬಾಯಿಗಳನ್ನು ತೆರೆದು അന്യ ഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചേ. ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಆತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. എല്ലാവരും ഹോളി സ്പിരിറ്റിനെ സ്വാഗതം ചെയ്ത് ಎಲ್ಲರೂ ಪರಿಶುದ್ಧಾತ್ಮನ ಆಹ್ವಾನ ಮಾಡೋಣ. പരിശുദ്ധാത്മാവാം ദൈവം ഇന്ന് പകലിൽ ഈ അന്തരീക്ഷത്തെ ഏറ്റെടുക്കട്ടെ. ಪರಿಶುದ್ಧಾತ್ಮನ ಈ ಹಗಲ ವೇಳೆ ಈ ವಾತಾವರಣವನ್ನು ഈ ಸ್ವೀಕರಿಸಿಕೊಳ್ಳಲಿ. ഹാൾ മുഴുവൻ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ಈ ಹಾಲ್ ಪೂರ್ತಿ ಪರಿಶುದ್ಧಾತ್ಮನ ಸಾನ್ನಿಧ್ಯ ಬೆಳೆಯಲಿ. ഈ പട്ടണം മുഴുവൻ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ಈ ಪಟ್ಟಣ ಪೂರ್ತಿ ದೇವರ ಸಾನ್ನಿಧ್ಯಗಳಿಂದ ತುಂಬಲಿ. ഇതിന്റെ അകത്ത് മാത്രമല്ല, ಇದರ ಒಳಗಡೆ ഈ ಮಾತ್ರವಲ್ಲದೆ ദേശം മുഴുവൻ ಈ ದೇಶ ഈ ಪೂರ್ತಿಯಾಗಿ പ്രാർത്ഥന വിടുതലായി മാറട്ടെ. ಈ ಪ್ರಾರ್ಥನೆ ಬಿಡುಗಡೆಯಾಗಿ ഈ ಮಾರ್ಪಡಲಿ. വചനം വിടുതലായി മാറട്ടെ. ಈ ವಾಕ್ಯ ಬಿಡುಗಡೆಯಾಗಿ എല്ലാവരും ಮಾರ್ಪಡಲಿ. ഒരുമിച്ച് ചേർന്ന് ಎಲ್ಲರೂ ಒಟ್ಟಾಗಿ ಸೇರಿ മടുത്തു പോകാതെ ಆಯಾಸಗೊಳ್ಳದೆ വായെ തുറന്ന് ಬಾಯಿಗಳನ್ನು ತೆರೆದುಕೊಂಡು ദൈവത്തെ സ്തുതിച്ചാട്ടെ. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ ದೇವರ ಸಾನ್ನಿಧ್ಯ ಹಗಲ ವೇಳೆಯಲ್ಲಿ ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുന്നു. ಇದರ ಒಳಗಡೆ ಇಳಿದು ಬಂದಿದೆ. ഇപ്പോൾ തന്നെ ചില വിടുതലുകൾ സംഭവിച്ചു തുടങ്ങുന്നു. ಈ ಕ್ಷಣದಲ್ಲಿ ಕೆಲವು ಬಿಡುಗಡೆ ನಡೆಯುತ್ತಾ ಇದೆ. ഇതിന്റെ അകത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ സ്വതന്ത്രമാകുന്നു. ಇದರ ಒಳಗಿರುವ ವ್ಯಕ್ತಿಗಳು ദൈവ ಸ್ವತಂತ್ರವಾಗಿದ್ದಾರೆ. ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നു. ದೇವರ ಶಕ್ತಿ ಇಳಿದು ಬರುತ್ತಿದೆ. അസാധാരണ അത്ഭുതങ്ങൾ നടക്കുന്നു. ಅಸಾಧಾರಣವಾದ ಅದ್ಭುತ ನಡೆಯುತ್ತಿದೆ. പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെട്ടു വരുന്നു. ಪ್ರಾರ್ಥನೆಗಳಿಗೆ ಉತ್ತರಗಳು ಸಿಗುತ್ತಿದೆ. ദേശം വിടിവിക്കപ്പെടുന്നു. ದೇಶ ಬಿಡುಗಡೆ ಹೊಂದುತ್ತಿದೆ. പൈശാചിക മണ്ഡലങ്ങൾ തകർക്കപ്പെടുന്നു. ಸೈತಾನನ ಮಂಡಲಗಳು ಒಡೆಯುತ್ತಿದೆ. Thank you, Holy Spirit. Oh, Dhuraba Hambal Kabala Baushasiya. സാധാരണ ദൈവ സാന്നിധ്യം ഇതിന്റെ അകത്ത് ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ಅಸಾಧಾರಣವಾದ ದೇವರ ಸಾನ್ನಿಧ್ಯ ಇದರೊಳಗೆ ಇಳಿದು ಬರುವುದನ್ನು ಕಾಣುತ್ತಿದ್ದೇನೆ. ഈ ചുറ്റുപാടിന്റെ അകത്ത് ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ಇದರ ಸುತ್ತಮುತ್ತಲು ಇಳಿಯುವುದನ್ನು ಕಾಣುತ್ತಿದ್ದೇನೆ. ഓ, ജനം വിടിവിക്കപ്പെടുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ಜನ ಬಿಡುಗಡೆ ಹೊಂದುವುದನ್ನು ಆತ್ಮನ ಕಣ್ಣುಗಳಿಂದ കൂട്ട ಕಾಣುತ್ತಿದ್ದೇನೆ. കണക്കിനൊരു ദൈവപ്രവൃത്തി നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ಗುಂಪುಗಳ ಮಧ್ಯದಲ್ಲಿ ದೇವರ ಕ್ರಿಯೆ ನಡೆಯುವುದನ್ನು ಕಾಣುತ್ತಿದ್ದೇನೆ. ചില ദേശങ്ങൾ ഇളകി വരുമാർ ഒരു ദൈവപ്രവൃത്തി ഞാൻ ആത്മാവിൽ കാണുന്നു. ದೇಶಗಳು ಎದ್ದು ಬರುವ ರೀತಿಯಲ್ಲಿ ದೇವರ ಕ್ರಿಯೆಗಳನ್ನು ಕಾಣುತ್ತಿದ್ದೇನೆ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം തന്റെ സഭയെ വളർത്തുമാറാക്കുന്നു. ಅದ್ಭುತಗಳಿಂದಲೂ ಸೂಚಕ ಕಾರ್ಯಗಳಿಂದ ದೇವರು ತನ್ನ ಸಭೆಯನ್ನು ಕಟ್ಟುತ್ತಿದ್ದಾನೆ. ഇതുവരെ നടക്കാത്ത അത്ഭുതങ്ങൾ, ಇಷ್ಟರವರೆಗೆ ನಡೆಯದಿರುವ ಅದ್ಭುತಗಳು, ഇതുവരെ നടക്കാത്ത അടയാളങ്ങൾ ಇಷ್ಟರವರೆಗೆ ನಡೆಯದ ಸೂಚಕ ಕಾರ್ಯಗಳು ഈ ദേശത്തിൽ നടക്കാൻ പോകുന്നു. ಈ ದೇಶದಲ್ಲಿ ഈ ನಡೆಯಲಿಕ್ಕೆ സഭയ്ക്കകത്ത് നടക്കാൻ പോകുന്നു. ಸಭೆಯೊಳಗೆ
ನಡಿಲಿಕ್ಕಿದೆ. ഇതിനകത്തിരിക്കുന്ന സാധാരണക്കാരെ ಇದರ ಒಳಗಿರುವ ಸಾಧಾರಣ ವ್ಯಕ್ತಿಗಳು ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ದೇವರು ಉಪಯೋಗಿಸಲಿಕ್ಕಿದ್ದಾರೆ. പരിശുദ്ധാത്മാവ് പ്രവചിച്ച് വിളിച്ചു പറയുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಪ್ರವಾದನೆಯ ಮೂಲಕ ദൈവം ചിലരെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ದೇವರು ಕೆಲವರನ್ನು ಉಪಯೋಗಿಸಲಿದ್ದಾರೆ. ആ ഹോളി സ്പിരിറ്റിനെ സ്വാഗതം ചെയ്താട്ടെ. ಪರಿಶುದ್ಧಾತ್ಮನನ್ನು ಆಹ್ವಾನ ಮಾಡೋಣ. നമ്മളെ ഉപയോഗിക്കുന്ന ദൈവം, ನಮ್ಮನ್ನು ಉಪಯೋಗ ಮಾಡುವ ದೇವರು, കരങ്ങളിൽ എടുക്കുന്ന ദൈവം ನಮ್ಮನ್ನು ಎತ್ತಿದ ದೇವನು ഇതിനകത്ത് വന്നിട്ടുണ്ട്. ಇದರ ಒಳಗೆ ಇಳಿದು ಬಂದಿದ್ದಾನೆ. ഉഡാബാലാബ ശാന്താരാബാലാബ താരാബാലാബ വൈഡാബാലാബ താരാബാലാബ ശാന്താരാബാലാബ തൂരാബാലാബാലാബാലാബ താരാബാലാബ ഉഡാബാലാബ ശാന്താരാബാലാബ താരാബാലാബ വൈഡാബാലാബ ശാന്താരാബാലാബ താരാബാലാബ തൂരാബാലാബ വൈഡബലഗടക ദിബലഗടക വൈഡബലഗടക ജഗദലഗടക വൈഡിബിരിഗടക സിയ ഖദരഗടക ജാലഗടക വൈഡിബിരിഗടക ജാലഗടക സി. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം വെളിപ്പെട്ടു വരട്ടെ. ದೇವರ ವಾಕ್ಯ ಪ್ರಕಟವಾಗಿ ಬರಲಿ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കട്ടെ. ಪರಿಶುದ್ಧಾತ್ಮನ ತುಂಬಿ ನಿಲ್ಲಲಿ. ദൈവ സാന്നിധ്യം കൊണ്ട് ഹാൾ നിറയട്ടെ. ದೇವರ ಸಾನ್ನಿಧ್ಯಗಳಿಂದ ಹಾಲ್ ತುಂಬಲಿ. എല്ലാ വ്യക്തികളെ നിറയ്ക്കണമേ. ಎಲ್ಲ ವ್ಯಕ್ತಿಗಳನ್ನು ತುಂಬಿಸು. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ನಮ್ಮನ್ನೊಟ್ಟಾಗಿ ಆಶೀರ್ವಾದ ഈ ಮಾಡು. വചനം എവിടേക്ക് എത്തുന്നോ, ಈ ವಾಕ್ಯ ಎಲ್ಲೆಲ್ಲಿ ತಲುಪುತ್ತದೋ, ആരൊക്കെ കേൾക്കുന്നോ, ಯಾರ್ಯಾರು ಕೇಳುತ್ತಿದ್ದಾರೋ അവരെല്ലാം വിടുതൽ പ്രാപിക്കുവാൻ, ಅವರೆಲ್ಲರೂ ಬಿಡುಗಡೆ ಹೊಂದುವಂತೆ, അവരെല്ലാവരും യേശുവിനെ അറിയുവാൻ, ಅವರೆಲ್ಲ ಯೇಸುವನ್ನು ತಿಳಿಯುವಂತೆ, അവരെല്ലാവരും യേശുവിന്റെ സമാധാനം അനുഭവിക്കുവാൻ ಯೇಸುವಿನ ಸಮಾಧಾನ ಅನುಭವಿಸುವುದಕ್ಕಾಗಿ ഇന്ന് പകൽ ഈ സ്വർഗമിടയാക്കും. ಈ ಹಗಲು ವೇಳೆ ಪರಲೋಕ ಸಹಾಯ ಮಾಡಿ ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കും. ನಮ್ಮನ್ನೊಟ್ಟಾಗಿ ಆಶೀರ್ವಾದ ಮಾಡಿ. യേശുവിൻ നാമത്തിൽ തന്നെ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ആമേൻ. ಆಮೆನ್. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ಕರವನ್ನೆತ್ತಿದವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ದೇವರ ನಮ್ಮನ್ನೊಟ್ಟಾಗಿ ಆಶೀರ್ವಾದ ಮಾಡಲಿ. ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ದೇವರ നമുക്ക് ವಾಕ್ಯದ ಕಡೆಗೆ ನಾವು ಗಮನ ಸಲ್ಲಿಸುವ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು 16-ാം അധ്യായം 16ನೇ ಅಧ್ಯಾಯ അതിന്റെ 16-ാമത്തെ വാക്യം മുതൽ ಅದರ 16ನೆಯ ವಾಕ್ಯದಿಂದ, ಬಳಿಕ ಪ್ರಾರ್ಥನೆ ನಡೆಯುತ್ತಿರುವಂತ ಆ ಸ್ಥಳಕ್ಕೆ ನಾವುಗಳು ಹೋಗುತ್ತಿರುವಾಗ ಗಾರುಡಗಾತಿಯಾದ ಒಬ್ಬ ದಾಸಿಯು ನಮ್ಮೆದುರಿಗೆ ಬಂದಳು. ಅವಳು ಕಣಿ ಹೇಳುವುದರಿಂದ ಅವಳ ಯಜಮಾನರಿಗೆ ಬಹು ಆದಾಯವಾಗುತ್ತಿತ್ತು. ಪೌಲನು ನಾವು ಹೋಗುತ್ತಿರುವಾಗ ಅವಳು ಹಿಂದೆ ಬಂದು, ಈ ಮನುಷ್ಯರು ಪರಮಾತ್ಮನಾದ ದೇವರ ದಾಸರು, ನಿಮಗೆ ರಕ್ಷಣೆಯ ಮಾರ್ಗವನ್ನು ಸಾರುತ್ತಾರೆ ಎಂದು ಕೂಗುತ್ತಿದ್ದಳು. ಹೀಗೆ ಅನೇಕ ದಿವಸ ಮಾಡಿದ್ದರಿಂದ ಪೌಲನು ಬಹಳವಾಗಿ ಬೇಸರಗೊಂಡು ಹಿಂತಿರುಗಿ ಆ ದೆವ್ವಕ್ಕೆ, ಅವಳನ್ನು ಬಿಟ್ಟು ಹೋಗು ಎಂದು ಯೇಸುಕ್ರಿಸ್ತನ ಹೆಸರಿನಲ್ಲಿ ನಿನಗೆ ಅಪ್ಪಣೆ ಕೊಡುತ್ತೇನೆ ಎಂದು ಹೇಳಿದನು. ಅದೇ ಗಳಿಗೆಯಲ್ಲಿಯೇ ಅದು ಬಿಟ್ಟು ಹೋಯಿತು. ആമേൻ. ಆಮೆನ್. വായിച്ചു കേൾക്കപ്പെട്ട നല്ല ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ನಾವು ಓದಿರುವಂತ ಒಳ್ಳೆಯ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟ ವಾಕ್ಯಕ್ಕಾಗಿ ಸ್ತೋತ್ರ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം മുതലാണ് നാം വായിച്ചു കേൾക്കപ്പെട്ടത്. ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು 16ನೇ ಅಧ್ಯಾಯ ಅದರ 16ನೆಯ ವಾಕ್ಯದಿಂದ ನಾವು ಓದುತ್ತಾ ಇದ್ದೆವು. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറയുമ്പോൾ ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳ ಪುಸ್ತಕಗಳೆಂಬುದಾಗಿ ಹೇಳುವಾಗ യേശു കർത്താവിൽ പരിശുദ്ധാത്മാവിൽ ഉള്ളൊരു വാഗ്ദത്തം തന്റെ ജനത്തിന്റെ മേൽ ലഭിക്കുന്നു. ಯೇಸು ಪರಿಶುದ್ಧಾತ್ಮನ ಮೂಲಕವಾಗಿ ತನ್ನ ಜನಗಳ ಮೇಲೆ ವಾಗ್ದಾನವನ್ನು ಕೊಡುವುದಾಗಿ ಕಾಣುತ್ತೇವೆ. വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തിയിൽ ഇറങ്ങി വരുന്നു. ವಾಗ್ದಾನವಾಗಿರುವಂತ ಪರಿಶುದ್ಧಾತ್ಮನು ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳಲ್ಲಿ ಇಳಿದು ಬರುತ್ತಿದ್ದಾನೆ. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിമിത്തം യേശു കർത്താവിന്റെ ശിഷ്യന്മാരെ കൂടെ ഉണ്ടായ ജനത്തെയും ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳ ಅಥವಾ ಪರಿಶುದ್ಧಾತ್ಮನ ಕಾರ್ಯಗಳ ಮೂಲಕವಾಗಿ ಯೇಸು ಸ್ವಾಮಿನ ತನ್ನ ಜೊತೆಲಿದ್ದ ಶಿಷ್ಯರುಗಳನ್ನು ಪರಿಶುದ್ಧಾತ್ಮನು ಉಪಯೋಗಿಸುತ್ತಾ ಇದ್ದಾನೆ. അസാധാരണ ദൈവപ്രവർത്തികൾക്ക് യേശു കർത്താവിന്റെ കൂടുള്ളവരെ ഉപയോഗിക്കുവാനിടയായത് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ಅಸಾಧಾರಣವಾದ ರೀತಿಯಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿ ಜೊತೆಗಿದ್ದಂತ ವ್ಯಕ್ತಿಗಳನ್ನು ಉಪಯೋಗಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾದದ್ದು ಈ ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿಯಾಗಿದೆ. ഇന്ന് പകലിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതിന്റെ അകത്ത് ഇറങ്ങി വന്നാൽ, ಇವತ್ತು ಅಗಲ ವೇಳೆಯು ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿ ಇದರೊಳಗೆ ಇಳಿದು ಬಂದರೆ, ഇതിന്റെ അകത്തിരിക്കുന്നവരെ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഉപയോഗിച്ചതുപോലെ ಇದರ ಒಳಗೆ ಕುಳಿತಿರುವಂತ ವ್ಯಕ್ತಿಗಳನ್ನು ಯೇಸು ಸ್ವಾಮಿ ತನ್ನ ಶಿಷ್ಯರುಗಳನ್ನು ಉಪಯೋಗಿಸಿದ ರೀತಿಯಲ್ಲಿ നമ്മെ ഓരോരുത്തരെ ഉപയോഗിക്കുവാൻ ഇന്ന് പകലി ആഗ്രഹിക്കുന്നു. ಪ್ರತಿಯೊಬ್ಬರನ್ನು ಉಪಯೋಗಿಸುವುದಕ್ಕಾಗಿ ಆತನು ಇಚ್ಛಪಡುತ್ತಾನೆ. Praise the Lord. Hallelujah. 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 എത്ര പേര് ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു? ಎಷ್ಟು ಜನ ನಾನು ಉಪಯೋಗಿಸಲ್ಪಡಬೇಕೆಂಬುದಾಗಿ ಆಸೆ എനിക്ക് ಪಡುತ್ತೀರಾ? ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം. ನನಗೆ ದೇವರಿಂದ ಉಪಯೋಗಿಸಲ್ಪಡಬೇಕು. എനിക്ക് ദൈവത്തിന്റെ വേല ചെയ്യണം. ನನಗೆ ದೇವರ ಸೇವೆ ಮಾಡಬೇಕು. എനിക്കൊരു പ്രവാചകനായി മാറണം. ನನಗೊಂದು ಪ್ರವಾದಿಯಾಗಿ ಮಾರ್ಪಡಬೇಕು. എനിക്കൊരു യേശുവിനെ പ്രസംഗിക്കുന്ന വ്യക്തിയായി മാറണം. ನಾನು ಯೇಸುವನ್ನು ಪ್ರಸಂಗಿಸುವಂತ എനിക്ക് ವ್ಯಕ್ತಿಯಾಗಬೇಕು. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കണം. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ದೆವ್ವಗಳನ್ನು
ದೆವ್ವಗಳನ್ನು ಹೊರಡಿಸಬೇಕು. എനിക്ക് യേശുവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കണം. യേശുവിನ നാമದಲ್ಲಿ ರೋಗಿಗಳನ್ನು ಸೌಖ್ಯ എനിക്ക് ಮಾಡಬೇಕು. യേശുവിന്റെ നാമത്തിൽ ലക്ഷക്കണക്കിന് ആത്മാക്കളെ നേടണം. ನನಗೆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಲಕ್ಷಾನುಗಟ್ಟಲೆ ಜನಗಳನ್ನು ಆದಾಯ എത്ര ಮಾಡಬೇಕು. പേർ വിശ്വസിക്കുന്നു? ಎಷ್ಟು ಜನ ನಂಬುತ್ತಿದ್ದೀರೋ? ഇന്ന് പകലിൽ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ಇವತ್ತು ಹಗಲ ವೇಳೆ ಈ ಪ್ರಸಂಗವನ್ನು ಮಾಡುತ್ತಿರುವಾಗ ഏതാത്മാവിനാൽ വചനം എഴുതിയിരിക്കുന്നു ಯಾವ ಆತ್ಮನಿಂದ ಈ ವಾಕ್ಯ ಬರೆಯಲ್ಪಟ್ಟಿದೆಯೋ അതേ ആത്മാവിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ಅದೇ ಆತ್ಮನಿಂದ ಪ್ರಸಂಗ ಮಾಡುತ್ತಿರುವಾಗ അതേ ആത്മാവ് ഇന്ന് പകലിൽ നിങ്ങളുടെ നടുവിൽ ഇറങ്ങി വരും. ಅದೇ ಆತ್ಮನು ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇಳಿದು നിങ്ങളുടെ ಬರುತ್ತಿದ್ದಾನೆ. നാവിനെ തൊടും, ನಿಮ್ಮ ನಾಲಿಗೆಯನ್ನು ಮುಟ್ಟುತ್ತಾನೆ. നിങ്ങളുടെ കൈകളെ തൊടും, ನಿಮ್ಮ ಕರಗಳನ್ನು നിങ്ങളുടെ ಮುಟ್ಟುತ್ತಾನೆ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ ನಿಮ್ಮ നടുനെತ್ತಿಯಿಂದ ಅಂಗಾಲ ತನಕ അങ്ങനെ ഒരു അഭിഷേകം ചലിക്കും. ಒಂದು ಅಭಿಷೇಕ ಹರಿಯುತ್ತದೆ. അസാധാരണ മേഖലയിൽ ಅಸಾಧಾರಣವಾದ ಹಂತದಲ್ಲಿ നിങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടും. ನೀವು ದೇವರಿಂದ ಉಪಯೋಗಿಸಲ್ಪಡುತ್ತೀರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ശുഡബലബ ശാന്ദരബലബലബല ഹബരബലവൈഡബലബലബല ധുരബലബലബല ഹബരബലഗടഗ ധിഗലഗടഗ ധുരമനഗടഗസിയ ധുരമനഗടഗ ധിഗലഗടഗ വൈഡിബിനിഗടഗസിയ ഹബരമനഗദര പ്രവജലഗടഗ വൈഡിബിനിഗടഗസിയ. ദൈവാത്മാവിന്റെ ശക്തി ഇതിന്റെ അകത്ത് ഇറങ്ങി വരുന്നു. ದೇವರಾತ್ಮನ ಶಕ್ತಿ ಇದರೊಳಗೆ ಇಳಿದು ಬರುತ್ತಿದೆ. ചില നാവുകളെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ಕೆಲವು ನಾಲಿಗೆಗಳನ್ನು ಪರಿಶುದ್ಧಾತ್ಮನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. നിന്റെ പ്രാർത്ഥനയുടെ ലെവല് മാറാൻ പോകുകയാ. ನಿನ್ನ ಪ್ರಾರ್ಥನೆಯ ಸ್ಥಿತಿ ಬದಲಾಗುತ್ತದೆ. നിന്റെ നാവിൽ ദൈവത്തിന്റെ അരുളപ്പാട് വരാൻ പോകുകയാ. ನಾಲಿಗೆಗಳಿಗೆ ದೇವರ ಆತ್ಮನು ಇಳಿದು ಬರುತ್ತಾನೆ. നിന്റെ നാവിൽ ദൈവത്തിന്റെ ആലോചന വരാൻ പോകുകയാ. ನಿನ್ನ ನಾಲಿಗೆಯಲ್ಲಿ ದೇವರ ಆಲೋಚನೆ നീ ಬರಲಿಕ್ಕಾಗಿದೆ. ഒരു പ്രവാചകയായി മാറാൻ പോകുകയാ. ನೀನೊಂದು ಪ್ರವಾದಿಯಾಗಲಿಕ್ಕಾಗಿದೆಯಾ? ഒരു പ്രവാചകനായി മാറാൻ ಒಂದು പോകുകയാ. ಪ್ರವಾದಿಯಾಗಲಿಕ್ಕಾಗಿದೆಯಾ? ദേശങ്ങളോട് പ്രവചിക്കുവാൻ, ದೇಶಗಳಿಗೆ ಪ್ರವಾದನೆ ಮಾಡುವಂತ, പട്ടണങ്ങളോട് പ്രവചിക്കുവാൻ, ಪಟ್ಟಣಗಳಿಗೆ ಪ್ರವಾದನೆ ಮಾಡುವಂತ, രാജ്യങ്ങളോട് പ്രവചിക്കുവാൻ, ರಾಜ್ಯಗಳಿಗೆ ಪ್ರವಾದನೆ ಮಾಡುವಂತ, രാജാക്കന്മാരോട് പ്രവചിക്കുവാൻ ರಾಜರುಗಳಿಗೆ ಪ್ರವಾದನೆ ಮಾಡುವಂತ, നിന്നെ അഭിഷേകം ചെയ്യുന്ന ദൈവം, ನಿನ್ನನ್ನು ಅಭಿಷೇಕ ಮಾಡುವ ದೇವರು, പുറത്തു കൊണ്ടുവരുന്ന ദൈവം ನಿನ್ನನ್ನು ಹೊರಗಡೆ ತರುವ ದೇವರು പകലിൽ ഇതിന്റെ അകത്ത് ഇറങ്ങി വരുന്നു. ಇವತ್ತು ಆಗಲಿದ್ರೊಳಗೆ ಇಳಿದು ಬರುತ್ತಿದ್ದಾನೆ. ചിലരെ തൊടുന്നു, ದೇವರು ಕೆಲವರನ್ನು ಮುಟ್ಟುತ್ತಾನೆ. ചില വ്യക്തികളെ തൊടുന്നു. ದೇವರು ಕೆಲವು ವ್ಯಕ್ತಿಗಳನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. ദൈവത്തിന്റെ അഭിഷേകം ದೇವರ ಅಭಿಷೇಕ ഇന്ന് പകലിൽ ഇതിന്റെ അകത്ത് ഒഴുകുന്നു. ಇವತ್ತು ಆಗಲಿದ್ರೊಳಗೆ ಹರಿಯುತ್ತಿದೆ. അതിനെ സ്വീകരിച്ചാട്ടെ, ಅದನ್ನು ಸ್ವೀಕರಿಸಿ, ಅದನ್ನು ಸ್ವೀಕರಿಸದೆ ಕಲಮನ ಶದರಗದರ ಚುಡಿರಿ ಬಲ 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 ಶೈಡರಗದಲರಗ ಶದರಗದಲಗಡ. Jesus. Amen, amen, amen. ವಿಕರಮನ ರದರಮನ ಶೈಡರಗದನ ಧುಡಿರಿಗದಲ ಬಲ ಶಾಂದರಗದನ ಧೂಡಿರಿಗದನ ಗಡ ಗಂಧರಮನ ಬಲ ಶದರಗದನ ರಿಕಾಲಮನ ಬರ ಶೈಡರಗದರಗಡ ರಿಗಾರಗದನಗಡ ಗಂಧುರಮನ ಗಡಗಸ್ಯಾದನ ರಿಕಂದರಗರಗ ಬಲ ಶೈಡರಗದನ. ದೇವರಾತ್ಮನ ಮಾತಾಡುತ್ತಿದ್ದಾನೆ. ಈ ಮಿನಿಸ್ಟ್ರಿಯ ಮಿತಿಗಳು ಮೀರುತ್ತಾ ಇದೆ. ಈ ಮಿನಿಸ್ಟ್ರಿಯ ಸ್ಥಿತಿಗಳು ಬದಲಾಗುತ್ತಿದೆ. ಒಂದು ಅಸಾಧಾರಣವಾದ ಹಂತಕ್ಕೆ ದೇವರಾತ್ಮನು ಕೊಂಡೋಗುತ್ತಿದ್ದಾನೆ. ಚಿಂತಿಸಲಿಕ್ಕೆ ಆಗದೇ ಇರುವಂತ ದೇವರಾತ್ಮನು ತನ್ನ ಜನಗಳನ್ನು ಕೊಂಡೊಯ್ಯುತ್ತಿದ್ದಾನೆ. ಈ ಸೇವೆಗಳನ್ನ ಆತನು ಕೊಂಡೊಯ್ಯುತ್ತಿದ್ದಾನೆ. ಇದರ ಪ್ರಾಂತ್ಯಗಳು ವಿಸ್ತಾರವಾಗುತ್ತಿದೆ. ನೂರರಷ್ಟು ಜನಗಳು ಬಿಡುಗಡೆ ಹೊಂದುತ್ತಾರೆ. ಸಾವಿರಗಟ್ಟಲೆ ಜನಗಳ ಬಿಡುಗಡೆಗಾಗಿ, 10,000ಗಳ ಬಿಡುಗಡೆಗಾಗಿ, ಲಕ್ಷಗಳ ಬಿಡುಗಡೆಗಾಗಿ ഈ പ്രവർത്തനങ്ങളെ ദൈവം അതിരുകളെ വിശാലമാക്കുന്നു. ಈ ಸೇವೆಯ ಪ್ರಾಂತ್ಯವನ್ನು ವಿಸ್ತಾರ ಮಾಡುತ್ತಿದ್ದಾನೆ. 2017 അതിരുകളെ വിശാലമാക്കി ಪ್ರಾಂತ್ಯಗಳು ವಿಸ್ತಾರವಾಗುವಂತ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. ಪರಿಶುದ್ಧಾತ್ಮನು ಉಪಯೋಗಿಸಲಿದ್ದಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം, ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳಲ್ಲಿ ಇಳಿದು ಬಂದ ದೇವರ ಸಾನ್ನಿಧ್ಯ, അപ്പോസ്തലന്മാരെ ഉപയോഗിക്കാൻ തുടങ്ങിയ ദൈവ സാന്നിധ്യം, ಅಪೊಸ್ತಲರನ್ನು ಉಪಯೋಗಿಸಲು ಬಂದ ದೇವರ ಸಾನ್ನಿಧ್ಯ പകലിൽ നമ്മെ ഓരോരുത്തരെ ഉപയോഗിക്കുവാൻ ഇതിന്റെ അകത്ത് ഇറങ്ങി ಇವತ್ತು വന്നിട്ടുണ്ട്. ಆಗಲ ವೇಳೆ ನಮ್ಮನ್ನು ಉಪಯೋಗಿಸುವುದಕ್ಕಾಗಿ ಆತನಲ್ಲಿ ಇಳಿದು ಬಂದಿದ್ದಾನೆ. ഇന്ന് പകലിൽ ഞാൻ ഇതിന്റെ അകത്ത് കാണുന്നത് ಇವತ್ತು ಇದರೊಳಗೆ ನಾನು ಕಾಣುತ್ತಾ ಇರುವುದು ഒരു കൂട്ടം സാധാരണക്കാരെ അല്ല, ಒಂದು ಗುಂಪು ಸಾಧಾರಣ ವ್ಯಕ್ತಿಗಳನ್ನಲ್ಲ, മറിച്ച് ഒരു കൂട്ടം അസാധാരണക്കാർ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നു. ಬದಲಾಗಿ ಒಂದು ಗುಂಪು ಅಸಾಧಾರಣವಾದ ವ್ಯಕ್ತಿಗಳು, അസാധാരണ അഭിഷേകം ചുമക്കുന്ന, ಒಂದು ಶ್ರೇಷ್ಠ ಅಭಿಷೇಕ ಹೊರುವಂತಹ, അസാധാരണ അഭിഷേകത്തിന് വേണ്ടി നിൽക്കുന്ന, ಅಸಾಧಾರಣವಾದ ಅಭಿಷೇಕಕ್ಕಾಗಿ ನಿಲ್ಲುವಂತಹ, അഭിഷേകത്തോടെ പുറപ്പെടുന്ന, ಅಭಿಷೇಕದಿಂದ ಹೊರಡುವಂತಹ, ദൈവം ഉപയോഗിക്കുന്ന
ഉപയോഗിക്കുന്ന ചിലരെ ದೇವರು ಉಪಯೋಗಿಸುವ ಕೆಲವರನ್ನು പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പുറത്തു കൊണ്ടുവരുന്ന പകലത്രേ. ಪರಿಶುದ್ಧಾತ್ಮನ ಇವತ್ತು ಹೊರಗಡೆ ತರುವಾಗಲಷ್ಟೇ. എത്ര പേർ വിശ്വസിക്കുന്നു? ಎಷ್ಟು ಜನ ನಂಬುತ್ತಿದ್ದೀರಿ? ഞാൻ പുറത്തു വരുന്ന പകല, ನಾನು ಹೊರಗಡೆ ಬರುವ ಹಗಲು, എന്നെ ഉപയോഗിക്കുന്ന പകല, ದೇವರು ನನ್ನನ್ನು ಉಪಯೋಗಿಸುವ ಹಗಲು, ഉപയോഗിക്കുന്ന പകല, ದೇವರು ನನ್ನನ್ನು ಉಪಯೋಗಿಸುವ ಹಗಲು. ആത്മാവനോട് പറയുന്നു, ಆತ್ಮ ನನ್ನೊಂದಿಗೆ ಮಾತಾಡುತ್ತಿದ್ದಾನೆ. നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങുന്ന പകല, ದೇವರು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುವ ಹಗಲು, നിങ്ങളെ കരങ്ങളെടുക്കുന്ന പകല, ದೇವರು ನಿಮ್ಮನ್ನು ಕರಗಳಲ್ಲೆತ್ತಿಕೊಳ್ಳುವ ಹಗಲು. അഭിഷേകം ഇതിനകത്ത് ചലിക്കുന്നു. ಆ ರೀತಿಯ ಅಭಿಷೇಕದಲ್ಲಿ ಹರಿದಾಡುತ್ತಾ ಇದೆ. ഇതിനകത്ത് വന്നു കയറിയ സാധാരണക്കാരായിട്ടായിരിക്കാം. ಇದರ ಒಳಗಡೆ ನೀನು ಬಂದದ್ದು ಸಾಧಾರಣ ವ್ಯಕ್ತಿಯಾಗಿ, ഇന്ന് പകല് തിരിച്ചിറങ്ങുന്നത് ಆದರೆ ಇವತ್ತು ಆಗಲಿನಿಂದ ಹೊರಟು ಹೋಗುವಂತದ್ದು സാധാരണ വ്യക്തിയായിട്ടല്ല, ಒಂದು ಕೇವಲ ಸಾಧಾರಣ ವ್ಯಕ್ತಿಯಾಗಿ ಅಲ್ಲ, നിങ്ങളുടെ മേൽ വീഴുന്ന അഭിഷേകം ನಿಮ್ಮ ಮೇಲೆ ಬೀಳುವ ಅಭಿಷೇಕ അസാധാരണ ലെവലിൽ, ಒಂದು ಅಸಾಧಾರಣವಾದ ಹಂತದಲ್ಲಿ സാധാരണ വ്യക്തിയാക്കി ಒಂದು ಅಸಾಧಾರಣ ವ್ಯಕ್ತಿಯನ್ನಾಗಿ നിങ്ങളെ മാറ്റാൻ പോകുകയാ. ನಿಮ್ಮನ್ನು ಮಾರ್ಪಡಿಸಲಿಕ್ಕಾಗಿದ್ದಾರೆ. ഇന്ന് പകല് ഈ അഭിഷേകം നിങ്ങളുടെ ശിരസിൽ വീഴുന്നു. ಇವತ್ತು ಆಗಲಿ ಈ ಅಭಿಷೇಕ ನಿಮ್ಮ ತಲೆಯ ಮೇಲೆ ಬೀಳುವಾಗ അധികാരം നിങ്ങളുടെ മേൽ വീഴുന്നു. ಆ ಅಧಿಕಾರ ನಿಮ್ಮ ಮೇಲೆ ಬೀಳುತ್ತಿದೆ. Right now, ಈ ಕ್ಷಣದಲ್ಲೇ, right now, ಈ ಕ್ಷಣದಲ್ಲೇ touch the Holy Spirit, ದೇವರ ಸ್ಪರ್ಶಿಸೋ, touch the Holy Spirit. ದೇವರ ಆತ್ಮನ ಸ್ಪರ್ಶಿಸೋ. ಬಾಲ 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 ಧುರ ಬಾಲ ವೈಡ ಬಾಲ ಧುರ ಬಾಲ ಚುಡರಮನ ರಗದನ ರಜಿನಿ ತುರಮನ ಜಗದನ ಗಡಗಂಧರಮನ ಬಶೈಡರಗ ರಿಕಂದರ ರಗದಲ ಬಲ ಬಶೈಡರಗದನ ಅಸ್ತುರಗದನ ಗಡಗಂಧರ ರಗದಲ ಧೀರ ಬಲ 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 ಬಶೈಡ ಬಲ 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 ರಿಕರಮನ ಗಡಗಂಧರ ಬಲ ಬಲ ಬಶ മണ്ഡലങ്ങൾ അഴിയട്ടെ. ಸೈತಾನನ ಮಂಡಲಗಳು ಒಡೆಯಲಿ, ದುಷ್ಟ ಶಕ್ತಿಗಳು ಒಡೆಯಲಿ. അധികാരമുള്ള നാമത്തിൽ, ಯೇಸುವಿನ ಅಧಿಕಾರದ ನಾಮದಲ್ಲಿ, അധികാരമുള്ള നാമത്തിൽ, ಯೇಸುವಿನ ಅಧಿಕಾರದ ನಾಮದಲ್ಲಿ, അധികാരമുള്ള നാമത്തിൽ, ಯೇಸುವಿನ ಅಧಿಕಾರದ ನಾಮದಲ್ಲಿ പ്രാർത്ഥന ദൈവ ശക്തി ಈ ആവരിക്കട്ടെ. ಕ್ಷಣದಲ್ಲಿ ದೇವರ ಶಕ್ತಿ ವ್ಯಾಪರಿಸಲಿ, ദൈവ ശക്തി ആവരിക്കട്ടെ. ದೇವರ ಶಕ್ತಿ ವ್ಯಾಪರಿಸಲಿ, ദൈവ ശക്തി ആവരിക്കട്ടെ. ದೇವರ ಶಕ್ತಿ ವ್ಯಾಪರಿಸಲಿ. പൈശാചിക മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറുന്നു. ಸೈತಾನನ ಮಂಡಲಗಳು ಒಡೆಯುತ್ತಿದೆ, മന്ത്രശക്തികൾ അഴിഞ്ഞു മാറുന്നു. ಮಂತ್ರ ಶಕ್ತಿಗಳು ಒಡೆಯುತ್ತಿದೆ. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ തൊടുന്നു, ಪರಿಶುದ್ಧಾತ್ಮನ ವ್ಯಕ್ತಿಗಳನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ, തൊടുന്നു തൊടുന്നു തൊടുന്നു. ಮುಟ್ಟುತ್ತಿದ್ದಾನೆ, ಸ್ಪರ್ಶಿಸುತ್ತಿದ್ದಾನೆ. ദൈവാത്മാവ് തൊടുന്നു തൊടുന്നു. ದೇವರಾತ್ಮನ ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. ಚುಡರಮನ ಶಂದರಗದನ ಅದುರಗಮನ ರಗದಿರಿಮನ ಬಶೈಡರಗದ ಅರ್ಥರಗಮನ ದಿರಬಲ ಬಲ ಬಶಂದರಗದನ ರಿಕನಗರಮನ ಶೈಡರಗದನ ರಿದರಗಮನದನ ಬರ ಬಶಂಧುರಿಯಾದರಗದ ರಿಬಾಲಬನ ಬಶೈಡರಗದನ ರಗ ಚುಡರಗಮನ ರಬಲ ಬಲ ಬಶಂದರಗದನ ಶಕ್ತವಾಗಿ ಉಪಯೋಗಿಸಲ್ಪಡುವರು, ಶಕ್ತವಾಗಿ ಉಪಯೋಗಿಸಲ್ಪಡುವರು, ಶಕ್ತವಾಗಿ ಉಪಯೋಗಿಸಲ್ಪಡುವರು. ಇವತ್ತು ಆಗಲು ಹೊರಗಡೆ ಬರುತ್ತಿದ್ದಾರೆ. ಪರಿಶುದ್ಧಾತ್ಮನ ಹೇಳುತ್ತಿದ್ದಾನೆ, ಪರಿಶುದ್ಧಾತ್ಮನ ಹೇಳುತ್ತಿದ್ದಾನೆ, ಇವತ್ತು ಹಗಲ ವೇಳೆಯಲ್ಲಿ ಒಂದು ದೊಡ್ಡ ಬಿಡುಗಡೆಯೊಳಗೆ ಮಾಡುತ್ತಿದ್ದಾನೆ. ಈ ಸಂಸ್ಥೆಗೆ ಅನುಗುಣವಾಗಿ ഒരു വലിയ വിടുതൽ ഇന്ന് പകൽ ദൈവം ചെയ്യുന്നു. ಒಂದು ದೊಡ್ಡ ಬಿಡುಗಡೆ ದೇವರು ಮಾಡುತ್ತಿದ್ದಾನೆ. ഇന്ന് പകൽ ദൈവാത്മാവനോട് പറയുന്നു, ಇವತ್ತು ಆಗಲೇ ದೇವರಾತ್ಮನ ಮಾತನಾಡುತ್ತಿದ್ದಾನೆ. ഏതൊക്കെയോ പൈശാചിക മേഖലകളെ അഴിച്ചു മാറ്റിയിട്ട് ಯಾವುದೋ ಸೈತಾನನ ಮಂಡಲಗಳನ್ನು ಬಿಚ್ಚಿ അസാധാരണ മേഖലയിൽ തന്റെ ജനത്തെ കരം പിടിച്ചു കയറ്റുന്നു. ಅಸಾಧಾರಣವಾದ ಹಂತಕ್ಕೆ ದೇವರು ತನ್ನ ಜನಗಳ ಕೈ ಹಿಡಿದು ನಡೆಸುತ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ಚುಡರಮನ ಶಂಧುರಾದನ ಸ್ತರಗದನ ಗಡಗಂಧರಮನ ಬಶಿಗರಗಮನ ಉಡಿರಿಗದನ ರಬನ ಬಲ ಬಲ ರಿಬನ ಬರ ಬಶದರಗಮನ ರಿಗರಗದಗಸ್ಯಾದರ ಬಶೈರರಗದರ ಉಡಿರಿಗದನ ಬಲ ಬಶಂದರಗದನ ರಿಗದನ ರಮನ ಬ ವೀರ ಬಲ 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 ಬಶರಗದನ ಗಡಗದನ ಶಿಶುವಿನ ನಾಮದಲ್ಲಿ ರಿಕಂದರಮನ ಬಶೈರರಗದನ. Hallelujah, hallelujah. Jesus. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടുകൂടിയായിരിക്കും. ಇವತ್ತು ಹಗಲ ವೇಳೆ ಬಹಳಷ್ಟು ಪ್ರಾರ್ಥನೆಗಳಿಂದ ಇರ್ರಿ. ഈ പകൽ ചിലರ ജീവിതം മാറുന്ന പകല. ಈ ಹಗಲು ಕೆಲವರ ಜೀವನವೇ ವ್ಯತ್ಯಾಸವಾಗುವ ದಿವಸ, ചിലರ ചരിത്രം മാറുന്ന പകല. ಕೆಲವರ ಚರಿತ್ರೆಗಳು ಬದಲಾಗುವ ದಿನ. യേശു കർത്താവിന്റെ കൂടുള്ളവരുടെ ചരിത്രം മാറിയത് ಯೇಸುವಿನ ಜೊತೆಯಲ್ಲಿದ್ದವರ ಚರಿತ್ರೆ ಬದಲಾದದ್ದು പരിശുദ്ധാത്മാവാം ദൈവം ഇറങ്ങി വന്നപ്പോഴായിരുന്നു. ಪರಿಶುದ್ಧಾತ್ಮನಾದ ದೇವರು ಇಳಿದು ಬಂದಾಗ ഇന്ന് പകൽ ഒരു ആത്മസാന്നിധ്യത്തിന്റെ അകത്ത്
ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. ಇವತ್ತು ಹಗಲೊಂದು ಆತ್ಮನ ಸಾನ್ನಿಧ್ಯ ಬೆಳೀತಿದೆ. അത് ചിലരുടെ ചരിത്രം മാറാൻ വേണ്ടിയാ. ಅದು ಕೆಲವರ ಚರಿತ್ರೆಯನ್ನು ಬದಲಾಯಿಸುವುದಕ್ಕಾಗಿ. എവിടൊക്കെ ആത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ടോ, ಎಲ್ಲೆಲ್ಲಿ ಆತ್ಮನು ಇಳಿದು ಬಂದಿದ್ದಾನೋ, എവിടൊക്കെ പരിശുദ്ധാത്മാവ് ചലിച്ചിട്ടുണ്ടോ, ಎಲ್ಲೆಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನು ಚಲಿಸಿದ್ದಾನೋ, അവിടെ ജനത്തിന്റെ ചരിത്രം മാറിയിട്ടുണ്ട്. ಅಲ್ಲಿ ಜನಗಳ ಚರಿತ್ರೆ ಬದಲಾಗಿದೆ. ചരിത്രം മാറിയിട്ടുണ്ട്. ಅಲ್ಲಿ ಚರಿತ್ರೆ ಬದಲಾಗಿದೆ. ഈ സംഘടനയ്ക്കകത്ത് ചലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, ಈ ಸಂಸ್ಥೆಯ ಒಳಗಡೆ ಕಾರ್ಯ ಮಾಡುವ ದೇವರ ಸಾನ್ನಿಧ್ಯ ഇന്ന് പകൽ ഈ ആത്മാവി ഞാൻ തിരിച്ചറിയുന്നു. ಇವತ್ತು ಆಗಲು ಆತ್ಮದಲ್ಲಿ ಅರ್ಥ ಮಾಡುತ್ತಿದ್ದೇನೆ. ആത്മാവി തിരിച്ചറിയുന്നു. ನಾವು ಆತ್ಮದಲ್ಲಿ ಗ್ರಹಿಸುತ್ತಿದ್ದೇವೆ. എത്ര പേര് ഇന്ന് പകൽ അത് തിരിച്ചറിയുന്നു? ಎಷ್ಟು ಜನ ಅದನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುತ್ತೀರಿ? ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ಚುಡರಮನ ಶಬರಗಮನ ರಿಬನಗದ ರಮನ ಶಂದರದ ನಗಡಗದ ರಮನ ರಿಬಾಲಬನ ದರಗದನ ಶೈಡ ರಗದಿದಿ ಗದನವಲಬ ರಿಕಾಲಬಲಬ ಶಂದುರ. Hallelujah, hallelujah, hallelujah. Thank you, Jesus. Hallelujah, 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 hallelujah. hallelujah. Ha 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 ha. Shababa hatana batara bana batara bana batara bana ರಿಬರ ಬನ ಬಶಂದರ ಗದನ ರಿಕಾಲಬಾರ ಬನ ಬಶೈಡ ರಗದಿನಿ ಗದರ ಬಲ Hudabana batara bana bashaka bana batara bana Hudabana batara bana batara bana ಗದನ ರಬದನ ಬಶದರ ಗದನ ಗಡಗದುರಿಯಾದನ ಬಶಂದುರಾದನ ತೀರ ಪ್ರೌಢಮನ ಬಲಬಲ ಬಶಂದರಾದನ ಗಡಗಸ್ಯಾದನ ರಿಕಂದರ ಮನ ಬಶಂದರದನ ಗಡ. പ്രവാചകർ എഴുന്നേറ്റ് വരുന്നു, പ്രവാചകർ എഴുന്നേറ്റ് വരുന്നു. ಪ್ರವಾದಿಗಳೆದ್ದು ಬರುತ್ತಿದ್ದಾರೆ. ഇന്ന് പകലിൽ ചില നാവുകളെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ಇವತ್ತು ಕೆಲವು ನಾಳೆಗೆ പരിശുദ്ധാത്മനെ മുട്ടുತ್ತಿದ್ದಾನೆ. പരിശുദ്ധാത്മാവ് തൊടുന്നു. പരിശുദ്ധാത്മനെ മുട്ടുತ್ತಿದ್ದಾನೆ. നിങ്ങളെ മുഴുവനായി ഇന്ന് പകലിൽ ഹോളി സ്പിരിറ്റിന്റെ കരങ്ങളിൽ കൈമാറി കൊടുക്കുക. ಇವತ್ತು ನಿಮ್ಮನ್ನು ಪೂರ್ತಿಯಾಗಿ ಪರಿಶುದ್ಧಾತ್ಮನ ಕರಗಳಿಗೆ ಒಪ್ಪಿಸಿಕೊಡ್ರಿ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. ಇವತ್ತು ಪರಿಶುದ್ಧಾತ್ಮ ನಿಮ್ಮನ್ನು ನಿಯಂತ್ರಿಸಲಿ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳಲ್ಲಿ വളരെ തിരക്കിട്ടുള്ള മിനിസ്ട്രി ಬಹಳಷ್ಟು ಅವಸರಗಳಿಂದ ಕೂಡಿದ ಸೇವೆ അപ്പോസ്തലന്മാർ ചെയ്തു വരുമ്പോൾ ಅಪೊಸ್ತಲರುಗಳು ಮಾಡುತ್ತಾ ಬರುವಾಗ ഇതിന്റെ ഇടയിൽ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു. ಇದರ ಮಧ್ಯದಲ್ಲಿ ಅವರು ಪ್ರಾರ್ಥನೆಗಾಗಿ ಸಮಯವನ್ನು ಬೇರ್ಪಡಿಸುತ್ತಾ ಇದ್ದರು. ഇവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ಇವರು ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವರಾಗಿದ್ದರು. ദൈവം വളരെ ശക്തമായി ഇവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ಅದೇ ಕ್ಷಣದಲ್ಲಿ ದೇವರು ಶಕ್ತವಾಗಿ ಇವರನ್ನು ಉಪಯೋಗಿಸುತ್ತಲೂ ಇದ್ದ. ഓ, യേശു കർത്താവിന്റെ ശിഷ്യന്മാരിൽ നല്ലൊരു ശതമാനം ಯೇಸುವಿನ ಶಿಷ್ಯರುಗಳಲ್ಲಿ ಒಂದು ಒಳ್ಳೆಯ ಆ ಜನಗುಂಪುಗಳು മീൻപിടുത്തക്കാരായിരുന്നു. ಅವರು ಬೆಸ್ತರಾಗಿದ್ದರು. സാധാരണ മീൻപിടുത്തക്കാർ ಸಾಧಾರಣವಾಗಿ ಬೆಸ್ತರಾಗಿರುವಂತವರು അസാധാരണക്കാരായി മാറിയത് ಇವರು ಅಸಾಧಾರಣವಾದ ವ್ಯಕ್ತಿಗಳಾಗಿ ಮಾರ್ಪಟ್ಟದು പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ ഇറങ്ങി വന്നു. ಪರಿಶುದ್ಧ ಆತ್ಮನಿವರ ಮೇಲೆ ಬಂದಾಗ അപ്പോസ്തല പ്രവൃത്തി ചരിത്ര പുസ്തകമായി മാറി. ಅಪೋಸ್ತಲ ಕೃತ್ಯಗಳು ಚರಿತ್ರೆಯ ಪುಸ್ತಕಗಳಾಗಿ ಮಾರ್ಪಟ್ಟವು. പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ ഇറങ്ങി വന്നത് ಪರಿಶುದ್ಧ ಆತ್ಮನ್ ಇವರ ಮೇಲೆ ಬಂದದೇ ಕಾರಣ സാധാരണക്കാർ അസാധാരണ ലെവലിൽ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങി. ಸಾಧಾರಣ ವ್ಯಕ್ತಿಗಳು ಅಸಾಧಾರಣವಾದ ರೀತಿಯಲ್ಲಿ ಉಪಯೋಗಿಸಲ್ಪಟ್ಟರು. ഒരുപക്ഷെ ഇന്ന് പകൽ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നവർ ಒಂದು ವೇಳೆ ಇವತ್ತು ಇದರ ಒಳಗಡೆ ಬಂದಿರುವಂತವರು എഴുത്തും വായന അറിയാത്തവരായിരിക്കാം. ಒಂದು ವೇಳೆ ಓದ್ಲಿಕ್ಕೆ ಬರಲಿಕ್ಕೆ ಗೊತ್ತಿಲ್ಲದವರಾಗಿರಬಹುದು. വിദ്യാഭ്യാസമില്ലാത്തവരായിരിക്കാം. ದೊಡ್ಡ ವಿದ್ಯಾಭ್ಯಾಸ ಇಲ್ಲದವರಾಗಿರಬಹುದು. കുടുംബ ശ്രേഷ്ഠത ഇല്ലാത്തവരായിരിക്കാം. ದೊಡ್ಡ ಕುಟುಂಬದ ಶ್ರೇಷ್ಠತೆ ಇಲ್ಲದವರಾಗಿರಬಹುದು. ജ്ഞാനമില്ലാത്തവരായിരിക്കാം. ದೊಡ್ಡ ಜ್ಞಾನ ಇಲ್ಲದವರಾಗಿರಬಹುದು. അറിവില്ലാത്തവരായിരിക്കാം. ದೊಡ್ಡ ತಿಳುವಳಿಕೆ ಇಲ್ಲದವರಾಗಿರಬಹುದು. ഇന്ന് പകൽ ഇതിന്റെ അകത്ത് ഇറങ്ങുന്ന ഒരു സാന്നിധ്യമുണ്ട്. ಆದರೆ ಇವತ್ತು ಇಲ್ಲಿ ಇಳಿಯುವ ದೇವರ ಸಾನ್ನಿಧ್ಯವಿದೆ. ആ പരിശുദ്ധാത്മാവ് നിമിത്തം ಆ ಪರಿಶುದ್ಧಾತ್ಮನ ನಿಮಿತ್ತ ആത്മാവ് നിന്നെ പൊക്കിയെടുക്കാൻ പോകുകയാ. ಆತ್ಮನು ನಿನ್ನನ್ನು ಎತ್ತುತ್ತಾ ಇದ್ದಾನೆ. നിന്നെ പൊക്കിയെടുക്കാൻ പോകുകയാ. ನಿನ್ನನ್ನು ಮೇಲಕ್ಕೆ ಎತ್ತುತ್ತಿದ್ದಾನೆ. എത്ര വലിയ കുഴിയിൽ കിടന്നാലോ, ನೀನು ಎಷ್ಟು ದೊಡ್ಡ ಆಳದಲ್ಲಿ ಬಿದ್ದರು, എത്ര വലിയ താഴ്ച കിടന്നാലോ, ಎಷ್ಟು ತಗ್ಗು ದಿಣ್ಣೆಯಲ್ಲಿದ್ದರು, അവിടുന്ന് നിന്നെ പൊക്കിയെടുക്കുക. ಇವತ್ತು ಅಲ್ಲಿಂದ ನಿನ್ನನ್ನು ಮೇಲಕ್ಕೆತ್ತುವುದಕ್ಕಾಗಿ ഒരു കരം ഇതിന്റെ അകത്ത് ചലിക്കുന്നുണ്ട്. ಒಂದು ಕರ ಇದರ ಒಳಗಡೆ ಚಲಿಸುತ್ತಿದೆ. ഒരു കരം ഇതിന്റെ അകത്ത് ചലിക്കുന്നുണ്ട്. ಒಂದು ಕರ ಇದರ ಒಳಗಡೆ ಚಲಿಸುತ್ತಿದೆ. യേശു എന്ന കരം, ಯೇಸು ಎನ್ನುವಂತ ಕರ, യേശുവിന്റെ ശക്തി ಯೇಸುವಿನ ಶಕ್ತಿ ഇന്ന് പകൽ ഇതിന്റെ അകത്ത് ചലിക്കുന്നുണ്ട്. ಇವತ್ತು ಆಗಲೇ ಇದರ ಒಳಗಡೆ ചില ವ್ಯಾಪರಿಸುತ್ತಿದೆ. ജീവിതങ്ങളെ പൊക്കിയെടുക്കുക. ಕೆಲವು ಕುಟುಂಬಗಳನ್ನು ಎತ್ತಿ ಮೇಲಕ್ಕೆ ತರುವುದಕ್ಕಾಗಿ ഇന്ന് പകൽ യേശുവിന്റെ ശക്തി ಇವತ್ತು ಆಗಲೇ ಯೇಸುವಿನ ಶಕ್ತಿ നിന്റെ ചരിത്രത്തെ മാറ്റാൻ പോകുകയാ. ನಿನ್ನ ಚರಿತ್ರೆಯನ್ನು ಬದಲಾಯಿಸಲಿದೆ. നിന്റെ കുടുംബത്തെ മാറ്റാൻ പോകുകയാ. ನಿನ್ನ ಕುಟುಂಬವನ್ನು ಬದಲಾಯಿಸಲಿದೆ. ആ ശക്തി സിസ്റ്റർ നിന്നിൽ ഇറങ്ങുന്നു. ಆ ಶಕ್ತಿ ಸಹೋದರಿಯ ನಿನ್ನ ಮೇಲೆ ಇಳಿಯುತ್ತಿದೆ. നിന്നിൽ അതിപ്പോൾ വ്യാപരിക്കുന്നു. ನಿನ್ನಲ್ಲಿ ಇಳಿಯುತ್ತಿದೆ. Yes, thank you, Holy Spirit. ಯೇಸುವಿನ ಸ್ಪರ್ಶ.
പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಒಬ್ಬೊಬ್ಬರನ್ನು ಸ್ಪರ್ಶಿಸುತ್ತಿದ್ದಾನೆ, ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. തൊട്ടുകൊണ്ടിരിക്കുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടത്തിന്റെ ബന്ധനങ്ങളെ ദൈവം അഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ಬಂಧನಗಳಿರುವಂತ ಒಂದು ಗುಂಪು ಜನಗಳ ಬಂಧನಗಳು ಕಳಚುತ್ತಿದೆ. ബന്ധനത്തെ ദൈവാത്മാവ് അഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ಬಂಧನಗಳು ದೇವರು ಕಳಚುತ್ತಿದ್ದಾರೆ. ഇതിന്റെ അകത്ത് മാത്രമല്ല, ಇದರ ಒಳಗಡೆ ಮಾತ್ರವಲ್ಲ, പരിശുദ്ധാത്മാവനോട് പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮನು ಹೇಳುತ್ತಿದ್ದಾನೆ, ദേശത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന, ದೇಶಗಳಲ್ಲಿ ಬಂಧಿಸಲ್ಪಟ್ಟಂತ, വിവിധ മേഖലകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന, ದೇಶದ ವಿವಿಧ ಹಂತಗಳಲ್ಲಿ ಕಟ್ಟಲ್ಪಟ್ಟಂತ കൂട്ടത്തിന്റെ ബന്ധനത്തെ ദൈവാത്മാവ് അഴിച്ചു ಒಂದು തുടങ്ങിയിരിക്കുകയാണ്. ಗುಂಪಿನ ಶಕ್ತಿಯನ್ನು ದೇವರು ಬಿಚ್ಚುತ್ತಿದ್ದಾರೆ. വരുന്ന ദിവസങ്ങളിൽ ആ ഒരു കൂട്ടം ഓടിക്കയറാൻ പോകുകയാണ്. ಈ ದಿನಗಳಲ್ಲಿ ಆ ಗುಂಪು ಓಡಿ ಆಲಯಕ್ಕೆ ಬರುತ್ತಿದೆ. പ്രാർത്ഥനയ്ക്കായി ഓടിക്കൂടാൻ പോകാം. ಪ್ರಾರ್ಥನೆಗೆ ಓಡಿ ಬರ್ತಾ ಇದೆ. അത്ഭുതങ്ങൾക്ക് വേണ്ടി ഓടിക്കൂടാൻ പോകുകയാണ്. ಅದ್ಭುತಗಳಿಗೆ ಓಡಿ ಬರ್ತಾ ಇದೆ. വലിയൊരു രോഗശാന്തി വ്യാപരിക്കാൻ പോകുന്നു. ದೊಡ್ಡ ರೋಗ ಶಾಂತಿ ವ್ಯಾಪರಿಸುತ್ತಿದೆ. വലിയ ദൈവപ്രവൃത്തി ദൈവം ചെയ്യാൻ തുടങ്ങുന്നു. ಒಂದು ದೊಡ್ಡ ದೇವರ ಕಾರ್ಯ ಆತನು ಮಾಡುತ್ತಿದ್ದಾರೆ. അവർ വിശ്വസിക്കുന്നു. ನಂಬುವಂತವರು ആ കരങ്ങളെ തട്ടി, ಆ ಕರಗಳನ್ನು ತಟ್ಟಿ നാവുകളെ തുറന്ന് ಆತ್ಮನ ಮುಟ್ಟುತ್ತಿದ್ದಾರೆ. ವಿಕಲವರವ ಶಗರಗದರವರ ತೀರವರವರವ ಶಂದರಗದರಗಡಗಸ್. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം തന്റെ ആയുധമാക്കാൻ പോകുകയാണ്. ನಿಮ್ಮಲ್ಲಿ ಪ್ರತಿಯೊಬ್ಬರು ದೇವರ ಆಯುಧವಾಗಿ ಮಾರ್ಪಡಿಸುತ್ತಿದ್ದಾನೆ. തന്റെ കരങ്ങളെ ആയുധമാക്കാൻ പോകുകയാണ്. ತನ್ನ ಕರಗಳ ಆಯುಧಗಳನ್ನಾಗಿ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണ്. ದೇವರು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುತ್ತಿದ್ದಾನೆ. അനേകರ വിടുതലിന് വേണ്ടി, ಅನೇಕರ ಬಿಡುಗಡೆಗೋಸ್ಕರ ദൈവം ഇതിന്റെ അകത്തിരിക്കുന്ന ഓരോരുത്തരെ ದೇವರು ಇದರೊಳಗಿರುವಂತ ಒಬ್ಬೊಬ್ಬರನ್ನು ശക്തമായി ഉപയോഗിക്കാൻ പോകുകയാണ്. ಶಕ್ತವಾಗಿ ಉಪಯೋಗಿಸುತ್ತಾನೆ. ശക്തമായി ഉപയോഗിക്കാൻ പോകുകയാണ്. ಶಕ್ತವಾಗಿ ಉಪಯೋಗಿಸುತ್ತಾನೆ. സുവിശേഷത്തിന്റെ വ്യാപ്തി, ಸುವಾರ್ತೆಯ ವ್ಯಾಪ್ತಿ നിന്നെ കൊണ്ട് നടക്കാൻ പോകുകയാണ്. ನಿನ್ನ ಮೂಲಕ ನಡಿಲಿಕ್ಕಿದೆ. നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞ, ನಿನಗೆ ಸಾಮರ್ಥ್ಯ ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದ പിശാച് നിന്നെ എവിടെ ഒതുക്കിയോ, ಸೈತಾನನನ್ನು ಎಲ್ಲಿ ಅಡಗಿಸಿದಾನೋ ഒതുക്കിയ സ്ഥാനത്തിൽ നിന്ന് ಅಡಗಿಸಿರುವಂತ ಸ್ಥಾನದಿಂದ യേശു ನಿന്നെ പൊക്കിയെടുക്കുന്നു. ಯೇಸು ನಿನ್ನನ್ನು ಮೇಲಕ್ಕೆ ಎತ್ತುತ್ತಿದ್ದಾನೆ. യേശുവിന്റെ വേലക്കാരനായി, ಯೇಸುವಿನ ಸೇವಕನಾಗಿ, യേശുവിന്റെ വേലക്കാരിയായി, ಯೇಸುವಿನ ಸೇವಕಿಯಾಗಿ ഒരു അഭിഷേകം ಒಂದು ಅಭಿಷೇಕ മേൽ വീഴുന്നു. ನಿನ್ನ ಮೇಲೆ ಬೀಳುತ್ತಿದೆ. പകലി സ്വർഗ്ഗമത് ಈ ಅಗಲಲ್ಲಿ ಪರಲೋಕದಿಂದ നിന്റെ മേൽ കൈമാറുന്നു. ನಿನ್ನ ಮೇಲೆ ಹಸ್ತಾಂತರಿಸುತ್ತಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ಕುಡಿದಿಗಮನ ಬಶೈಡರಾದನ ಅತ್ತರಾದನ ರಿಗಮನ ಬಶಂದರಗಮನ ರಿಕರಮನ ಬಶೈಡರಾದನ ರಮನಬ ಸುಡಲಮನ ಶಿಯದರಗಮನ ರಗದನ ತುರಗದನ ರಿಗಮನ ಬಶಗರಗಮನ ರಬದನ ಚುಡಿರಿಗದನ ರಮನ ಬಶಂದರಾದನ. Holy Spirit, thank you, Holy Spirit. Thank you, Jesus. Thank you, ಪರಿಶುದ್ಧಾತ್ಮನೇ, ನಿನಗೆ ವಂದನೆಗಳು. ಅತ್ತರಾಮನ ಶಿಯದ ರಗದನ ಚುಡಿರಿಗಮನ ಬಲಬ ಶಬಲಬ. ತುಂಬಿರುವಂತ ದೇವರ ಸಾನ್ನಿಧ್ಯ, ತುಂಬಿ ನಿಲ್ಲುವಂತ ದೇವರ ಸಾನ್ನಿಧ್ಯ, ತುಂಬಿ ನಿಲ್ಲುವಂತ ದೇವರ ಸಾನ್ನಿಧ್ಯ ಅದೊಂದು ಬಿಡುಗಡೆಯಾಗಿ ಮಾರ್ಪಡುತ್ತಿದೆ. ನನ್ನೊಂದಿಗೆ ದೇವರಾತ್ಮನ ಮಾತನಾಡುತ್ತಿದ್ದಾನೆ. ಇದರ ಒಳಗಿನ ದೇವರ ಸೇವಕರುಗಳು ಬೇಕು. ದೇವರಿಗೋಸ್ಕರ ಹೊರಡುವಂತ ಜನ ಇವತ್ತು ಮಗಲು ಇದರೊಳಗಿಂದ ಹೊರಟು ಬರುತ್ತಿದ್ದಾರೆ. ಅವನ್ കഴിവുള്ള ವ್ಯಕ್ತಿಯಾಗಿ മാറ്റാൻ പോകുന്നു. ನಿನ್ನ ಸಾಮರ್ಥ್ಯ ಹೀನತೆಗಳನ್ನು ಆತನು ಸಾಮರ್ಥ್ಯವಾಗಿ ಮಾಡುತ್ತಿದ್ದಾನೆ. ಅವನ ಅಭಿಷೇಕ ನಿಮಿತ್ತ, ಆತನ ಅಭಿಷೇಕದ ನಿಮಿತ್ತ ದೇವರು ನಿನ್ನ ಹೊರತು ಕೊಂಡು ಬರುന്നു. ದೇವರು ನಿನ್ನನ್ನು ಹೊರಗಡೆ ತರುತ್ತಿದ್ದಾನೆ. ಹೊರತು ಕೊಂಡು ಬರುന്നു. ನಿನ್ನನ್ನು ಹೊರಗಡೆ ತರುತ್ತಿದ್ದಾನೆ. ಹೊರತು ಕೊಂಡು ಬರುന്നു. ಹೊರಗಡೆ ತರುತ್ತಿದ್ದಾನೆ. ಹೊರತು ಕೊಂಡು ಬರುന്നു. ಹೊರಗಡೆ ತರುತ್ತಿದ್ದಾನೆ. Holy Spirit, ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿ. ರಿಬನಬ ಶಂದರಗದನ ರಿಗದನ ತರಮನ ಶೈದರಗದನ ಧೀರಮನಬ ಶಂಬಬಲಬಲ ಚುಡಿರಿಗದನ ಗಡಗಂಧರಮನ ಬಶಂದರಗದನ ದಿಯಾದ ರಿಯಾದನ ಗಡಗಂಧರಮನ ಶಗರಗದನ ತುರಾದನ ಗಮನ ಬಶಂದರಮನ ದನರಗದನ ಚುಡಿರಿಬಲಬಲ ಬಶೈದರಗದಿಯಾದರ ಗಮನ ಬಶಂದರಾದನ ತೀರ ಪ್ರೌಢವರ ದಿಗದಯಾದನ ರಬಶ್ಯಾನ. Thank you, Lord. Shabakata da batara bada bashaka batara batana batara bada ba huda bada batara bada bashaka bada batara bada basia. Amen.
ആമേൻ. Hallelujah. ഇന്ന് പകലിൽ തകർന്ന ചില വ്യക്തികൾ ഇതിന്റെ അകത്തിരിപ്പുണ്ട്. ಒಡೆಯಲ್ಪಟ್ಟಂತ ಕೆಲವು ವ್ಯಕ್ತಿಗಳು ಇದರೊಳಗಿದ್ದೀರಾ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പണിയും. ಇವತ್ತು ಹಗಲು ಪರಿಶುದ್ಧಾತ್ಮ ನಿಮ್ಮನ್ನು ಕಟ್ಟುತ್ತಾನೆ. കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ പണിയും. ಪರಿಶುದ್ಧ ದೇವರ ಆತ್ಮ ನಿಮ್ಮನ್ನು ಕಟ್ಟುತ್ತಾನೆ. കണ്ണീരോടെ ചില വ്യക്തികൾ ഇതിന്റെ അകത്ത് വന്നിരിപ്പുണ്ട്. ಕಣ್ಣೀರಿನಿಂದ ಕೆಲವು ವ್ಯಕ್ತಿಗಳು ಇದರೊಳಗೆ ಬಂದಿದ್ದೀರಾ. യേശു നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു ಯೇಸು ಇವತ್ತು ನಿಮ್ಮ ಕಣ್ಣೀರುಗಳನ್ನು ಒರೆಸುತ್ತಾನೆ. യേശು നിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റും. ಯೇಸು ನಿನ್ನ ಕಣ್ಣೀರನ್ನು ಒರೆಸುತ್ತಿದ್ದಾನೆ. ആർക്കും വേണ്ടെങ്കിലും ನಿನ್ನನ್ನು ಯಾರಿಗೂ ಬೇಡದೇ ಇದ್ದು യേശുവിന് ഇന്ന് പകലിൽ നിന്നെ വേണം. ಯೇಸುವಿಗೆ ಇವತ್ತು ನಿನ್ನನ್ನು ಬೇಕು. തന്റെ വേലയ്ക്കായി അയക്കുവാൻ, ತನ್ನ ಸೇವೆಗಾಗಿ ಕಳಿಸುವುದಕ್ಕಾಗಿ, വേലയ്ക്കായിട്ട് അയക്കുവാൻ, ತನ್ನ ಸೇವೆಗಾಗಿ ಕಳಿಸುವುದಕ್ಕಾಗಿ, രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ, ತನ್ನ ರಾಜ್ಯಕ್ಕಾಗಿ ಉಪಯೋಗಿಸಲ್ಪಡುವುದಕ್ಕಾಗಿ, ആവശ്യത്തിനായി, ಒಂದು ಒಳ್ಳೆಯ ಪರಿಶುದ್ಧನಾಗಿ, ആവശ്യത്തെയായി, ಒಂದು ಒಳ್ಳೆಯ ಪರಿಶುದ್ಧಯಾಗಿ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ಪರಲೋಕ ನಿನ್ನನ್ನು ಉಪಯೋಗಿಸಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತಾನೆ. പറയുന്ന അപ്പച്ച ഞാനുണ്ട്. ಎಷ್ಟು ಜನ ಹೇಳ್ತೀರಿ, ದೇವರೇ ನಾನಿದ್ದೇನೆ, ನಾನು ಅದಕ್ಕೆ ಸಿದ್ಧನಾಗಿದ್ದೇನೆ, ನಾನು ಅದಕ್ಕೆ ಸಿದ್ಧನಾಗಿದ್ದೇನೆ. വളരെ പ്രാർത്ഥനയോടെ ഇതിന്റെ അകത്തായിരിക്കണം. ಬಹಳಷ್ಟು ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ನಾನು ದೇವರ ವಾಕ್ಯವನ್ನು ಪ್ರಸಂಗ ಮಾಡುತ್ತಾ ಇದ್ದೇನೆ. ഒരു അധികാരം വന്ന് വീഴും. ನಿಮ್ಮ ಮೇಲೆ ಒಂದು ಅಧಿಕಾರ ಬಂದು ಬೀಳುತ್ತೆ. ഭയങ്കരമേറിയ അഭിഷേകം വന്ന് വീഴും. ಅದೊಂದು ದೊಡ್ಡ ಅಭಿಷೇಕ ಬಂದು ಬೀಳುತ್ತೆ. വേലയ്ക്കായിട്ട് ഇറക്കും. ನಿಮ್ಮನ್ನು ಸೇವೆಗಾಗಿ ಕರೆಯಲ್ಪಡುತ್ತೀರಾ. ನೀವು ಉಪಯೋಗಿಸಲ್ಪಡಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸ್ತೀರಾ. വചനം ഒന്ന് ചിന്തിക്കട്ടെ. ಬೇಗನೆ ಆ ವಾಕ್ಯವನ್ನು ಚಿಂತಿಸೋಣ. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, ನಾವು ಪ್ರಾರ್ಥನಾ ಸ್ಥಳಕ್ಕೆ ಹೋದಾಗ, വെളിച്ചപ്പാടത്തിയായി ಗಾರುಡಗಾರತಿಯಾಗಿದ್ದಂತ യജമാന്മാർക്ക് ലക്ഷണം പറഞ്ഞ, ಯಜಮಾನರಿಗೆ ಲಕ್ಷಣಗಳನ್ನು ಹೇಳಿಕೊಂಡು ലാഭം വരുത്തുന്ന, ಆದಾಯಗಳನ್ನು ತರಿಸಿಕೊಡುತ್ತಿದ್ದಂತ ബാല്യക്കാരത്തി, ಒಂದು ಯೌವನಸ್ಥಳು ഞങ്ങളെ എതിരേറ്റു. ನಮ್ಮನ್ನು ಎದುರುಗೊಂಡಳು. പൗലോസിന്റെ ശീലാസിന്റെ പിന്നാലെ, ಪೌಲನ ಸೀಲನ ಹಿಂಭಾಗದಿಂದ ഒരു പെൺകൊച്ച് പിന്നാലെ ചെല്ലുകയാണ്. ಒಂದು ಯೌವನಸ್ಥ ಹುಡುಗಿ ಹಿಂದೆಯಿಂದ ಹಿಂಬಾಲಿಸುತ್ತಿದ್ದಾಳೆ. ഇവൾ വെറുതെയല്ല ചെല്ലുന്നത്. ಅವಳು ಸುಮ್ಮನೆ ಹೋಗ್ತಾ ಇಲ್ಲ. ഇവൾ വെളിച്ചപ്പാടത്തിയ, ಅವಳು ಗಾರುಡಗಾರ್ತಿ, ഇവൾ ലക്ഷണം പറയുന്നവളാ, ಲಕ್ಷಣಗಳನ್ನು ಹೇಳುವಂತವಳು. ഇവളെ യജമാന്മാർക്ക് വളരെ ലാഭം വരുത്തുന്നവളാ, ತಮ್ಮ ಯಜಮಾನರುಗಳಿಗೆ ಆದಾಯವನ್ನು ತಂದು ಕೊಡುವಂತವಳು. ഈ സ്ത്രീ പൗലോസിന്റെ ശീലാസിന്റെ പിന്നാലെ ചെന്നു. ಈ ಸ್ತ್ರೀ ಪೌಲ ಸೀಲರ ಹಿಂಬದಿಯಿಂದ ಹೋಗ್ತಾ ಇದ್ದಾರೆ. അവരോട് പറഞ്ഞു, ಅವರೊಂದಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, നിങ്ങളോ ನೀವು അത്യുന്നതനായ ദൈവത്തെ സേവിക്കുന്നവർ, ಪರಾತ್ಪರನಾಗಿರುವಂತ ದೇವರನ್ನು ಸೇವಿಸುವಂತವರು, രക്ഷാമാർഗം അറിയിക്കുന്നവർ, ನೀವು ರಕ್ಷಣೆಯ ಮಾರ್ಗವನ್ನು ತಿಳಿಸುವಂತವರು. ഈ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ಅವಳು ಹೇಳಿದಂತ ಪದಗಳು ಅದು ಸರಿಯಾದ ವಿಷಯಗಳೇ. ഇവള് വെളിച്ചപ്പാടത്തിയാണെങ്കിലും, ಇವಳು ಕಣಿ ಹೇಳುವಂತವಳಾಗಿದ್ದಳು. ലക്ഷണങ്ങൾ പറയുന്നവളാണെങ്കിലും, ಅವಳು ಕಣಿಗಳನ್ನು ಹೇಳುತ್ತಾ ಇದ್ರು. ഇവൾ പൗലോസിനോടും ശീലാസിനോടും പറഞ്ഞത്, ಪೌಲನೊಂದಿಗೂ ಸೀಲನೊಂದಿಗೆ ಹೇಳಿದ್ದು ഒരു പ്രവചനം പറയുകയായിരുന്നു. ಒಂದು ಪ್ರವಾದನೆ ಹೇಳುತ್ತಾ ಇದ್ದಾಳೆ. ഇവൾ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യം. ಇವಳು ಹೇಳಿದ್ದು ಬಹಳ ಸ್ಪಷ್ಟವಾದ ವಿಷಯವೇ. പ്രവചിക്കുന്നത് പാസ്റ്റർമാര് മാത്രമല്ല, ಪ್ರವಾದನೆ ಮಾಡುವಂತದ್ದು ಪಾಸ್ಟರ್ಗಳು ಮಾತ್ರ ಅಲ್ಲ, പ്രവചിക്കുന്നത് പ്രാസംഗികര് മാത്രമൊന്നുമല്ല, ಪ್ರವಾದನೆ ಮಾಡುವಂತದ್ದು ಪ್ರಸಂಗ ಮಾಡುವಂತವರು ಮಾತ್ರವಲ್ಲ, പ്രാർത്ഥിക്കുന്നവര് മാത്രമല്ല പ്രവചിക്കുന്നത്, ಪ್ರಾರ್ಥಿಸುವಂತವರು ಮಾತ್ರವಲ್ಲ ಪ್ರವಾದನೆ ಹೇಳುವಂತದ್ದು. ശാന്തി പ്രവചിക്കും, ಸೈತಾನನು ಪ್ರವಾದಿಸ್ತಾನೆ, അവനുള്ളവരും പ്രവചിക്കും, ಅವನಿಗಿರುವಂತವರು ಪ್ರವಾದಿಸ್ತಾರೆ. Praise the Lord. ಹಾಲೆಲೂಯಾ, ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. വെളിച്ചപ്പാടത്തിയ സ്ത്രീ പ്രവചിച്ചു. ಈ ಗಾರುಡಗಾರತಿಯಾದ ಸ್ತ್ರೀ ಪ್ರವಾದಿಸ್ತಾ ಇದ್ದಾಳೆ. ഇവൾ പ്രവചിച്ചു പറഞ്ഞ കാര്യം വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ಇವಳು ಪ್ರವಾದನೆ ಮಾಡಿ ಹೇಳಿದಂತ ವಿಷಯ ಬಹಳ ಸ್ಪಷ್ಟವಾದ ವಿಷಯವೇ. പൗലോസും ശീലാസും ആരാന്ന് ചോദിച്ചാൽ, ಪೌಲ ಸೀಲ ಯಾರೆಂಬುದಾಗಿ ಕೇಳಿದರೆ, അത്യുന്നതനായ ദൈവത്തെ സേവിച്ചു വരുന്നു, ಪರಾತ್ಮನಾಗಿರುವಂತ ದೇವರನ್ನು ಸೇವಿಸ್ತಾ ಇದ್ದಂತವರು, എല്ലാ നാമത്തിന്റെയും മീതെ നാമമുള്ള യേശുവിനെ അവർ ആരാധിച്ചു വരുന്നു. ಎಲ್ಲ ನಾಮಕ್ಕಿಂತಲೂ ಮೇಲಾದ ನಾಮವಾದ ಯೇಸುವನ್ನ ಆರಾಧನೆ ಮಾಡುವಂತವರು, അവർ രക്ഷാ മാർഗം അറിയിക്കുന്നവർ, ಅವರು ರಕ್ಷಣೆಯ ಮಾರ್ಗವನ್ನು ಸಾರುವಂತವರು. എവിടെ ചെന്ന് നിന്ന് പ്രസംഗിച്ചാലും, ಎಲ್ಲಿ ಹೋಗಿ ಪ್ರಸಂಗ ಮಾಡಿದರು, എവിടെ ചെന്നാലും ಎಲ್ಲಿಗೆ ಹೋದರು, ബന്ധിക്കപ്പെട്ട അനേകരുടെ ബന്ധനങ്ങൾ അഴിയുന്നു, ಬಂಧಿಸಲ್ಪಟ್ಟ ಒಂದು ಗುಂಪು ಜನಗಳ ಬಂಧನಗಳು ಕಳಿಸಲ್ಪಡುತ್ತದೆ, അനേക രോഗികൾ സൗഖ്യമാകുന്നു, ಅನೇಕ ರೋಗಿಗಳು ಸೌಖ್ಯವಾಗುತ್ತಾರೆ, അനേക രക്ഷയുടെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നു, ಅನೇಕರು ರಕ್ಷಣೆಯ ಮಾರ್ಗಕ್ಕೆ ಪ್ರವೇಶ ಮಾಡುತ್ತಾರೆ, അനേക രക്ഷയുടെ മാർഗമാകുന്ന യേശുവിനെ കണ്ടുമുട്ടുന്നു, ಅನೇಕರು ರಕ್ಷಣೆಯ ಮಾರ್ಗವಾದ ಯೇಸುವನ್ನು ಕಂಡುಕೊಳ್ಳುತ್ತಾರೆ. പൗലോസും ശീലാസും മുഖാന്തരം, ಪೌಲನ ಸೀಲನ ಮುಖಾಂತರವಾಗಿ, അവരുടെ മിനിസ്ട്രി മുഖാന്തരം ಅವರ ಸೇವೆಯ ಮುಖಾಂತರವಾಗಿ അനേകർ യേശുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ಅನೇಕರು ಯೇಸುವನ್ನು ತಿಳಿಯುತ್ತಾ ಇದ್ದಾರೆ, അനേകർ രക്ഷിക്കപ്പെടുന്നു, ಅನೇಕರು ರಕ್ಷಣೆ ಹೊಂದುತ್ತಾ ಇದ್ದಾರೆ, അനേകർ സ്നാനപ്പെടുന്നു, ಅನೇಕರು ದೀಕ್ಷಾಸ್ನಾನ ಹೊಂದುತ್ತಾ ಇದ್ದಾರೆ, വലിയ ദൈവപ്രവർത്തികൾ നടക്കുന്നു. ದೊಡ್ಡ ದೇವರ
ಕ್ರಿಯೆ ನಡೀತಾ ಇದೆ. ഇത് ദൈവം അറിയുന്നത് പോലെ തന്നെ, ಇದು ದೇವರು ತಿಳಿಯುವ ರೀತಿಯಲ್ಲಿಯೇ, ദൈവത്തിന്റെ ആത്മാവ് അറിയുന്നത് പോലെ ಇದು തന്നെ ದೇವರ ಆತ್ಮನು ತಿಳಿದ ರೀತಿಯಲ್ಲಿಯೇ പിശാചും കാണുന്നുണ്ട്, ಸೈತಾನನು ಕಾಣುತ್ತಿದ್ದಾನೆ, പിശാചും അറിയുന്നുണ്ട്. ಸೈತಾನನು ತಿಳಿಯುತ್ತಿದ್ದಾನೆ. കാരണം അവന്റെ വലയിൽ കിടക്കുന്നവരെ ഇവൻ വിടുവിക്കുന്നത്, ಅವನ ಬಲೆಯಲ್ಲಿರುವಂತ ವ್ಯಕ್ತಿಗಳನ್ನಷ್ಟೇ ಇವರು ಬಿಡುಗಡೆ ಮಾಡುತ್ತಾ ಇರುವುದು, അവൻ ബന്ധിച്ചിട്ടിരിക്കുന്നവരെ ഇവര് പുറത്തു കൊണ്ടുവരുന്നത്, ಅವನು ಬಂಧಿಸಿಟ್ಟಿರುವಂತವರನ್ನ ಇವರು ಹೊರಗಡೆ ತರುತ್ತಾ ಇರುವುದು. പകല് നിന്റെ മേൽ കൈമാറുന്ന അഭിഷേകം, ಇವತ್ತು ನಿನ್ನ ಮೇಲೆ ಹಸ್ತಾಂತರಿಸುವ ಅಭಿಷೇಕ, ഇന്ന് പകല് നീ തിരിച്ചറിഞ്ഞോണം. ನೀನು ಅದನ್ನು ಅರ್ಥ ಮಾಡಿಕೋ. നാളുകളായി, വർഷങ്ങളായി, ದಿವಸಗಳಾಗಿ, ವರ್ಷಗಳಾಗಿ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന ಸೈತಾನನು ಬಂಧಿಸಿರುವಂತಹ അനേക കുടുംബങ്ങളുടെ ബന്ധനങ്ങളെ അഴിപ്പാൻ, ಅನೇಕ ಕುಟುಂಬಗಳ ಬಂಧನವನ್ನು ಕಳಚುವುದಕ್ಕಾಗಿ, ദേശങ്ങളുടെ ബന്ധനങ്ങളെ അഴിപ്പാൻ, ಅನೇಕ ದೇಶಗಳ ಬಂಧನವನ್ನು ಕಳಚುವುದಕ್ಕಾಗಿ നിന്നെ ഉപയോഗിക്കാൻ പോകുകയാ. ಪರಲೋಕ ನಿನ್ನನ್ನು ಉಪಯೋಗಿಸಲಿಕ್ಕಾಗಿದೆ. പൗലോസിനെ ഉപയോഗിച്ചതുപോലെ, ಪೌಲನನ್ನು ಉಪಯೋಗಿಸಿದ ರೀತಿಯಲ್ಲಿ, ശീലാസിനെ ഉപയോഗിച്ചതുപോലെ, ಶೀಲನನ್ನು ಉಪಯೋಗಿಸಿದ ರೀತಿಯಲ್ಲಿ, ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന ഓരോരുത്തരെയും ಇದರ ಒಳಗಡೆ ಬಂದಿರುವಂತ ಒಬ್ಬೊಬ್ಬರನ್ನು ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുകയാ. ದೇವರು ಉಪಯೋಗಿಸಲಿಕ್ಕಿದ್ದಾನೆ. ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുകയാ. ದೇವರು ಉಪಯೋಗಿಸಲಿಕ್ಕಿದ್ದಾನೆ. എത്രപേർ പറയുന്നു എന്നെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു? ಎಷ್ಟು ಜನ ಹೇಳ್ತೀರಿ ದೇವರೇ ನನ್ನನ್ನು ಉಪಯೋಗಿಸೆಂಬುದಾಗಿ? അങ്ങനെ ഒരു അഭിഷേകം ഇന്ന് പകൽ എന്റെ മേൽ വരുന്നു. ಆ ರೀತಿ ಒಂದು ಅಭಿಷೇಕ ಈ ಅಗಲ ವೇಳೆ ನನ್ನ ಮೇಲೆ ಬರುತ್ತಿದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ദൈവം അവരെ ഉപയോഗിക്കാൻ തുടങ്ങി. ದೇವರು ಅವರನ್ನು ಉಪಯೋಗಿಸಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದ. മറുഭാഗത്ത് ദൈവം അവരെ ഉപയോഗിക്കുമ്പോൾ, ಒಂದು ಭಾಗದಲ್ಲಿ ದೇವರವರನ್ನು ಉಪಯೋಗಿಸುವಾಗ പിശാചിന് അവരോട് കഠിന വൈരാഗ്യമാണ്. ಸೈತಾನನಿಗೆ ಅವರ ಮೇಲೆ ಬಹಳಷ್ಟು ವೈರಾಗ್ಯ. കാരണം വർഷങ്ങളായിട്ട് അവൻ ബന്ധിച്ചിട്ട ബന്ധനങ്ങൾ ഇവർ യേശുവിന്റെ നാമം ചൊല്ലി അതിനെ അഴിച്ചു വിടുകയാണ്. ಕಾರಣ ವರ್ಷಗಳಾಗಿ ಬಂಧಿಸಿಟ್ಟಿರುವಂತ ಬಂಧನ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಕೆಲವೇ ನಿಮಿಷದಲ್ಲಿ ಬಿಚ್ಚುತ್ತಾ ಇದ್ದಾರೆ. ഇന്ന് പകൽ യേശുവിന്റെ നാമം നിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ಇವತ್ತು ಯೇಸುವಿನ ನಾಮ ನಿನ್ನ ಒಳಗಡೆ ಬಂದಿರುವುದಾದರೆ, യേശുവിന്റെ നാമം നിന്റെ നാവിൽ വന്നിട്ടുണ്ടെങ്കിൽ, ಯೇಸುವಿನ ನಾಮ ನಿನ್ನ ನಾಲಿಗೆಯಿಂದ ಬಂದಿರುವುದಾದರೆ, ആ നാമം നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നെങ്കിൽ, ಆ ನಾಮ ನೀವು ಉಪಯೋಗಿಸಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸುವಾಗ എത്ര വലിയ ബന്ധനങ്ങളും അഴിയപ്പെടും, ಎಷ್ಟು ದೊಡ್ಡ ಬಂಧನವಾದರೂ ಕಳಚುತ್ತೆ, എത്ര വലിയ കെട്ടുകളും പൊട്ടിമാറും, ಎಷ್ಟು ದೊಡ್ಡ ಕಟ್ಟಾದ್ರೂ ಒಡೆಯಲ್ಪಡುತ್ತೆ, എത്ര വലിയ പൈശാചിക വ്യാപാരങ്ങളും അഴിഞ്ഞു മാറും. ಎಷ್ಟು ದೊಡ್ಡ ಸೈತಾನನ ವ್ಯಾಪಾರಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತೆ. ഉറക്ക വിളിക്കേ, ಇವತ್ತು ಅಗಲ ವೇಳೆ ಬರುವಾಗ യേശുവേ എന്നൊറക്ക വിളിക്കേ, ಯೇಸುವೆ ಎಂಬುದ ಗಟ್ಟಿ ಶಬ್ದವಾಗಿ ಕೂಗು. യേശുവേ എന്ന ಯೇಸುವೆ ಯೇಸುವೆ ಎಂಬುದಾಗಿ ഉറക്ക വിളിക്കാൻ തുടങ്ങിയ ಶಬ್ದವಾಗಿ ಕೂಗುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸುವಾಗ വർഷങ്ങളായ രോഗമായാലോ, ಎಷ್ಟು ದೊಡ್ಡ ವರ್ಷವಾದ ರೋಗವಾದರೂ ഇത് പകലി ആ രോഗം അഴിഞ്ഞു മാറും. ಇವತ್ತು ಆ ರೋಗ ಬಿಚ್ಚಲ್ಪಡುತ್ತೆ. എത്ര വലിയ ക്യാൻസർ ആയാലോ, ಎಷ್ಟು ದೊಡ್ಡ ಕ್ಯಾನ್ಸರ್ ಆದರೂ, എത്ര വലിയ ഭ്രാന്തുകളായാലോ, ಎಷ್ಟು ದೊಡ್ಡ ಹುಚ್ಚುತನವಾದರೂ, എത്ര വലിയ തളർവാദ രോഗമായാലോ, ಎಷ್ಟು ದೊಡ್ಡ ಪಾರ್ಶ್ವವಾಯು ರೋಗವಾದರೂ, കണ്ണുകളായാലോ, ಕುರುಡು ಕಣ್ಣುಗಳಾದರೂ, തുറന്നു വരുന്ന രീതിയിൽ ಅದು ತೆರೆದು ಬರುವ ರೀತಿಯಲ್ಲೇ യേശുവിന്റെ ശക്തി, ಯೇಸುವಿನ ಶಕ್ತಿ, സുവിശേഷത്തിന്റെ ശക്തി, ಸುವಾರ್ತೆಯ ಶಕ್ತಿ, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿ ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കുന്നു. ಇವತ್ತು ಆಗಲೇ ಇದರ ಒಳಗಡೆ ವ್ಯಾಪರಿಸುತ್ತಿದೆ. വിശ്വസിക്കുന്നു. ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಿ? ഇതിൽ വ്യാപരിക്കുന്ന ശക്തി ನನ್ನೊಳಗೆ ವ್ಯಾಪರಿಸುವ ಶಕ್ತಿ ഇതിനെ സൗഖ്യമാക്കുന്നതാകയോ, ಅದು ನನ್ನನ್ನು ಸೌಖ್ಯ ಮಾಡುವ ಕಾರಣ, ബന്ധനങ്ങളെ അഴിക്കുന്നതാകയോ, ಅದು ಬಂಧನವನ್ನು ಕಳಚುವ ಕಾರಣ. ഇന്ന് പകൽ ആ ശക്തി വ്യാപരിക്കുന്നു. ಇವತ್ತು ಆ ಶಕ್ತಿ ವ್ಯಾಪರಿಸುತ್ತಿದೆ. ಕರಗಳನ್ನು ಶಬ್ದವಾಗಿ ತಟ್ಟುತ್ತ ಅದನ್ನು ಸ್ವೀಕರಿಸು. ചില കുടുംബങ്ങളിൽ ആ വിടുതൽ നടക്കുന്നു. ಕೆಲವು ಕುಟುಂಬಗಳಲ್ಲಿ ಬಿಡುಗಡೆ ಸಂಭವಿಸ್ತಾ ಇದೆ. കുടുംബങ്ങളിൽ ആ വിടുതൽ നടക്കുന്നു. ಕುಟುಂಬಗಳೊಳಗೆ ಬಿಡುಗಡೆ ಸಂಭವಿಸ್ತಾ ಇದೆ. കേട്ടുകൊണ്ടിരിക്കുന്ന ചില രോഗികൾ സൗഖ്യമാകുന്നു. ಇವತ್ತು ವಾಕ್ಯ ಕೇಳುತ್ತಾ ಇರುವ ಕೆಲವು ರೋಗಿಗಳು ಸೌಖ್ಯವಾಗುತ್ತಿದ್ದಾರೆ. സൗഖ്യമാകുന്നു. ರೋಗಿಗಳು ಸೌಖ್ಯವಾಗುತ್ತಿದ್ದಾರೆ. ഭ്രാന്തുകൾ അഴിഞ്ഞു മാറുന്നു. ಕೆಲ ಹುಚ್ಚುತನ ನೀಗುತ್ತಾ ಇದೆ. മന്ത്രവാദങ്ങൾ അഴിഞ്ഞു മാറുന്നു. ಮಾಟ ಮಂತ್ರ ಬಿಚ್ಚಲ್ಪಡುತ್ತಿದೆ. കുടുംബങ്ങളെ പിശാച് ബന്ധിച്ച ബന്ധനങ്ങൾ, ಸೈತಾನನ ಕುಟುಂಬದ ಮೇಲೆ ಕಟ್ಟಿದ ಬಂಧನಗಳು അത് പൊട്ടി മാറുന്നു. ಇವತ್ತು ಅಗಲ ವೇಳೆದು ಬಿಚ್ಚುತ್ತಿದೆ. ദൈവത്തിന്റെ അഭിഷേകം, ಯೇಸುವಿನ ಅಭಿಷೇಕ ഇന്ന് പകലിൽ അത് വ്യാപരിക്കുന്നു. ಇವತ್ತು ಅಗಲದು ವ್ಯಾಪರಿಸುತ್ತಿದೆ. സ്വീകരിച്ചോ, ಅದನ್ನು ಸ್ವೀಕರಿಸು. സ്വീകരിച്ചോ. ಅದನ್ನು ಸ್ವೀಕರಿಸು. ಶದಮನ ಶದರಗಮನ ಹಸ್ತುರಬಲ ತ್ರಿಖನಾದರಬ ಶೈಡರಗದಿನಿಗದನ ಜುಡಿರಿಮನ ಬರಬ ಶಂದರಗದನಗನ ಚುಡನಾದನಗಮನಗನವ ಶಂಬಮನ ಬರ. Lord, thank you, Lord Jesus.
Hallelujah. 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 യേശു കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോവാ. ಯೇಸು ಸ್ವಾಮಿ ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸಲಿಕ್ಕಾಗಿದ್ದಾನೆ. അനേക ബന്ധനങ്ങളെ അഴിയുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. ಅನೇಕ ಬಂಧನಗಳು ಬಿಚ್ಚುವುದಕ್ಕಾಗಿ ದೇವರು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸ್ತಾರೆ. കരങ്ങളിലെ ആയുധമാ നിങ്ങൾ. ದೇವರ ಕರಗಳ ಆಯುಧಗಳು ನೀವುಗಳು. നിങ്ങൾ ഇന്ന് പകൽ വിശ്വസിക്കുന്നു. ಇವತ್ತು ಹಗಲ ವೇಳೆ ನೀವು ನಂಬುತ್ತೀರಾ? നിന്നെ ദൈവ ശക്തമായി ഉപയോഗിക്കാൻ പോവുകയാണ്. ದೇವರು ಇವತ್ತು ನಿಮ್ಮನ್ನು ಶಕ್ತವಾಗಿ ಉಪಯೋಗಿಸುತ್ತಾನೆ. ശക്തമായി ഉപയോഗിക്കാൻ പോവുകയാണ്. ಶಕ್ತವಾಗಿ ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುವನು. പൗലോസാക്കി ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. ಒಂದು ಪೌಲನಾಗಿ ದೇವರು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುತ್ತಾನೆ. പൗലോസാക്കി ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. ಒಂದು ಪೌಲನಾಗಿ ದೇವರು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುತ್ತಾನೆ. ഭയങ്കര അഭിഷേകം ചലിക്കുന്നു. ಒಂದು ದೊಡ್ಡ ಅಭಿಷೇಕ ವ್ಯಾಪರಿಸಿದೆ. അവനോട് വിളിച്ചു പറയുന്നു. ದೇವರಾತ್ಮನ ಕರೆದೇಳುತ್ತಿದ್ದಾನೆ. കൈവപ്പിൽ ദുരാത്മാക്കൾ അലറിയോടും. ನೀನು ಕೈ ಇಡುವಾಗ ದೆವ್ವಗಳು ಆರ್ಭಟಿಸಿ ಓಡುತ್ತೆ. ദുരാത്മാക്കൾ അലറിയോടും. ದೆವ್ವಗಳು ಆರ್ಭಟಿಸಿ ಓಡುತ್ತೆ. ಬಂಧನങ്ങളെ നീ അഴിച്ചു വിടോ. ಅನೇಕ ಬಂಧನಗಳನ್ನು ಬಿಚ್ಚುತ್ತೀಯಾ? ಅಸಾಧಾರಣ ದೈವ ಪ್ರವೃತ್ತಿ ಮಗನೇ ನಿನ್ನೆ കൊണ്ട് ദൈവം ജയിക്കും. ಅಸಾಧಾರಣವಾದ ದೇವರ ಶಕ್ತಿ ಮಗನೇ ನಿನ್ನ ಮೂಲಕ ಸಾಧ್ಯ. നിന്റെ കൈ കീഴിൽ ആയിരങ്ങൾ സ്നാനപ്പെടും. ನಿನ್ನ ಕೈ ಕೆಳಗೆ ಸಾವಿರಗಟ್ಟಲೆ ಜನಗಳು ದೀಕ್ಷಾಸನ ತೆಗೆದುಕೊಳ್ಳುತ್ತಾರೆ. ദേശങ്ങളിൽ ദൈവം നിന്നെ അയക്കും. ಅನೇಕ ದೇಶಗಳಿಗೆ ದೇವರು ಕಳಿಸುತ್ತಾನೆ. പട്ടണങ്ങളിൽ ദൈവം നിന്നെ നിർത്തും. ಪಟ್ಟಣಗಳಲ್ಲಿ ದೇವರು ನಿಲ್ಲಿಸುತ್ತಾನೆ. ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ದೇವರಿಗೆ ನಿನ್ನ ಬಗ್ಗೆ ದೊಡ್ಡ ಪದ್ಧತಿ ಇದೆ. ദൈവത്തിന്റെ പദ്ധതി അത് നിന്റെ മേൽ നിറവേറുന്ന വർഷം. ದೇವರ ಪದ್ಧತಿ ನಿನ್ನ ಮೇಲೆ ನೆರವೇರುವ ವರ್ಷ 2017. സ്വർഗ്ഗം നിന്റെ അതിരുകളെ വിശാലമാക്കുന്നു. ದೇವರು ನಿನ್ನ ಪ್ರಾಂತ್ಯಗಳನ್ನು ವಿಸ್ತಾರ ಮಾಡುತ್ತಾನೆ. ആത്മമണ്ഡലങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു. ನಿನ್ನನ್ನು ಆತ್ಮ ಮಂಡಲಗಳಿಗೆ ಹೊರಗಡೆ ತರುತ್ತಾನೆ. അഭിഷേകത്തിന്റെ ഒരു പുതപ്പ് വീഴുന്നു. ನಿನ್ನ ಮೇಲೆ ಅಭಿಷೇಕದ ಕಂಬಳಿ ಬೀಳುತ್ತಾ ಇದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ರಮನ ಶಗರಮನ ದರಗರ ತುರದನ ಗಮನ ಬಶಂದ ರಗದನ ರಗದನ ರಿಕಾಲ ಬರ ಬಶೈದ ರಗದನ ಚುಡಿರಿಗದನ ಗಮನ ಬಶಂಬ ಬಲ 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 ತುರಗಮನ ಬಲ ಬಶೈದ ರಗದನ ಗ Holy Spirit, Holy Spirit, Holy Spirit. Shakabana batarabana bashandana bazia. The touchy Holy Spirit. ಪರಿಶುದ್ಧಾತ್ಮನ ಸ್ಪರ್ಶ. The touchy Holy Spirit. Glory Jesus. ಮಂಡಲങ്ങളിൽ ഒരു ഭയമായിരുന്നു പൗലോസ്. ಸೈತಾನನ ಮಂಡಲಗಳಿಗೆ ಸೈತಾನ ಒಂದು ಭಯವಾಗಿದ್ದ. ಪೈಶಾಚಿಕ ಮಂಡಲങ്ങൾ ഒരു ഭയമാറിമായി. ಸೈತಾನನ ಮಂಡಲಗಳಿಗೆ ಪೌಲನು ಭಯವಾಗಿ ಮಾರ್ಪಟ್ಟ. കാരണം ബന്ധിക്കപ്പെട്ടവരുടെ ബന്ധനങ്ങളെ അഴിക്കുന്നവൻ. കാരണം ಬಂಧಿಸಲ್ಪಟ್ಟವರ ಬಂಧನಗಳನ್ನು ಬಿಚ್ಚುವಂತವನು. സൗഖ്യമാക്കുന്നവൻ. ರೋಗಿಗಳನ್ನು ಸೌಖ್ಯ ಮಾಡುವಂತವನು. ಸುವಿಶೇಷം ಪ್ರಸಂಗಿക്കുന്നവൻ. ಸುವಾರ್ತೆಯನ್ನು ಪ್ರಸಂಗ ಮಾಡುವವನು. യേശുവിന് വേണ്ടി നിൽക്കുന്ന വ്യക്തി. ಯೇಸುವಿಗಾಗಿ ನಿಲ್ಲುವ ವ್ಯಕ್ತಿ. പൈശാചിക മണ്ഡലത്തിൽ ഒരു ഭയമാ. ಸೈತಾನನ ಮಂಡಲಕ್ಕೆ ನೀನು ಭಯ. പൈശാചിക മണ്ഡലത്തിൽ ഒരു ഭയമാ. ಸೈತಾನನ ಮಂಡಲಕ್ಕೆ ಒಂದು ಭಯ. ಮಂತ್ರವಾದಿക്ക് നീ ഒരു ഭയമാ. ಮಂತ್ರವಾದಿಗೆ ನೀನೆಂದರೆ ಭಯ. കാരണം ನಿന്റെ മേലുള്ള അഭിഷേകം. ಕಾರಣ ನಿನ್ನ ಮೇಲೆ ಇರುವ ಅಭಿಷೇಕ. നീ വഹിക്കുന്ന അഭിഷേക. ನೀನು ಹೊರುವಂತ ಅಭಿಷೇಕ. വഹിക്കുന്ന അഭിഷേക. ನಿನ್ನನ್ನು ಹೊರುವಂತ ಅಭಿಷೇಕ. വായിക്കുടി പുറപ്പെടുന്ന സുവിശേഷം. ನಿನ್ನ ಬಾಯಿಂದ ಹೊರಗಡೆ ಬರುವ ಸುವಾರ್ತೆ. ഓ പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുന്നത്. ಸೈತಾನನ ಕೃತ್ಯಗಳನ್ನು ಬಿಚ್ಚುವಂತದು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. Jesus. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, പൈശാചിക മണ്ഡലങ്ങളിൽ വിറയലായി മാറുന്ന ചിലരിന്ന് പകലിൽ ഇതിനകത്ത് പുറത്തു വരികയാണ്. ಪರಿಶುದ್ಧಾತ್ಮನ ಹೇಳ್ತದನ್ನ ಸೈತಾನ ಮಂಡಲಿಗೆ ಭಯ ಪಡುವಂತ ಕೆಲವು ವ್ಯಕ್ತಿಗಳು ಇದರ ಒಳಗಿಂದ ಎದ್ದೇಳುತ್ತಾ ಇದೆ. നിന്നെ കാണുമ്പോൾ മന്ത്രവാദികൾ ഭയപ്പെടാൻ പോവുകയാണ്. ನಿನ್ನನ್ನು ನೋಡುವಾಗಲೇ ಮಂತ್ರವಾದಿಗಳಿಗೆ ಭಯ ಉಂಟಾಗುತ್ತೆ. കാണുമ്പോൾ മന്ത്രവാദികൾ ഭയപ്പെടാൻ പോവുകയാണ്. ನಿನ್ನನ್ನು ಕಾಣುವಾಗಲೇ ಮಂತ್ರವಾದಿಗಳಿಗೆ ನಡುಕ ಉಂಟಾಗುತ್ತೆ. കുടുംബങ്ങളെ തകർക്കുന്നവൻ. ಕುಟುಂಬಗಳನ್ನು ಒಡೆಯುವಂತವನು. മന്ത്രം ചെയ്ത് ദേശങ്ങളെ തകർക്കുന്നവൻ. ಮಂತ್ರವನ್ನು ಮಾಡಿ ದೇಶವನ್ನು ಒಡೆಯುವಂತವನು. അവൻ ഭയപ്പെടുന്ന ഒരു അഭിഷേകം. ಇವತ್ತವನು ನಡುಗುವಂತ ಅಭಿಷೇಕ. സ്വർഗ്ഗം നിന്റെ അകത്തിന്ന് പകരി കൈമാറി തരികയാണ്. ಪರಲೋಕದ ದೇವರು ಇವತ್ತು ನಿನ್ನ ಕರೆಗಳಿಗೆ ಹಸ್ತಾಂತರಿಸುತ್ತಿದ್ದಾನೆ. അകത്ത അഭിഷേകം കൈമാറി തരികയാണ്. ಇದರ ಒಳಗಡೆ ಅಭಿಷೇಕವನ್ನು ಹಂಚುತ್ತಿದ್ದಾನೆ. നിന്റെ വായിക്കുടി പുറപ്പെടുന്ന സുവിശേഷത്തിന്റെ ശക്തി. ಬಾಯಿಂದ ಹೊರಡುವಂತ ಸುವಾರ್ತೆಯ ಶಕ್ತಿ ദേശങ്ങളെ വിടിവിക്കാൻ പോകുകയാണ്. ಅದು ದೇಶಗಳನ್ನು ಬಿಡುಗಡೆ ಮಾಡಲಿಕ್ಕಿದೆ. ദേശങ്ങളെ വിടിവിക്കാൻ പോകുകയാണ്. ದೇಶಗಳನ್ನು ಬಿಡುಗಡೆ ಮಾಡಲಿಕ್ಕಾಗಿದೆ.
ദേശങ്ങളെ വിടുവിക്കാൻ പോകുക, ದೇಶಗಳನ್ನು ಬಿಡುಗಡೆ ಮಾಡುತ್ತೆ, പട്ടണങ്ങളെ വിടുവിക്കാൻ പോകുക, ಪಟ್ಟಣಗಳನ್ನು ಬಿಡುಗಡೆ ಮಾಡುತ್ತೆ. പാപത്തിന്റെ കയ്യിൽ നിന്ന്, ಪಾಪಗಳ ಕೈಯಿಂದ, പിശാചിന്റെ കയ്യിൽ നിന്ന്, ಸೈತಾನನ ಕೈಗಳಿಂದ, ലോകമോഹത്തിന്റെ കയ്യിൽ നിന്ന്, ಲೋಕದ ಮೋಹಗಳ ಮಧ್ಯದಿಂದ ദൈവ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ, ದೇವರ ಜನರನ್ನು ಹೊರಗಡೆ ತರುವುದಕ್ಕಾಗಿ ദൈവാത്മാവ് ഇതിന്റെ അകത്ത് ചിലരെ തെരയുകയാ. ಇವತ್ತು ಆಗಲು ಇದರ ಒಳಗಿನ ಕೆಲವರನ್ನು ಆರಿಸುತ್ತಿದ್ದಾನೆ. എത്ര പേർ പറയുന്നു ഞാനുണ്ട് കർത്താവേ? ಎಷ್ಟು ಜನ ಹೇಳ್ತೀರಿ, ದೇವರೇ ನಾನಿದ್ದೇನೆ, എന്നെ ഉപയോഗിക്കണമേ, ನನ್ನನ್ನು ಉಪಯೋಗಿಸು, ഞാൻ പുറപ്പെടാം, ഞാൻ പുറപ്പെടാം, ನಾನು ಹೊರಡುತ್ತೇನೆ, എന്നെ ഉപയോഗിക്കണമേ. ನನ್ನನ್ನು ಉಪಯೋಗಿಸು ದೇವರೇ. നിങ്ങളെ ഉപയോഗിക്കുവാൻ ഇന്ന് പകല ദൈവം ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುವುದಕ್ಕಾಗಿ ಈ ದೇವರು ಇವತ್ತು ಆಗಲು ಬಂದಿದ್ದಾನೆ. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Praise you, Jesus. പൗലോസ് പൈശാചിക മേഖലകളിൽ ഒരു ഭയമായിരുന്നു. ಪೌಲ ಸೈತಾನನ ಆ ಮಂಡಲಗಳಲ್ಲಿ ಒಂದು ಭಯಸ್ವಪ್ನವಾಗಿದ್ದವನು, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತ ಮನುಷ್ಯ. മറുഭാഗത്ത് എവിടെ അവസരം കിട്ടിയാലും യേശുവിനെ പ്രസംഗിക്കുന്ന വ്യക്തി. ಇನ್ನೊಂದು ಭಾಗದಲ್ಲಿ ಎಲ್ಲಿ ಅವಕಾಶಗಳು ಸಿಗುತ್ತೋ ಅಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡುವ ವ್ಯಕ್ತಿ. പൈശാചിക ബന്ധനങ്ങളെ അഴിച്ചുവിടുന്നു, ಸೈತಾನನ ಬಂಧನಗಳನ್ನು ಬಿಚ್ಚುವಂತವ, രക്ഷിക്കപ്പെടുന്നവരെ സ്നാനപ്പെടുത്തുന്നു, ರಕ್ಷಣೆ ಹೊಂದಿದವರನ್ನು ದೀಕ್ಷಾ ಸ್ನಾನ ಪಡಿಸುವವ. അനേകർ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു, ಅನೇಕರು ರಕ್ಷಣೆಗಳು ಹೊಂದುತ್ತಲೇ ಇದ್ರು, അവർ സഭയോട് ചേർന്നുകൊണ്ടേ, ಅವರು ಸಭೆಗೆ ಸೇರುತ್ತಲೇ ಇದ್ರು. ഹല്ലേലൂയ. Praise you, Jesus. സ്വർഗ്ഗം നിന്നെ കണ്ടിരിക്കുന്ന അതിനു വേണ്ടിയാ. ಪರಲೋಕ ನಿನ್ನನ್ನು ಕಂಡದ್ದು ಅದಕ್ಕೋಸ್ಕರವಾಗಿ. അനേകർ നീ മൂലം രക്ഷിക്കപ്പെടണം, ನಿನ್ನ ಮೂಲಕ ಅನೇಕರು ರಕ್ಷಣೆ ಹೊಂದುತ್ತಾರೆ, അനേകർ നീ മൂലം സഭയിലേക്ക് ಅನೇಕರು വന്നു. ನಿನ್ನ ಮೂಲಕ ಸಭೆಗಳಿಗೆ ಬರುತ್ತಾರೆ. സാധാരണപ്പെട്ട ആരും ഇതിന്റെ അകത്ത് വേണ്ട, ಸಾಧಾರಣವಾದ ವ್ಯಕ್ತಿಗಳು ಇದರೊಳಗೆ ಬೇಡ. നിങ്ങൾ മുഖാന്തരം അനേകർ സഭയിലേക്ക് വരണം. ನಿಮ್ಮ ಮೂಲಕ ಅನೇಕರು ಸಭೆಗೆ ಬರಬೇಕು. എത്ര പേർ വിശ്വസിക്കുന്നു? ನಂಬುತ್ತೀರೋ? ഞാൻ മുഖാന്തരം ನನ್ನ ಮೂಲಕ അനേകർ വിടുവിക്കപ്പെടാൻ ಅನೇಕರು ಬಿಡುಗಡೆ ಹೊಂದುತ್ತಾರೆ. കർത്താവിനെ ഉപയോഗിക്കാൻ പോകുക. ದೇವರು ನನ್ನನ್ನು ಉಪಯೋಗಿಸ್ತಾನೆ. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങുക. ದೇವರು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸಲಿಕ್ಕಾಗಿದ್ದಾನೆ. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. ಸಹೋದರಿ, ನಿನ್ನನ್ನು ದೇವರಿಗೆ ಉಪಯೋಗಿಸಲಿಕ್ಕೆ ಪದ್ಧತಿ ಇದೆ. മാതാവേ, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. ತಾಯಿയെ ನಿನ್ನನ್ನು ಉಪಯೋಗಿಸಲಿಕ್ಕೆ ದೇವರಿಗೆ ಪದ್ಧತಿ ಇದೆ. പിതാവേ, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. ತಂದೆ ಎಂದರೆ ನಿಮ್ಮನ್ನು ದೇವರು ಉಪಯೋಗಿಸಲಿಕ್ಕೆ ಇಚ್ಛಪಡುತ್ತಾನೆ. സഹോദരാ, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. ಸಹೋದರರ ನಿಮ್ಮನ್ನು ದೇವರಿಗೆ ಉಪಯೋಗಿಸಲಿಕ್ಕೆ ಪದ್ಧತಿ ಇದೆ. നിന്ന് പകൽ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടാ മതി. ದೇವರ ಕರಗಳಿಗೆ ನೀವು ಒಪ್ಪಿಸಿಕೊಟ್ರೆ ಸಾಕು. ആ സ്വർഗ്ഗം നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങുന്ന പകല, ಆ ಪರಲೋಕ ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುವ ದಿವಸಗಳು. ഹല്ലേലൂയ, Hallelujah. praise the Lord, Praise the Lord. praise the Lord, Hallelujah. 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 പൈശാചിക മണ്ഡലങ്ങളിൽ ഭയമായി മാറിയ പൗലോസും ശീലാസും, ಸೈತಾನನ ಮಂಡಲಗಳಲ್ಲಿ ಭಯಸ್ವಪ್ನವಾಗಿ ಮಾರ್ಪಟ್ಟಂತ ಪೌಲ, ಸೀಲ, ഒരു പെൺകൊച്ചിൽ കൂടി ഇവരോട് പ്രവചിച്ച് ഇവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. ಒಂದು ಹೆಣ್ಣು ಮಗಳ ಮೂಲಕ ಪ್ರವಾದನೆ ಮಾಡಿ ಇವರನ್ನ ಹತೋಟಿಗೆ ತರಲಿಕ್ಕೆ ಪ್ರಯತ್ನ ಮಾಡುತ್ತಾ ಇದ್ದಾಳೆ. ഇവർ പ്രാർത്ഥനാലയത്തിലേക്ക് ചെല്ലുകയാണ്. ಇವರು ಪ್ರಾರ್ಥನೆ ಆಲಯಕ್ಕೆ ಹೋಗುತ್ತಾ ಇದ್ದಾರೆ. പ്രാർത്ഥനയ്ക്ക് നിയോഗം ലഭിച്ചിട്ടെ, ಪ್ರಾರ್ಥನೆಗಳಿಗೆ ದೇವರ ಆಲೋಚನೆ ಸಿಕ್ಕಿ ആ പ്രാർത്ഥനാലയത്തിലേക്ക് ഇവർ പോവുകയാണ്. ಇವರು ಪ್ರಾರ್ಥನೆಯ ಆಲಯಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾರೆ. പ്രാർത്ഥിക്കാൻ എപ്പോഴും ജനം കുറവായിരിക്കും. ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ಯಾವಾಗಲೂ ಜನ ಕಡಿಮೆ ಇರ್ತಾರೆ. ബാക്കി എല്ലായിടത്തും ജനക്കൂട്ടത്തെ കാണാൻ പറ്റും. ಉಳಿದ ಎಲ್ಲಾ ಕಡೆಗಳಲ್ಲಿ ಜನಗಳನ್ನು ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯ. പ്രാർത്ഥനാ സ്ഥലം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം പേരെ വരത്തുള്ളൂ. ಆದರೆ ಪ್ರಾರ್ಥನೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಆರಿಸಲ್ಪಟ್ಟಂತ ಸ್ವಲ್ಪವಾದ ವ್ಯಕ್ತಿಗಳು ಮಾತ್ರ ಇರ್ತಾರೆ. കാരണം പ്രാർത്ഥന ദൈവമായിട്ടുള്ള ബന്ധമാണ്. ಕಾರಣ ಪ್ರಾರ್ಥನೆ ಅನ್ನೋದು ದೇವರೊಂದಿಗೆ ಇರುವಂತ ಸಂಬಂಧ. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ എല്ലാവർക്കും വരാൻ പറ്റത്തില്ല. ದೇವರೊಂದಿಗಿರುವ ಸಂಬಂಧದಲ್ಲಿ ಎಲ್ಲರಿಗೂ ಓಡಿ ಬರ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. ചുരുക്കം പേരെ എപ്പോഴും കാണത്തുള്ളൂ. ಅಲ್ಲಿ ಕನಿಷ್ಠ ವ್ಯಕ್ತಿಗಳು ಮಾತ್ರ ಇರ್ತಾರೆ. നീ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെ നിന്ന് പകലിൽ തിരിച്ചറിഞ്ഞോണം. ನೀನು ಆರಿಸಲ್ಪಟ್ಟ ವ್ಯಕ್ತಿ ಎಂಬುದಾಗಿ ಅರ್ಥ ಮಾಡಿಕೋ. ഒത്തിരി പേര് വരാതിരുന്നപ്പോ, ತುಂಬಾ ಜನ ಬರದೇ ಇರುವಾಗ എന്നെ കൊണ്ടുവന്നല്ലോ, ನನ್ನನ್ನು ತಂದಿಯಲ್ಲ, പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലോ, ಪ್ರಾರ್ಥನೆಗಾಗಿ ಕರೆ ತಂದಿಯಲ್ಲ, ഇന്ന് പകലിൽ ഇതിന്റെ അകത്ത് കൊണ്ടിരുത്തിയെങ്കിൽ ಇದರ ಒಳಗಡೆ ನಿನ್ನನ್ನು ಈ ಆಗಲೇ ವೇಳೆ ಕರೆ ತಂದಿದ್ದರೆ സ്വർഗ്ഗം നിന്നെ നിയോഗിച്ച ഇതിന്റെ അകത്ത് ದೇವರು കൊണ്ടുവന്നിരിക്കുന്നു. ತನ್ನ ಪದ್ಧತಿಯ ಮೂಲಕ ಇಲ್ಲಿ ತಂದಾಕಿದ್ದಾನೆ. ആ നിയോഗിച്ച് ഇതിന്റെ അകത്ത് കൊണ്ടിരുത്തിയിരിക്കുന്ന വെറുതെയല്ല, ತನ್ನ ಪದ್ಧತಿಯ ಮೂಲಕ ಇಲ್ಲಿಗೆ ಕರೆ ತಂದದ್ದು ಸುಮ್ಮನೆಯಲ್ಲ. ഇന്ന് പകലിൽ കൈമാറി വരുന്ന അധികാരത്തെ, ಇವತ್ತು ಕೈಗಳಿಂದ ಬರುವಂತ ಅಧಿಕಾರವನ್ನು, കൈമാറി വരുന്ന അഭിഷേകത്തെ, ಅವನ ಕೈಯಿಂದ ಬರುವಂತ ಅಭಿಷೇಕವನ್ನು ദൈവത്തിൽ നിന്ന് അതിനെ പ്രാപിക്കുക, ದೇವರಿಂದ ಅದನ್ನು ಪಡೆಯುವುದಕ್ಕಾಗಿ, അതിനെ സ്വീകരിക്കുക, ಅದನ್ನು ಸ್ವೀಕರಿಸುವುದಕ್ಕಾಗಿ ഇന്ന് പകൽ ഇതിന്റെ അകത്ത് കൊണ്ടിരുത്തിയിരിക്കുകയാ. ಇವತ್ತು ಈ ಅಗಲ ವೇಳೆ ಇಲ್ಲಿ ನಿನ್ನ ಕರೆ ತಂದಿದ್ದಾನೆ. പകലിൽ സ്വർഗ്ഗം നേരിട്ട് ചിലരുടെ മേൽ ചിലത് കൈമാറുന്ന പകല. ಇವತ್ತು ಆಗಲು ನೇರವಾಗಿ ಪರಲೋಕ ಕೆಲವರ ಮೇಲೆ ಕೆಲವನ್ನು ಕೊಡುವಂತ ಹಗಲು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. അത് വരാതിരുന്ന
നിനക്ക് ലഭിക്കത്തില്ല. ಒಂದು ವೇಳೆ ನೀನು ಬರದೇ ಇದ್ದರೆ ನಿನಗೆ ಸಿಗುವುದಿಲ್ಲ. ഇനിയുള്ള ഓരോ സെഷനും വിലപ്പെട്ടതാ. ಇನ್ನಿರುವಂತ ಒಂದೊಂದು ಸೆಕ್ಷನ್ ಬಹಳ ಪ್ರಯೋಜನವುಳ್ಳದು. അത് കൈമാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ಅದು ಹಸ್ತಾಂತರ ಹೊಂದಲ್ಪಡುವಂತದ್ದು. നിങ്ങളുടെ തലമുറകളുടെ മേൽ, ನಿಮ್ಮ ಮಕ್ಕಳ ಮೇಲೆ, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ನಿಮ್ಮ ಕುಟುಂಬಗಳ ಮೇಲೆ, പ്രിയപ്പെട്ട ഓരോരുത്തരുടെ മേൽ, ನಿಮ್ಮ ಪ್ರತಿಯೊಂದು ಪ್ರಿಯ ವ್ಯಕ್ತಿಗಳ ಮೇಲೆ വലിയ വിടുതലുകളെ ദൈവം ചെയ്യിക്കാൻ പോകുകയാണ്. ಒಂದು ದೊಡ್ಡ ಬಿಡುಗಡೆ ದೇವರು ಮಾಡ್ಲಿಕ್ಕಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ആ വിടുതൽ പ്രാപിക്കുവാൻ ಆ ಬಿಡುಗಡೆ ಹೊಂದುವುದಕ್ಕಾಗಿ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ വാഞ്ചയോടെ കടന്നു വരണം. ಬಹಳಷ್ಟು ಪ್ರಾರ್ಥನೆಯಿಂದಲೂ ಆಸಕ್ತಿಯಿಂದಲೂ ಬರಬೇಕು. നിങ്ങളെ ഈ യോഗത്തിന്റെ ഇടയ്ക്ക് അസാധാരണ മിനിസ്ട്രി ചെയ്യുന്നവരാക്കി മാറ്റും. ಈ ಒಂದು ಕೂಟಗಳ ಮಧ್ಯಗಳಲ್ಲಿ ಅಸಾಧಾರಣವಾದ ದೇವರ ಶಕ್ತಿಯೊಂದಿಗೆ ಕೆಲಸಗಳನ್ನು ಮಾಡುವಂತರಾಗಿ ಮಾಡುವುದಕ್ಕೆ. ഹല്ലേലൂയ, ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്, ಹಲ್ಲೆಲೂಯ, പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. ഒന്ന് കൂടി പോയച്ചാ മതി, ಒಂದು ಓಡಿ ಬಂದ್ರೆ ಸಾಕು. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവല്ലയിൽ ഒരു കോൺഫറൻസ് നടത്തി. ಕಳೆದ ದಿವಸ ತಿರುವಲ್ಲ ಎಂಬ ಸ್ಥಳದಲ್ಲಿ ಒಂದು ಕಾನ್ಫರೆನ್ಸ್ ನಡೆಸಿದೆವು. ഒരാളങ്ങ് ഒത്തിരി ദൂരെന്ന് വന്ന് കൂടി. ಒಬ್ಬ ವ್ಯಕ್ತಿ ಬಹಳ ದೂರದಿಂದ ಬಂದು ಆ ಕೂಟಕ್ಕೆ ಪಾಲ್ಗೊಂಡ. അദ്ദേഹം കൂടിയിട്ട് തിരിച്ചു പോയി. ಆ ವ್ಯಕ್ತಿ ಪಾಲ್ಗೊಂಡು ತಿರುಗಿ ಹೋದ. ഞാൻ ഇങ്ങോട്ട് കേറുന്നതിനിപ്പുറം അദ്ദേഹം എന്നെ ഫോൺ ചെയ്തു. ಈ ಹಾಲಿಗೆ ಹತ್ತುವುದಕ್ಕಿಂತ ಮುಂಚೆ ಅವರು ಫೋನ್ ಮಾಡಿದ್ರು. ഒന്ന് കൂടിയിട്ട് പോയപ്പോൾ ശക്തനായ പ്രവാചകനായി മാറി. ಒಂದು ಸಾರಿ ಆ ಕೂಟಕ್ಕೆ ಬಂದು ಹೋಗಿ ತಕ್ಷಣ ಅವರು ಪ್ರವಾದಿಯಾಗಿ ಮಾರ್ಪಟ್ಟರು. ಅಸಾಧಾರಣ മേഖലയിൽ താൻ പ്രവചിക്കുന്നു. ಅಸಾಧಾರಣವಾದ ಹಂತದಲ್ಲಿ ಪ್ರವಾದನೆ ಮಾಡ್ತಾ ಇದ್ದಾನೆ. കഴിഞ്ഞ സൺഡേയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. ಕಳೆದ ಭಾನುವಾರ ಪ್ರಸಂಗಿಸುವುದಕ್ಕಾಗಿ ಎದ್ದು ನಿಂತುಕೊಂಡ. കേവല ഒരു വിശ്വാസിയാ. ಅವನು ಕೇವಲ ಒಬ್ಬ ವಿಶ್ವಾಸಿ ಮಾತ್ರ. അദ്ദേഹത്തിന്റെ ചർച്ചിന്റെ പാസ്റ്റർ ഇച്ചിരി സമയം കൊടുത്തു. ಆ ವ್ಯಕ್ತಿಯ ಸಭೆಯ ಪಾಲಕರು ಸ್ವಲ್ಪ ಸಮಯ ಕೊಟ್ಟರು ಅವರಿಗೆ. എന്നോട് പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് നിന്നത് എനിക്കറിയാം. ಅವರು ಹೇಳಿದ್ರು, ನನಗೆ ಎದ್ದು ನಿಂತುಕೊಂಡದ್ದು ಮಾತ್ರ ಗೊತ್ತು. എന്റെ നാവിൽ കൂടി ദൂതുകൾ വന്ന് ഒഴുകാൻ തുടങ്ങി. ನನ್ನ ನಾಲಿಗೆಯಿಂದ ದೇವರ ಆಲೋಚನೆ ಹರಿದಾಡುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿತು. എന്നോട് പറഞ്ഞു, ഇനി എവിടെ ഉണ്ടെങ്കിലും പറഞ്ഞോണം, ഞാൻ അവിടെ ഓടി എത്തിക്കോളാം. ಪಾಸ್ಟರ್, ಇನ್ನು ಆ ಕೂಟಗಳು ಎಲ್ಲಿ ಇದ್ರು ಹೇಳಿ, ನಾನು ಓಡಿ ಬರ್ತೇನೆ ಎಂಬುದಾಗಿ ಅವರು ಹೇಳಿದ್ರು. Praise the Lord. Hallelujah. 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 ഇന്ന് പകലിൽ ഏതെങ്കിലും ഒരു സെഷനെങ്കിലും കൂടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ಇವತ್ತು ಹಗಲ ವೇಳೆ ಯಾವುದಾದ್ರೂ ಒಂದು ಸೆಕ್ಷನ್ಗೆ ನೀನು ಬಂದು ಪಾಲ್ಗೊಂಡು ಹೋದರೆ ഒരു സാധനം കൈമാറാതിരിക്കത്തില്ല. ಒಂದು ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಬಾರದೇ ಇರುವುದಿಲ್ಲ. Hallelujah. 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 ദൈവം നിങ്ങളെ ഉപയോഗിക്കാതിരിക്കത്തില്ല. ದೇವರು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸದೆ ಇರುವುದಿಲ್ಲ. ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്താതിരിക്കത്തില്ല. ದೇವರು ನಿಮ್ಮನ್ನು ಪ್ರಯೋಜನ ಪಡಿಸದೆ ಇರುವುದಿಲ್ಲ. സാധാരണ മേഖലയിൽ ഉപയോഗിക്കപ്പെടുന്നവരായി ഇതിന്റെ അകത്തിരിക്കുന്നത്. ಅಸಾಧಾರಣವಾದ ಹಂತದಲ್ಲಿ ಉಪಯೋಗಿಸಲ್ಪಡುವರಲ್ಲಿದ್ದೀರಾ. ഞാനത് ആത്മ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടാ വിളിച്ചു പറയുന്നത്. ನನ್ನ ಆತ್ಮ ಕಣ್ಣುಗಳಿಂದ ಕಂಡುಕೊಂಡದನ್ನು ಹೇಳ್ತಾ ಇದ್ದೇನೆ. Hallelujah. Hallelujah. പൗലോസും ശീലാസും പ്രാർത്ഥനാലയത്തിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ, ಪೌಲ ಸೀಲ ಪ್ರಾರ್ಥನಾಲಯಕ್ಕೆ ಹೋಗುವುದಕ್ಕಾಗಿ ಬಂದಾಗ പിന്നിൽ നിന്ന് ഒരു പ്രവചനം. ಇಂದಿನಿಂದ ಒಂದು ಪ್ರವಾದನೆಯ ಶಬ್ದ. അത്യുന്നതനായ ദൈവത്തെ സേവിക്കുന്നവർ, ಪರಾತ್ಪರನಾಗಿರುವ ದೇವರನ್ನು ಸೇವಿಸುವಂತವರೇ, രക്ഷാമാർഗം അറിയിക്കുന്നവർ, ಇವರು ರಕ್ಷಣೆಯ ಮಾರ್ಗವನ್ನು ಸಾರುವಂತವರು എന്ന് പറഞ്ഞു പല നാളായിട്ട് ഈ സ്ത്രീ ഇവരുടെ പിന്നാലെ ಈ വരികയാണ്. ಶಬ್ದದಿಂದ ಹೇಳಿ ಹೇಳಿ ಹಲವು ದಿವಸಗಳಿಂದ ಇವರಿಗೆ ತೊಂದರೆ ಕೊಡ್ತಾ ಇದೆ. പ്രാർത്ഥിക്കുന്ന ദൈവ മനുഷ്യന്മാരുടെ ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತ ದೇವರ ದಾಸರುಗಳ പ്രാർത്ഥന ഇല്ലാതാക്കുന്ന, ಪ್ರಾರ್ಥನೆ ಇಲ್ಲದಂತೆ ಮಾಡುವಂತಹ, പ്രാർത്ഥനയ്ക്ക് അകത്തിലേക്ക് ഹോളിലേക്ക് കിടക്കാതെ വണ്ണം ಸಭಾ ಆಲಯದ ಒಳಗಡೆ ಅವರನ್ನು ಬಿಡದ ಹಾಗೆ പുറകിൽ നിന്ന് വെളിയിൽ നിന്ന് വശീകരിക്കുന്ന ഒരു ശക്തി, ಹಿಂದೆಯಿಂದ ವಂಚಿಸುವಂತ ಶಕ್ತಿ ദൂത് പറഞ്ഞ് ಆಲೋಚನೆ ಹೇಳಿಕೊಟ್ಟು വശീകരിച്ചു കൊണ്ടിരിക്കുകയാ. ನಿನ್ನನ್ನು ಸ್ವಾಧೀನಪಡಿಸ್ತಾ ಇದೆ. Praise the Lord. ಆಮೆನ್. Praise the Lord. Hallelujah. പണ്ടൊക്കെ വെളിച്ചപ്പാടത്തികൾ ಹಿಂದಿನ ಕಾಲಗಳಲ್ಲಿ ಗಾರುಡಗಾರ್ತಿಗಳು പ്രാർത്ഥനാലയത്തിന്റെ പുറത്തായിരുന്നു. ಪ್ರಾರ್ಥನಾ ಆಲಯದ ಹೊರಗಡೆ ಇದ್ರು. പക്ഷെ ഇപ്പോൾ വെളിച്ചപ്പാടത്തികൾ, ಆದ್ರೆ ಇವತ್ತು ಕಣಿ ಹೇಳುವಂತವರು അവര് മുങ്ങി പൊങ്ങി അകത്ത് കയറിയിട്ടുണ്ട്. ಅವರು ಮುಳುಗಿ ಎದ್ದು ಒಳಗಡೆ ಬಂದ್ಬಿಟ್ಟಿದ್ದಾರೆ. എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ട് അവർ അകത്ത് കയറിയിട്ടുണ്ട്. ಅಂದ್ರೆ ಅವರು ದೀಕ್ಷಾಸನ ಹೊಂದಿ ಒಳಗಡೆ ಬಂದ್ಬಿಟ್ಟಿದ್ದಾರೆ. ഇപ്പോൾ പുറത്ത് മാത്രമല്ല, ಇವಾಗ ಹೊರಗಡೆ ಮಾತ್ರ ಅಲ್ಲ, അകത്തുകൊണ്ട് ಒಳಗಡೆಯೂ ಇದ್ದಾರೆ. പ്രാർത്ഥിപ്പിക്കാതെ, ಪ್ರಾರ್ಥಿಸದೆ, പ്രസംഗിപ്പിക്കാതെ, ಪ್ರಸಂಗ ಮಾಡಿಸದೆ, ആരാധിപ്പിക്കാതെ, ಆರಾಧನೆ ಮಾಡಿಸದೆ, ദൈവത്തോട് അടുപ്പിക്കാതെ, ದೇವರ ಬಳಿಗೆ ಹತ್ತಿರಕ್ಕೆ ಬರದೆ ಬಿಡದೆ, ദൈവത്തിന് വേണ്ടി ശോഭിച്ച് നിൽക്കുന്നവരെ, ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಕಾಶಗೊಳ್ಳಿಕ್ಕೆ ಬಿಡದೆ, പ്രയോജനപ്പെട്ടു വരുന്നവരെ, ಪ್ರಯೋಜನ ಪಡುತ್ತಾ ಬರುವಂತವರನ್ನು, പ്രാർത്ഥിച്ച് കയറി വരുന്നവരെ, ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಮೇಲೆ ಬರುವವರನ್ನು തകർക്കുന്ന വ്യാപാരം, ಒಡೆಯುವಂತ ವ್ಯಾಪಾರ ಶಕ್ತಿ അകത്തുകൊണ്ട് ಒಳಗೂ ಇದೆ. ഇന്ന് പകൽ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ಇವತ್ತು ಆಗಲಿ ಈ ವಾಕ್ಯವನ್ನು ಹೇಳುತ್ತಿರುವಾಗ, അകത്തായാലും പുറത്തായാലും, ಅದು ಒಳಗೆ ಇದ್ರು ಹೊರಗಡೆ ಇದ್ರು, ഇന്ന് പകൽ തകരുന്ന പകലായി, ಇವತ್ತು ಆಗಲು ಒಡೆಯಲ್ಪಡುವ ದಿನ, തകരുന്ന പകലായി, ಒಡೆಯಲ್ಪಡುವ ದಿನ, തകർക്കുന്ന ഒരു അഭിഷേകം, ಒಡೆಯುವಂತ ಅಭಿಷೇಕ ഇന്ന് പകൽ ഈ ആത്മാവ് ಈ കൈമാറുന്നു. ಆತ್ಮನು ಹಂಚುತ್ತಿದ್ದಾರೆ. Power! ಯೇಸುವಿನ ಶಕ್ತಿ, Power! ಅಭಿಷೇಕ. ചൂടാബാല ബാല ബാല ബാധാര ബാല ബാല ലാലാധ.
പൊട്ടി മാറട്ടെ, ಅದು ಬಿಚ್ಚಿ ಹೋಗಲೇ, അത് തകർന്നു മാറട്ടെ. ಅದು ಒಡೆಯಲ್ಪಡಲೇ യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അഭിഷക്തന്മാരെ തകർക്കുന്നു, ಅಭಿಷಕ್ತರನ್ನು ರಚಿಸುವಂತ, പ്രാർത്ഥിക്കുന്നവരെ തകർക്കുന്നു, ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವರನ್ನು ತಡೆಯುವಂತ, ആരാധിക്കുന്നവരെ തടുക്കുന്നു. ಆರಾಧನೆ ಮಾಡುವಂತವರನ್ನು ತಡೆಯುವಂತ പൈശാചിക ശക്തിയെ ಸೈತಾನನ ಶಕ್ತಿಯೇ യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഞങ്ങൾ നിന്നെ അഴിക്കുന്നു, ನಾನು ಬಿಚ್ಚುತ್ತೇನೆ, അഴിക്കുന്നു. ಬಿಚ್ಚುತ್ತೇನೆ. വെളിപ്പോ. ಹೊರಗಡೆ ಹೋಗು. ഇത് മകല ശക്തിയെ ഈ കൈമാറി വരികയാ. ಈ ಅಶಕ್ತಿ ಮತ್ತು ಹಗಲ ವೇಳೆ ಇಳಿದು ಬರುತ್ತಾ ಇದೆ. ആ ദൈവശക്തി ഇന്ന് മകൽ വെളിപ്പെട്ട് വരികയാ. ಆ ದೇವರ ಶಕ್ತಿಯಲ್ಲಿ ಪ್ರಕಟವಾಗಿ ಬರ್ತಾ ಇದೆ. ദൈവം നിങ്ങളുടെ മേൽ കൈമാറുകയാ. ದೇವರು ನಿಮ್ಮ ಮೇಲೆ ಕೊಡುತ್ತಿದ್ದಾನೆ. സ്വർഗീയ ഒരു കൈവപ്പ് ഇന്ന് മകൽ നിങ്ങൾക്ക് ലഭിക്കുകയാ. ಪರಲೋಕದ ಹಸ್ತಾಂತರ ಇವತ್ತು ನಡೀತಾ ಇದೆ. നിങ്ങളെ തടുത്തതാ, ಇಷ್ಟರವರೆಗೆ ನಿಮ್ಮನ್ನು ತಡೆ ಮಾಡಿದ್ದು ഇനി തടുക്കാതെ വണ്ണ ಇನ್ನು ಮೇಲೆ ತಡೆಯದ ಹಾಗೆ വഴിമാറുകയാ. ಅದು ಮಾರ್ಗ ಬದಲಾಯಿಸ್ತಾ ಇದೆ. വഴിമാറുകയാ. ಅದು ದಾರಿ ತಪ್ಪಿಸ್ತಾ ಇದೆ. ഇന്ന് മകൽ ഇരിക്കുന്നവിടത്തിരുന്ന ആത്മാവി പറ, ಇವತ್ತು ಕೂತಿರುವಂತ ಸ್ಥಳದಲ್ಲಿ ಆತ್ಮದಲ್ಲಿ ಹೇಳು, ಸೈತಾನನೇ എന്റെ ആത്മീയത്തെ തടുക്കാതെ, ನನ್ನ ಆತ್ಮೀಕತೆಯನ್ನು ತಡೆ ಮಾಡದೆ, എന്റെ പ്രാർത്ഥನೆ തടുക്കാതെ, ನನ್ನ ಪ್ರಾರ್ಥನೆಯನ್ನು ತಡೆ ಮಾಡದೆ, ശുശ്രൂഷ തടുക്കാതെ, ನನ್ನ ಸೇವೆಯನ್ನು ತಡೆ ಮಾಡದೆ, എന്റെ ദൂതിനെ തടുക്കാതെ, ನನ್ನ ಆಲೋಚನೆಯನ್ನು ತಡೆ ಮಾಡದೆ, സുവിശേഷത്തിന്റെ മാർഗത്തെ തടുക്കാതെ, ಸುವಾರ್ತೆಯ ಮಾರ್ಗವನ್ನು ತಡೆ ಮಾಡದೆ, വഴിമാറ, ನೀನು ಮಾರ್ಗ ಬಿಡು, വഴിമാറ, ಮಾರ್ಗ ಬಿಡು, വഴിമാറ. ಮಾರ್ಗ ಬಿಡು. എത്ര പേർ പറയുന്നു? ಎಷ್ಟು ಜನ ಹೇಳ್ತೀರಿ വഴിമാറാൻ പറ. ಮಾರ್ಗ ಬಿಡ್ಲಿಕ್ಕೆ ಹೇಳು. വഴിമാറുന്ന അഭിഷേക വഴിമാറുന്നു, വഴിമാറുന്നു. ಆ ಶಕ್ತಿಗಳು ದಾರಿ ಬಿಡ್ತಾ ಇದೆ, ಅದು ಮಾರ್ಗ ಬಿಟ್ಟು ಹೋಗುತ್ತಾ ಇದೆ. തടുക്കാതെ വണ്ണം വഴിമാറി പോകുന്നു, ನಿನಗೆ വഴിമാറി പോകുന്നു. ನಿನಗೆ ತಡೆ ಮಾಡಿದಾಗೆ ದಾರಿ ಬಿಟ್ಟು ಹೋಗ್ತಾ ಇದೆ. നീ പുറത്ത് വരികയാ, നീ പുറത്ത് വരികയാ. ನೀನು ಹೊರಗಡೆ ಬರ್ತಾ ಇದೀಯ, ಹೊರಗಡೆ ಬರ್ತಾ ಇದೀಯ. ഉപയോഗിക്കാൻ തുടങ്ങുകയാ. ದೇವರು ನಿನ್ನ ಉಪಯೋಗಿಸ್ತಿದ್ದಾನೆ. നിന്നെ തടുക്കാൻ ആ പിശാചിന് കഴിയത്തില്ല. ನೀನು ನಿನ್ನನ್ನು ತಡೆ ಮಾಡಲಿಕ್ಕೆ ಸೈತಾನಿಗೆ ಆಗುವುದಿಲ್ಲ. നിന്നെ തടുക്കാൻ ആ ദുർഭൂതത്തിന് കഴിയത്തിಲ್ಲ. ನಿನ್ನ ಮೇಲೆ ನಿನ್ನನ್ನು ತಡೆಯಲಿಕ್ಕೆ ಆ ದೆವ್ವಕ್ಕೆ ಆಗುವುದಿಲ್ಲ. ആ സ്ത്രീ ശക്തിക്ക് കഴിയത്തില്ല. ಆ ಸ್ತ್ರೀಯ ಶಕ್ತಿಗೆ ಆಗುವುದಿಲ್ಲ. ആ പൈശാചിക ശക്തിക്ക് കഴിയത്തില്ല. ಆ ಸೈತಾನನ ಶಕ್ತಿಗೆ ಆಗುವುದಿಲ್ಲ. ಮಂತ್ರವಾದത്തിന് കഴിയത്തില്ല. ಮಂತ್ರವಾದಕ್ಕೆ ಆಗುವುದಿಲ್ಲ. നേർച്ചകാഴ്ചയ്ക്ക് കഴിയത്തില്ല. ಆ ವ್ಯಕ್ತಿಗಳಿಗೆ ಸಾಧ್ಯವಿಲ್ಲ. ആ അധികാരത്തിന് കഴിയത്തില്ല. ಅಧಿಕಾರಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. അതിൽ നിന്ന് സ്വർഗ്ഗം നിന്നെ പുറത്തു കൊണ്ടുവരികയാ. ಅದರಿಂದ ಪರಲೋಕ ನಿನ್ನನ್ನು ಹೊರಗಡೆ ತರ್ತಾ ಇದೆ, പുറത്തു കൊണ്ടുവരികയാ. ಹೊರಗಡೆ ತರ್ತಾ ಇದೆ, പുറത്തു കൊണ്ടുവരികയാ. ಹೊರಗಡೆ ತರ್ತಾ ಇದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ഇത്രയും നാളും നിന്റെ മിനിസ്ട്രിയെ തടഞ്ഞോ? ಇಷ್ಟು ದಿವಸ ನಿನ್ನ ಸೇವೆಯನ್ನು ತಡೆ ಮಾಡ್ತಾ ಇತ್ತು. ഇത്രയും നാളും നിന്റെ ശുശ്രൂഷ തടഞ്ഞോ? ಇಷ್ಟು ದಿವಸ ನಿನ್ನ ಸೇವೆಯನ್ನು ತಡೆ ಮಾಡ್ತಾ ಇತ್ತು. പ്രാർത്ഥನೆ തടഞ്ഞോ? ನಿನ್ನ ಪ್ರಾರ್ಥನೆಯನ್ನು ತಡೆ ಮಾಡ್ತಾ ಇತ್ತು. ദർശനത്തെ തടഞ്ഞോ? ನಿನ್ನ ದರ್ಶನವನ್ನು ತಡೆ ಮಾಡ್ತಾ ಇತ್ತು. കാഴ്ചപ്പാടിനെ തടഞ്ഞോ? ನಿನ್ನ ದೃಷ್ಟಿಕೋನವನ್ನು ತಡೆ ಮಾಡ್ತಾ ಇತ್ತು. തടയാൻ പറ്റത്തില്ല. ಇನ್ನು ತಡೆಯಕ್ಕಾಗುವುದಿಲ್ಲ. ഇനിയും തടയാൻ പറ്റത്തില്ല. ಇನ್ನು ತಡೆಯಕ್ಕಾಗುವುದಿಲ್ಲ. ഇന്ന് പകലി പറ, ಇವತ್ತು ಹಗಲು ಹೇಳು, ഞാൻ പുറത്ത് വരുവാന്ന് പറ. ನಾನು ಹೊರಗಡೆ ಬರ್ತಾ ಇದ್ದೀನಿ. പുറത്ത് വരുവാന്ന് പറ. ನಾನು ಹೊರಗಡೆ ಬರ್ತಾ ಇದ್ದೀನಿ. പുറത്ത് വരുവാന്ന് ನಾನು പറ. ಹೊರಗಡೆ ಬರ್ತಾ ಇದ್ದೀನಿ. ನಾನು ಹೊರಗಡೆ ಬರ್ತಾ ಇದ್ದೀನಿ. ಸೈತಾನನೇ, ಸೈತಾನನೇ, തടയാൻ പറ്റത്തില്ല. ನಿನಗೆ ನನ್ನನ್ನು ತಡಿಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. തടുക്കാൻ പറ്റത്തില്ല. ನಿನಗೆ ನನ್ನನ್ನು ತಡಿಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. ಮಂತ್ರವಾದಿಯೇ, ಏ ಮಂತ್ರವಾದಿಯೇ, ಸುಂದರ ಜಯನವನೇ, ಏ ವಿಗ್ರಹಾರ್ಪಣೆ ಮಾಡುವಂತವನೇ, നിനക്കെന്നെ തടുക്കാൻ പറ്റത്തില്ല. ನಿನಗೆ ನನ್ನನ್ನು ತಡೆ ಮಾಡಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. സമയമാ, ಇದು ನಮ್ಮ ಸಮಯ. ദർശനത്തിന്റെ സമയമാ, ಇದು ದೇವರ ಸಮಯ. ഇതെന്റെ വാഗ്ദത്തത്തിന്റെ ಇದು ನನ್ನ ವಾಗ್ದಾನದ ಸಮಯ. ഞാൻ പുറത്തു വരുന്ന സമയമാ, ನಾನು ಹೊರಗಡೆ ಬರುವ ಸಮಯ ಇದು. പുറത്തു കൊണ്ടുവരുന്ന സമയം, ದೇವರು ನನ್ನನ್ನು ಹೊರಗಡೆ ತರುವ ಸಮಯವಿದು. പുറത്തു വരുന്ന സമയമാ, ನಾನು ಹೊರಗಡೆ ಬರುವ ಸಮಯವಿದು. അഭിഷേകം ചെയ്യുന്ന ದೇವರು സമയമാ. ನಿನ್ನ ಅಭಿಷೇಕ ಮಾಡುವ ಸಮಯವಿದು. അങ്ങനെ ഒരു അഭിഷേകം ഇതുവരെ നിങ്ങളുടെ മേൽ വീഴുന്നു. ಆ ರೀತಿಯಾದ ಅಭಿಷೇಕ ಇವತ್ತು ನಿಮ್ಮ ಮೇಲೆ ಬೀಳುತ್ತಿದೆ. വീഴുന്നു. ಇವತ್ತು ನಿಮ್ಮ ಮೇಲೆ ಬೀಳುತ್ತಿದೆ. ശക്താധി
നീ പ്രാപിച്ചു. ಅಭಿಷೇಕ ಪಡೆದುಕೋ. ദൈവ ശക്തിയെ നീ സ്വീകരിച്ചു. ದೇವರ ಶಕ್ತಿಯನ್ನು ಪಡೆದುಕೋ. ദൈവ ശക്തിയെ നീ സ്വീകരിച്ചു. ದೇವರ ಶಕ್ತಿ ಪಡೆದುಕೋ. ദൈവ ശക്തിയെ നീ സ്വീകരിച്ചു. ದೇವರ ಶಕ್ತಿ ಪಡೆದುಕೋ. ഓ ഹുഡബാലബ ಕಬಲವ ಶಬಲಬಲಬಲಬಲ ನಿಗಬಲಬಲ ಕುಡರಬಲಬಲಬಲ ಶೈಡಬಲಬಲ ಚುಡಿನಿಗಬಲಬಲಬಲ ಶಂದರಗಬಲ ಹುಡನ ಮನಯ ಕದನ ಜಗನ ದಿಗನ ಜಗನ. ദൈവാത്മാവ് ശക്തമായി ചിലരെ പുറത്തു കൊണ്ടുവരും. ದೇವರಪ್ಪನ ಶಕ್ತವಾಗಿ ಕೆಲವರನ್ನು ಹೊರಗಡೆ ತರ್ತಿದ್ದಾರೆ. പുറത്തു കൊണ്ടുവരുന്നു. ಕೆಲವರನ್ನು ಹೊರಗಡೆ ತರ್ತಿದ್ದಾರೆ. പുറത്തു വരുന്ന വർഷം ഭവിഷ്യത്തിന് ಸೇವೆ ಹೊರಗಡೆ ಬರುವ ವರ್ಷ ಇದು. അവനോട് പറയുന്നു. ದೇವರಪ್ಪನ ಮಾತಾಡುತ್ತಿದ್ದಾನೆ. സാധാരണ മേഖല ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുക. ಸಾಧಾರಣವಾದ ಹಂತದಲ್ಲಿ ದೇವರು ಉಪಯೋಗಿಸ್ತಾ ಇದ್ದಾನೆ. ഇതുവരെ ചിന്തിച്ചതുപോലെ ಅಲ್ಲ. ಇಷ್ಟರವರೆಗೆ ಚಿಂತಿಸಿದ ರೀತಿಯಲ್ಲಿ ಅಲ್ಲ. ചില ദർശനങ്ങൾ ആത്മാവ് കൈമാറുകയാ. ಹೊಸ ದರ್ಶನವನ್ನು ಆತ್ಮನು ಕೊಡುತ್ತಿದ್ದಾನೆ. കാഴ്ചപ്പാട് ആത്മാവ് കൈമാറുകയാ. ಒಂದು ದೊಡ್ಡ ದೃಷ್ಟಿಕೋನ ಆತ್ಮನು ಕೊಡುತ್ತಿದ್ದಾನೆ. ದೂತകളുടെ കലവറകൾ തുറന്നു വരികയാ. ನಿನ್ನೆ ನೀನು ಕಂಡಂತ ದರ್ಶನಗಳ ಉಗ್ರಾಣ ಒಡೆದು ಬರ್ತಾ ಇದೆ. ಅದು തുറന്നു വരികയാ. ಅದು ನಿನಗಾಗಿ ತೆರೆದು ಬರ್ತಾ ಇದೆ. ഇനിയും ദേശത്തിന്റെ വ്യാപാരത്തിന് തടുക്കാൻ പറ്റത്തില്ല. ನೀನು ಈ ಲೋಕದ ಶಕ್ತಿಗಳಿಗೆ ನೀನು ಹಿಡಿದಿಟ್ಕೊಳ್ಳಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ഇതുവരെ കണ്ടതോ കേട്ടതೋ ಅಲ್ಲ. ಇಷ್ಟರವರೆಗೆ ಕಂಡದ್ದು ಕೇಳಿದ್ದು ಅಲ್ಲ. ഇതുവരെ ചെയ്തതല്ല. ಇಷ್ಟರವರೆಗೆ ಮಾಡಿದ್ದು ಅಲ್ಲ. ഇതുവരെ ചെയ്യാത്തത് ചിലത് ചെയ്യുക. ಇಷ್ಟರವರೆಗೆ ಮಾಡದನ್ನು ಕೆಲವು ಮಾಡುವುದಕ್ಕಾಗಿ. തുടങ്ങാത്തത് ചിലത് തുടങ്ങുക. ಇಷ್ಟರವರೆಗೆ ಪ್ರಾರಂಭಿಸದನ್ನು ಕೆಲವನ್ನು ಪ್ರಾರಂಭಿಸುವುದಕ್ಕಾಗಿ. കരങ്ങളെ ബലപ്പെടുത്തുകയാ. ದೇವರಾತ್ಮನ ಕಾರ್ಯವನ್ನು ಬಲಪಡಿಸಿದ್ದಾನೆ. ദൈവ പ്രവർത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചു. ಒಂದು ದೊಡ್ಡ ದೇವರ ಕಾರ್ಯಕ್ಕಾಗಿ ಆತನು ಉಪಯೋಗಿಸುತ್ತಿದ್ದಾನೆ. ಬಿಟ್ಟುಕೊಡುತ್ತು തുടങ്ങട്ടെ. ಇವತ್ತು ನೀವು ಆತನಿಗೆ ನಿಯಂತ್ರಿಸಿಕೊಂಡು ಬಿಟ್ಟುಕೊಡಿ. ಅಭಿಷೇಕಂ ಇನ್ನು ಮಗಲಿൽ ಇವತ್ತೊಂದು ಅಭಿಷೇಕಗಳ ವೇಳೆಯಲ್ಲಿ ದೈವಾತ್ಮಾವು ಕೈಮಾರುന്നു. ದೇವರಾತ್ಮನ ಹಸ್ತಾಂತರಿಸುತ್ತಿದ್ದಾನೆ. ಹಲ್ಲೆಲೂಯಾ. ಹಲ್ಲೆಲೂಯಾ. ಚುಡರಮನ ಶಗರಗದನ ಗಡಗದುರಿಬನ ಬರವ ಶಾಂತರಾದನ ವಿಕಾರಮನಾದಿಯಾದವ ಶಾಂತ ಪ್ರೌಢಮಾನ ಚುಡಿದಿಗಮನ ಶೈರಗಾದನ. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർ പിന്നാലെ ആ പിശാച് വരുന്നു. ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವರ ಹಿಂದೆ ಆ ದೆವ್ವ ಬರ್ತಾ ಇದೆ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ പിന്നാലെ ದೇವರಿಗೋಸ್ಕರವಾಗಿ ನಿಲ್ಲುವಂತವರ ಹಿಂದೆ ಬರ್ತಾ ಇದೆ ಅದು. കാരണം അവരിലോ ശക്തിയുള്ളൂ. ಕಾರಣ ಅವರಲ್ಲಿ ಮಾತ್ರವೇ ಶಕ್ತಿ ಇದೆ. അവരെ തടഞ്ഞിട്ടേ അവന് കാര്യമുള്ളൂ. ಅವರನ್ನು ತಡೆದ್ರೆ ಮಾತ್ರವೇ ಏನಾದ್ರು ಸಾಧಿಸಕ್ಕಾಗುತ್ತೆ. മറ്റുള്ളവനെ തടഞ്ഞിട്ട് ഒരു കാര്യമില്ല. ಉಳಿದ ವ್ಯಕ್ತಿಗಳನ್ನು ತಡೆದು ಪ್ರಯೋಜನ ಇಲ್ಲ. നിന്നെ തടയുന്നതിന്റെ കാരണം, ನಿನ್ನನ್ನು ತಡೆ ಮಾಡುವುದಕ್ಕೆ ಕಾರಣ, നിന്നെ യോഗത്തിന് വിടാത്തതിന്റെ കാരണം, ನಿನ್ನ ಪ್ರಾರ್ಥನೆಗೆ ಬಿಡದಕ್ಕಿರುವಂತ ಕಾರಣ, നീ പോയിരുന്ന് ശക്തി പ്രാപിക്കും. ನೀನು ಹೋದ್ರೆ ನಿನಗೆ ಶಕ್ತಿ ಸಿಗುತ್ತೆ. പ്രാർത്ഥനയ്ക്കകത്ത് ഭയങ്കര ശക്തിയുണ്ട്. ಪ್ರಾರ್ಥನೆ ಒಳಗಡೆ ದೊಡ್ಡ ಶಕ್ತಿ ಇದೆ. ഉയരത്തിൽ നിന്ന് ശക്തി കൈമാറും. ಮೇಲಿಂದ ಶಕ್ತಿ ನಿನಗೆ ಸಿಗಲ್ಪಡುತ್ತೆ. നമ്മൾ മുട്ടുമടക്കുമ്പോൾ ನಾವು ಮೊಣಕಾಲಾಕುವಾಗ സ്വർഗ്ഗം നിനക്ക് വേണ്ടി തുറക്കും. ಪರಲೋಕ ನಿನಗಾಗಿ ತೆರೆಯಲ್ಪಡುತ್ತೆ. സ്വർഗ്ഗം തുറക്കുന്നതാ ഇവിടുത്തെ മുട്ടുമടക്കൽ. ಪರಲೋಕ ತೆರೆಯಲ್ಪಡುತ್ತೆ ಇಲ್ಲಿ ಮೊಣಕಾಲಾಕುವಂತದ್ದು. സ്വർഗ്ഗത്തെ ചലിപ്പിക്കണമോ ഭൂമിയിൽ മുട്ടുകുത്തി വെച്ചാ മതി. ಪರಲೋಕ ಚಲಿಸಬೇಕಾ ಭೂಮಿಯಲ್ಲಿ ಮೊಣಕಾಲಾಕು. നീ എങ്ങനെ ഇരുന്നാലും കൊള്ളാം. ನೀನು ಯಾವ ರೀತಿ ಆದ್ರೂ ತೊಂದರೆ ಇಲ್ಲ. കാണാൻ വലിയ ഗ്ലാമർ ഇല്ലെങ്കിലും, ನಿನಗೆ ನೋಡ್ಲಿಕ್ಕೆ ಸೌಂದರ್ಯ ಇಲ್ಲದೆ ಇದ್ರು, ഒരു കഴിവുമില്ലെങ്കിലും, ಯಾವ ಸಾಮರ್ಥ್ಯ ಇಲ್ಲದೆ ಇದ್ರು, ആർക്കും നിന്നെ അറിയത്തില്ലെങ്കിലും, ಯಾರಿಗೂ ನಿನ್ನ ಬಗ್ಗೆ ತಿಳಿಯದಿದ್ರು, നീ ദൈവ പൈതലാണെങ്കിൽ, ನೀನು ದೇವರ ಮಗನಾದರೆ ഭൂമിയിൽ മുട്ടുകുത്തുമ്പോ ಭೂಮಿಯಲ್ಲಿ ಮೊಣಕಾಲಾಕುವಾಗ സ്വർഗ്ഗം നിനക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങും. ಪರಲೋಕ ನಿನಗಾಗಿ ಚಲಿಸುತ್ತೆ. സ്വർഗ്ഗം ನಿನക്ക് വേണ്ടി ഇറങ്ങി വരാൻ തുടങ്ങും. ಪರಲೋಕ ನಿನಗಾಗಿ ಇಳಿದು ಬರುತ್ತೆ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ನಿನ್ನ ಪ್ರಾರ್ಥನೆಗಾಗಿ സ്വർഗ്ഗം ചെവി കേൾക്കാൻ തുടങ്ങും. ಪರಲೋಕ ಕಿವಿಗೊಡುತ್ತೆ. ആകാശം ചായിച്ചിറങ്ങി വരുന്നവൻ, ಆಕಾಶ ಬಾಗಿಸಿ ಇಳಿದು ಬರುವಂತವನು, പ്രാർത്ഥനയുടെ നടുവിൽ ನಿನ್ನ ಪ್ರಾರ್ಥನೆಯ ಮಧ್ಯದಲ್ಲಿ വിടുതലുകളുമായി, ಕೆಲವು ಬಿಡುಗಡೆಯೊಂದಿಗೆ, സൗಖ್യങ്ങളുമായി, ಸೌಖ್ಯಗಳೊಂದಿಗೆ സ്വർഗ്ഗം അതിറങ്ങി വരികയോ. ಪರಲೋಕ ಇಳಿದು ಬರುತ್ತಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ദൈവത്തിന് ചലിക്കാതിരിക്കാൻ പറ്റത്തില്ല. ದೇವರಿಗೆ ಚಲಿಸದಿರಲಿಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. പ്രാർത്ഥനയുടെ നടുവിൽ സ്വർഗ്ഗം ചലിക്കുന്നു. ಪ್ರಾರ್ಥನೆಗಳ ಮಧ್ಯದಲ್ಲಿ ಪರಲೋಕ ಚಲಿಸುವಂತಹ. ഹല്ലേലൂയ. ಆಮೆನ್. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി സ്വർഗ്ഗം ചലിക്കുന്നു. ಪ್ರಾರ್ಥಿಸುವಂತವನಿಗಾಗಿ ಪರಲೋಕ ಚಲಿಸಲ್ಪಡುತ್ತೆ. പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഉപയോഗിക്കുന്നു. ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವರನ್ನು ದೇವರು ಉಪಯೋಗಿಸ್ತಾನೆ. പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವರು ಇದ್ದೀರೋ, ದೇವರು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸ್ತಾರೆ. പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഓടിക്കുന്നു. ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವರನ್ನು ದೇವರು ಓಡಿಸ್ತಾನೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സിൽ യേശുവിനെ പ്രസംഗിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. ಕರ್ತನ ಸೇವಕರು ಅವರು 15ನೇ ವಯಸ್ಸು ಪ್ರಾಯದಲ್ಲಿ ದೇವರ ಸೇವೆಗಾಗಿ ಪ್ರಸಂಗ ಮಾಡಲಿಕ್ಕೆ ಹೊರಟವರು. ഞാൻ എൻ്റെ രാത്രികളിലെ ഉറക്കം മാറ്റിവെച്ചു. ರಾತ್ರಿ ಸಮಯದ ನಿದ್ದೆಯನ್ನು ಬದಿಗಿಟ್ಟರು. രാത്രി 1 മണി 2 മണി 3 മണി 4 മണി ಈ ಸಮಯತ್ತೆಲ್ಲ ഞാൻ നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ರಾತ್ರಿ 1, 2, 3, 4 ಗಂಟೆಗಳು ನಡೆದಾಡ್ತಾ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ಇದೆ. മുറ്റത്തൂടെ നടന്നാ പ്രാർത്ഥിക്കുക. ಅಂಗಳಗಳಲ್ಲಿ ನಡೆದುಕೊಂಡು ಪ್ರಾರ್ಥಿಸ್ತಾ ಇದೆ.
ಇದೆ. വെളിയിലെ ലൈറ്റ് ഇടും, ರಾತ್ರಿ ಹೊರಗಡೆ ಲೈಟ್ ಹಾಕ್ತಿವಿ. എല്ലാരും കിടന്നുറങ്ങുമ്പോൾ വാതിലടയ്ക്കും. ಎಲ್ಲರೂ ಮಲಗಿದಾಗ ಬಾಗಿಲು ಮುಚ್ಚಲ್ಪಡುತ್ತೆ. വെളിയിലിറങ്ങും, ನಾನು ಹೊರಗಡೆ ಬರುತ್ತೇನೆ, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸ್ತೇನೆ, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ನಡೆದು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದೆ. കേരളം വിട്ട് വേറെ എങ്ങും ഞാൻ പോയിട്ടില്ല. ಕೇರಳ ಬಿಟ್ಟು ಬೇರೆ ಎಲ್ಲೂ ಹೋಗ್ಲಿಲ್ಲ. എന്റെ വിദേശവും സ്വദേശവും എല്ലാം എന്റെ മിറ്റവാ. ನನ್ನ ವಿದೇಶ ಸ್ವದೇಶ ಎಲ್ಲ ನನ್ನ ಮನೆಯ ಅಂಗಳ. അതിലെ നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ಅಲ್ಲಿ ನಡೆದಾಡಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ. പ്രാർത്ഥനയുടെ ശക്തി, ಪ್ರಾರ್ಥನೆಯ ಶಕ್ತಿ എളിയവനെ ഓടിക്കാൻ തുടങ്ങി. ನನ್ನನ್ನು ಓಡಿಸುವುದಕ್ಕಾಗಿ ಪ್ರಾರಂಭಿಸಿತು, ഓടിക്കാൻ തുടങ്ങി, ಓಡಿಸುವುದಕ್ಕಾಗಿ ಪ್ರಾರಂಭಿಸಿತು. ಆಮೆನ್. ഇന്ന് പകൽ ഞാൻ ഈ മൈക്കും പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുമ്പോൾ, ಇವತ್ತು ಆಗಲಿ ಈ ಮೈಕ್ ಹಿಡಿದುಕೊಂಡು ಇಲ್ಲಿ ನಿಲ್ಲುವಾಗ ദൈവത്തിന്റെ കൃപയാൽ, ದೇವರ ಕೃಪೆಯಿಂದ ഇന്ത്യയിൽ എന്റെ കണ്ണുനീര് വീഴാത്ത ഒരു സ്റ്റേറ്റും ഇല്ല. ಭಾರತ ದೇಶದಲ್ಲಿ ನನ್ನ ಕಣ್ಣೀರು ಬೀಳದೆ ಇರುವಂತ ಸ್ಟೇಟ್ಗಳು ಇಲ್ಲ. ഹല്ലേലൂയ. ഇന്ത്യ മുഴുവൻ ഓടിക്കാൻ തുടങ്ങി. ಇಂಡಿಯಾ ಪೂರ್ತಿ ದೇವರು ಓಡಿಸಿದ್ರು. 17ാമത്തെ വയസ്സ് തൊട്ട് 17ನೇ ವಯಸ್ಸಿನಿಂದ നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ മുഴുവൻ ഓടാൻ തുടങ്ങി. ಉತ್ತರ ಭಾರತದ ಅನೇಕ ಸ್ಥಳಗಳಿಗೆ ದೇವರು ಓಡಿಸಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದ. രാജ്യങ്ങളിൽ ഓടിക്കാൻ തുടങ്ങി. ರಾಜ್ಯಗಳಿಗೆ ಓಡಿಸ್ತಾ ಇದ್ದಾನೆ. ಅನೇಕ രാജ്യങ്ങൾ യാത്ര ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. ಅನೇಕ ರಾಜ್ಯಗಳಿಗೆ ಪ್ರಯಾಣ ಮಾಡುವಂತ ಕೃಪೆ ದೇವರು ಕೊಟ್ಟ. ഓടിക്കൊണ്ടേ നിൽക്കുകയാ. ಓಡುತ್ತಲೇ ನಿಂತಿದ್ದೇನೆ. ഓട്ടത്തിന്റെ ഇടയിൽ ഇവിടെ വന്ന് നിൽക്കുന്നേ. ಆ ಓಡುವುದರ ಮಧ್ಯದಲ್ಲಿ ಇಲ್ಲಿ ಬಂದು ನಿಂತಿದ್ದೇನೆ. മറ്റൊന്നുമല്ല കാരണം, ನನ್ನದಲ್ಲ ಕಾರಣ, രാത്രി പകലാക്കി പ്രാർത്ഥിച്ചതാ കാരണം. ಬೇರೆ ಯಾವುದಲ್ಲ, ರಾತ್ರಿಯನ್ನು ಹಗಲಾಗಿ ಮಾಡಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ದು. പ്രാർത്ഥിക്കുന്നവരെ അവൻ ഓടിക്കും, ಪ್ರಾರ್ಥನೆ ಮಾಡುವವರನ್ನು ಓಡಿಸ್ತಾನೆ. പ്രാർത്ഥിക്കുന്നവരെ അവൻ ഉപയോഗിക്കും, ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವರನ್ನು ಉಪಯೋಗಿಸ್ತಾನೆ. പ്രാർത്ഥിക്കുന്നവരെ അവൻ പ്രയോജനപ്പെടുത്തും, ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವರನ್ನು ಪ್ರಯೋಜನ ಪಡಿಸ್ತಾನೆ. പ്രാർത്ഥന പൈശാചിക മണ്ഡലങ്ങളെ ചലിപ്പിക്കുന്നതാ. ಪ್ರಾರ್ಥನೆ ಸೈತಾನನ ಮಂಡಲಗಳನ್ನು ಕದಲಿಸುವಂತದ್ದು. പ്രാർത്ഥന സ്വർഗ്ഗം തുറക്കുന്നതാ. ಪ್ರಾರ್ಥನೆ ಪರಲೋಕ ತೆರೆಯುವಂತದ್ದು. പ്രാർത്ഥന ദൈവം നിന്നോട് അടുത്ത് വരുന്നതാ. ಪ್ರಾರ್ಥನೆ ದೇವರು ನಿನ್ನ ಬಳಿಗೆ ಬರುವಂತದ್ದು. പ്രാർത്ഥന നീ ദൈവത്തോട് സംസാരിക്കുന്നതാ. ಪ್ರಾರ್ಥನೆ ನೀನು ದೇವರೊಂದಿಗೆ ಮಾತನಾಡುವಂತದ್ದು. പ്രാർത്ഥന സ്വർഗ്ഗം നിന്നോട് സംസാരിക്കുന്നതാ. ಪ್ರಾರ್ಥನೆ ಪರಲೋಕ ನಿನ್ನೊಂದಿಗೆ ಮಾತನಾಡುವಂತದ್ದು. പ്രാർത്ഥിക്കുന്നവരെ ദൈവം അയക്കുന്നു, ಪ್ರಾರ್ಥಿಸುವಂತವರನ್ನು ದೇವರು ಕಳಿಸುತ್ತಾನೆ. അനേകരുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ ಅದು ಅವರ ಬಂಧನವನ್ನು ಬಿಚ್ಚುವುದಕ್ಕೆ സ്വർഗ്ഗം നിന്നെ അയക്കുന്നു, ಪರಲೋಕ ನಿನ್ನನ್ನು ಕಳಿಸುತ್ತಾನೆ. സ്വർഗ്ഗം ഉപയോഗിക്കുന്നു. ಪರಲೋಕ ಉಪಯೋಗಿಸ್ತಿದೆ. ഉപയോഗിക്കുന്ന ചിലരെ ಉಪಯೋಗಿಸುವ ಕೆಲವರನ್ನು ഇന്ന് പകൽ അവൻ അഭിഷേകം ചെയ്യുന്നു. ಇವತ್ತು ಆಗಲು ಆತನ ಅಭಿಷೇಕ ಮಾಡುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. Praise the Lord. Praise the Lord. ആമേൻ. ಆಮೆನ್. ഞാൻ അതിവേഗത്തിൽ ഈ വചനം പറഞ്ഞിട്ട് ನಾನು ಬೇಗನೆ ಈ ವಾಕ್ಯವನ್ನು ಹೇಳಿ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ನಿಮಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. ഹല്ലേലൂയ. 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 പൗലോസും ശീലാസും അകത്തോട്ട് കിടക്കാൻ തുടങ്ങിയപ്പോൾ പുറകിൽ വെളിച്ചപ്പാടത്തി. ಪೌಲನು ಸೀಲರು ಆಲಯದ ಒಳಗಡೆ ಬರಲಿಕ್ಕೆ ಬಂದಾಗ ಹೊರಗಡೆ ಗಾರುಡಗಾರ್ತಿ. പൗലോസ് തിരിഞ്ഞു നോക്കി. ಪೌಲನು ತಿರುಗಿ ನೋಡದ. തിരിഞ്ഞു നോക്കിയപ്പോ ഈ പെങ്കൊച്ചിനെയല്ല കണ്ടത്. ತಿರುಗಿ ನೋಡಿದಾಗ ಹೆಣ್ಣು ಮಗಳನ್ನು ಕಂಡಿಲ್ಲ. മറിച്ച് ഇവളിൽ വ്യാപരിച്ചിരുന്ന അശുദ്ധാത്മാവിനെ, ಬದಲು ಆ ಹೆಣ್ಣು ಮಗಳ ಮೇಲೆ ಇದ್ದಂತ ಅಶುದ್ಧ ಆತ್ಮವನ್ನು ഇവരോട് പ്രവചിച്ച ಇವರೊಂದಿಗೆ ಪ್ರವಾದನೆ ಮಾಡಿದ ഏത് ആത്മാവാണോ ಅದು ಯಾವ ಆತ್ಮನೋ ആ ആത്മാവിനെയാ കണ്ടത്. ಆ ಆತ್ಮನನ್ನು ಕಂಡನು. പ്രവചനമല്ല വിഷയം, ಪ್ರವಾದನೆಯಲ್ಲ ವಿಷಯ. പ്രവചിക്കുന്ന ഒത്തിരി പേരെ ഒരു പക്ഷെ നമുക്കറിയാം. ಪ್ರವಾದನೆ ಮಾಡುವಂತ ತುಂಬಾ ವ್ಯಕ್ತಿಗಳು ನಮಗೆ ಗೊತ್ತು. നമ്മളോട് പ്രവചിച്ചാൽ ഏകദേശം കാര്യങ്ങളെല്ലാം ഒത്തിരിക്കും. ಪ್ರವಾದನೆ ಮಾಡುವಾಗ ಹೆಚ್ಚು ಕಡಿಮೆ ಎಲ್ಲಾ ವಿಷಯಗಳು ಒಂದೇ ರೀತಿಯಾಗಿರುತ್ತೆ. ജീവിതത്തിൽ നോക്കി ഏകദേശം എല്ലാം ഒത്തിരിക്കും. ಜೀವನದಲ್ಲಿ ಎಲ್ಲವೂ ಅದೇ ರೀತಿಯಾಗಿರುತ್ತೆ. എല്ലാം ശരിയാണോ ഒത്തിരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. ಎಲ್ಲ ಸರಿಯಾಗಿದೆಯಾ ಅಥವಾ ಅದೇ ರೀತಿಯಾಗಿರುವುದು ಅದಲ್ಲ ವಿಷಯ. ആത്മാവാ വിഷയം. ಆತ್ಮನೇ ವಿಷಯ. ഏത് ആത്മാവിലാ പ്രവചിക്കുന്നതെന്നുള്ളതാണ്. ಯಾವ ಆತ್ಮದಲ್ಲಿ ಪ್ರವಾದನೆ ಮಾಡ್ತಾರೆ ಅದೇ ವಿಷಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പ്രവചിക്കുന്ന ഒത്തിരി പേരുണ്ട്. ಪ್ರವಾದನೆ ಮಾಡುತ್ತವರು ತುಂಬಾ ಜನ ಇದ್ದಾರೆ. ഒത്തിരി ആത്മാവി പ്രവചിക്കാൻ പറ്റും. ತುಂಬಾ ಆತ್ಮದಲ್ಲಿ ಪ್ರವಾದನೆ ಮಾಡಕ್ಕಾಗುತ್ತೆ. ദുരാത്മാവ് കൊണ്ട് പ്രവചിക്കും. ದುರಾತ್ಮನಿಂದ ಪ್ರವಾದನೆ ಮಾಡ್ತಾರೆ. മാനുഷ്യാത്മാവ് കൊണ്ട് പ്രവചിക്കും. ಮಾನುಷಿಕ ಆತ್ಮದಿಂದ ಪ್ರವಾದನೆ ಮಾಡ್ತಾರೆ. ദൈവാത്മാവ് കൊണ്ട് പ്രവചിക്കും. ದೇವರ ಆತ್ಮನಿಂದಲೂ ಪ್ರವಾದನೆ ಮಾಡ್ತಾರೆ. നമുക്കിന്ന് പകൽ ഈ മാനുഷ്യാത്മാവ് വേണ്ട. ನಮಗೆ ಮಾನುಷಿಕ ಆತ್ಮ ಬೇಡ. ദുരാത്മാവ് വേണ്ട. ದುರಾತ್ಮನು ಬೇಡ. ദൈവാത്മാവ് മതി. ದೇವರ ಆತ್ಮ ಸಾಕು. ദൈവാത്മാവ് മതി. ದೇವರ ಆತ್ಮ ಸಾಕು. അവർ പറയുന്നു ദൈവാത്മാവ് മതി. ಎಷ್ಟು ಜನ ಹೇಳ್ತೀರಿ ದೇವರ ಆತ್ಮ ಸಾಕು? ദൈവാത്മാവ് പ്രവചിച്ചാ മതി. ನನಗೆ ನನ್ನ ದೇವರ ಆತ್ಮದ ಪ್ರವಾದನೆ ಸಾಕು. ദൈവാത്മാവ് പ്രവചിച്ചാ മതി. ಇದರ ಒಳಗಡೆ ದೇವರ ಆತ್ಮದ ಪ್ರವಾದನೆ ಸಾಕು. മാനുഷിക ശബ്ദം ഞങ്ങൾക്ക് വേണ്ട. ಮಾನುಷಿಕ ಶಬ್ದ ನಮಗೆ ಬೇಡ. പൈശാചിക ശബ്ദം വേണ്ട. ಸೈತಾನನ ಶಬ್ದ ಬೇಡ. അതിനു വേണ്ടി ഞങ്ങൾ കാതു വിട്ടുകൊടുക്കത്തില്ല. ಅದಕ್ಕಾಗಿ ಕಿವಿ ತೆರೆದು ಕೊಡುವುದಿಲ್ಲ. ഇന്ന് പകൽ ദൈവ ശബ്ദത്തിന് വേണ്ടി ಇವತ್ತು ಆಗಲು ದೇವರ ಶಬ್ದಕ್ಕೋಸ್ಕರ ഞങ്ങൾ കാതു വിട്ടുകൊടുക്കാൻ ನಾವು ನಮ್ಮ ಕಿವಿಗಳನ್ನು ತೆರೆಯುತ್ತಿದ್ದೇವೆ. ദൈവാത്മാവേ, ದೇವರ ಆತ್ಮನೇ ഞങ്ങളോട് സംസാരിക്കണമേ. ನಮ್ಮೊಂದಿಗೆ ಮಾತನಾಡು. ഞങ്ങളോട് സംസാരിക്കണമേ. ನಮ್ಮೊಂದಿಗೆ ಮಾತಾಡು. പ്രാർത്ഥിക്കുന്നു. ಎಷ್ಟು ಜನ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೀರಿ? ദൈവത്തിന്റെ ആത്മാവ് ದೇವರ
ಆತ್ಮನು ನಿನ್ನೋಡು ಇಡಬೇಡುವ ಇವತ್ತು ಆಗಲು ನಿನ್ನೊಂದಿಗೆ ಕಾರ್ಯ ಮಾಡುವುದಕ್ಕಾಗಿ, ನಿನ್ನೊಂದಿಗೆ ಮಾತಾಡುವುದಕ್ಕೆ ತಿರುಗಿ ವನ್ನಟ್ಟುಂಡ ಇದರ ಒಳಗೆ ಇಳಿದು ಬಂದಿದ್ದಾನೆ. ಹಲ್ಲೆಲೂಯಾ, ಹಲ್ಲೆಲೂಯಾ. ദൈവാത്മാ വിടപെട്ട ചമതി, ದೇವರಾತ್ಮನ ಕ್ರಿಯೆ ಮಾಡಿದರೆ ಸಾಕು. പൗലോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ദുരാത്മാവിനെ. ಪೌಲನು ತಿರುಗಿ ನೋಡಿದಾಗ ಕಂಡದ್ದು ದುರಾತ್ಮನನ್ನು. ഏതാത്മാവിലാ പൗലോസ് നോക്കിയത്? ಯಾವ ಆತ್ಮದಲ್ಲಿ ಪೌಲನು ನೋಡಿದ್ನು ಗೊತ್ತೇ? പ്രാർത്ഥനയ്ക്ക് ഏതാത്മാവാണ് പൗലോസിനെ നിയോഗിച്ചു കൊണ്ടുപോയത്? ಪ್ರಾರ್ಥನೆಗಾಗಿ ಯಾವ ಆತ್ಮ ಪೌಲನನ್ನು ಮುಂದಕ್ಕೆ ತಂದನೋ അതേ ആത്മാവിൽ പൗലോസ് തിരിഞ്ഞു നോക്കി. ಅದೇ ಆತ್ಮದಲ್ಲಿ ಪೌಲ ತಿರುಗಿ ನೋಡುತ್ತಿದ್ದಾನೆ. നമ്മുടെ മാനുഷിക ആത്മാവിൽ നോക്കിയാൽ കാണത്തില്ല. ನಮ್ಮ ಮಾನಸಿಕವಾದ ಆತ್ಮದಲ್ಲಿ ನೋಡಿದ್ರೆ ಕಾಣುವುದಿಲ್ಲ. ചിലതൊക്കെ കാണണമെങ്കിൽ ദൈവാത്മാവിൽ കാണണം. ಕೆಲವನ್ನೆಲ್ಲ ಕಾಣಬೇಕಾದ್ರೆ ದೇವರ ಆತ್ಮನಿಂದ ನೋಡಬೇಕು. ഇന്ന് പകലിൽ ദൈവാത്മാവിൽ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ചിലത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ಇವತ್ತು ಆಗಲೂ ದೇವರ ಆತ್ಮನಿಂದ ಕಾಣುತ್ತಾ ಇದ್ದೇನೆ. പുറത്തു വരുന്നവരെ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. ಹೊರಗಡೆ ಬರುವವರು ನನ್ನ ಆತ್ಮದಲ್ಲಿ ಕಾಣುತ್ತಿದ್ದೇನೆ. ഉപയോഗിക്കപ്പെടേണ്ടവരെ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. ಉಪಯೋಗಿಸಲ್ಪಡುವಂತವರನ್ನ ಆತ್ಮದಲ್ಲಿ ಕಾಣುತ್ತಿದ್ದೇನೆ. ഇതിന്റെ അകത്തുനിന്ന് അഴിഞ്ഞു പോകേണ്ട ചില പൈശാചിക മണ്ഡലത്തെ ഞാൻ കാണുന്നുണ്ട്. ಬದಲಾಗಿ ಇದರೊಳಗಿಂದ ಬಿಚ್ಚಿ ಹೋಗಬೇಕಾದ ಸೈತಾನನ ಮಂಡಲವನ್ನು ಕಾಣುತ್ತೇನೆ. ನನಗೆ ಗೊತ್ತು, ಸೇವೆ ಮಾಡ್ತಿರುವಾಗ ಒಂದು ಬಿಚ್ಚಬೇಕಾದಲ್ಲ ಬಿಚ್ಚಿ ಹೋಗ್ತಾ ಇದೆ. ಜನ ಬಿಡುಗಡೆ ಹೊಂದುತ್ತಾ ಇದ್ದಾರೆ. ನಿನ್ನೆ ಇದುವರೆ ಅಲಟ್ಟಿಕೊಂಡಿರುന്നതാ, ನಿನ್ನನ್ನು ಇಷ್ಟರವರೆಗೆ ಕಷ್ಟಪಡಿಸ್ತಾ ಇದ್ದದ್ದು, ಸಮಾಧಾನತೆ ಮುಡಿಸಿಕೊಂಡಿರುന്നതാ, ನಿನ್ನ ಸಮಾಧಾನವನ್ನು ನಷ್ಟಪಡಿಸ್ತಾ ಇದ್ದದ್ದು, ಸ್ವಸ್ಥತೆ ಇಲ್ಲದಾಕಿಯದ, ನಿನ್ನ ಸ್ವಸ್ಥತೆಯನ್ನು ಕೆಡಿಸ್ತಾ ಇದ್ದದ್ದ, ನನ್ಮೆ ಇಲ್ಲದಾಕಿಯದ, ನಿನ್ನ ಆಶೀರ್ವಾದವನ್ನು ಸೋರುವಂತೆ ಮಾಡಿದ, ಮತ್ತೆ ತಗರ್ತದ, ನಿನ್ನ ಕುಟುಂಬವನ್ನು ಒಡೆದು ಹಾಕಿದ. ಇವತ್ತು ಆಗಲು ಅದನ್ನು ಬಿಚ್ಚುವಂತ, ಆ ಕಟ್ಟುಗಳನ್ನು ಬಿಚ್ಚುವಂತ ಅಭಿಷೇಕ, ದೇವರ ಶಕ್ತಿ, ಪ್ರಾರ್ಥನೆಯ ಶಕ್ತಿ ಅದು ಇವತ್ತು ನಿಮಗಾಗಿ ವ್ಯಾಪರಿಸ್ತಾ ಇದೆ. ಹಲ್ಲೆಲೂಯಾ. ಪೌಲನು ತಿರುಗಿ ನೋಡುತ್ತಿದ್ದಾನೆ. ಅಶುದ್ಧಾತ್ಮ വെളിപ്പെട്ടു നിൽക്കുക. ಆತನು ಹೊರಗಡೆ ರೂಪುಗೊಂಡು ನಿಂತಿದ್ದಾನೆ. യേശു ക്രിസ്തുവിന്റെ നാമം പൗലോസ് നാവിലെടുത്തു. ಯೇಸುವಿನ ನಾಮ ಪೌಲ ತನ್ನ ನಾಲಿಗೆಯಿಂದ ಉಪಯೋಗಿಸಿದ. അവളെ വിട്ടുപോകുവാൻ യേശു കർത്താവിന്റെ നാമത്തിൽ കൽപ്പിച്ചു. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಅವಳನ್ನು ಬಿಟ್ಟು ಹೋಗು ಎಂಬುದಾಗಿ ಹೇಳಿದ. ആ പിശാചി ക്ഷണത്തിൽ അവളെ വിട്ടുപോയി. ಆ ಸೈತಾನ ಕ್ಷಣ ಮಾತ್ರದಲ್ಲಿ ಅವಳನ್ನು ಬಿಟ್ಟು ಹೋದ. അവളെ വിട്ടുപോയി എന്ന് മാത്രമല്ല, ಅವಳನ್ನು ಬಿಟ್ಟು ಹೋದಳು ಎಂಬುದು ಮಾತ್ರವಲ್ಲ, ಕ್ಷಣത്തിൽ അവളുടെ യജമാന്മാർ അറിഞ്ഞു ಅವರ ಲಾಭത്തിന്റെ ಆಶೆയും ನಿಂತುപോയി. ತಕ್ಷಣ ಯಜಮಾನರಿಗೆ ಗೊತ್ತಾಯಿತು ಅವರ ಆದಾಯದ ಆ ಮಾರ್ಗ ಮುಚ್ಚಿ ಹೋಯಿತೆಂಬುದಾಗಿ. രണ്ട് കാര്യം ഇവിടെ സംഭവിച്ചു. ಎರಡು ಕಾರ್ಯದಲ್ಲಿ ನಡೆಯಿತು. പൗലോസ് ഒറ്റ ശാസന, ಒಂದು ಪೌಲ ಗದರಿಸಿದ, യേശുവിന്റെ നാമത്തിൽ ശാസിച്ചു. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಗದರಿಸಿದ. ഒന്ന് ദുരാത്മാ വിട്ടുപോയി. ಅವಾಗ ದುರಾತ್ಮ ಬಿಟ್ಟು ಹೋದ. രണ്ട് യജമാന്മാരറിഞ്ഞു ಅವರ ಲಾಭത്തിന്റെ ಆಶೆ ನಿಂತುപോയി. ಎರಡು ಯಜಮಾನರಿಗೆ ಗೊತ್ತಾಯಿತು ಅವರ ಆದಾಯಕ್ಕೆ ಬರುವ ಮಾರ್ಗ ಮುಚ್ಚಿ ಹೋಯಿತೆಂಬುದಾಗಿ. ಇವರ ಈ ಯಜಮಾನ್മാരുടെ ലാഭം മുഴുവൻ, ಈ ಯಜಮಾನರಿಗೆ ಬರುವಂತ ಆದಾಯ ಪೂರ್ತಿ ഈ പെങ്കൊച്ചിൽ ഉണ്ടായിരുന്ന ദുരാത്മാവിൽ കൂടിയായിരുന്നു. ಈ ಹೆಣ್ಣು ಮಗಳ ಮೇಲೆ ಇದ್ದಂತ ದೆವ್ವದ ಮೂಲಕ ಬರುವಂತದ್ದು. ഇതുപോലെ തെരുവിൽ അനേകരെ കാണാൻ പറ്റും. ಇದೇ ರೀತಿ ಅನೇಕ ಬೀದಿಗಳಲ್ಲಿ ಅನೇಕರನ್ನು ಕಾಣಬಹುದು. പട്ടണങ്ങളിൽ അനേകരെ കാണാൻ പറ്റും. ಪಟ್ಟಣಗಳಲ್ಲಿ ಅನೇಕರನ್ನು ಕಾಣಬಹುದು. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്നവർ ചെല്ലുമ്പോൾ, ಇವತ್ತು ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವರು ಹೋಗುವಾಗ, തെരുവിൽ നിൽക്കുന്ന ദുരാത്മാവ് ബാധിച്ച, ಬೀದಿಯಲ್ಲಿ ದುರಾತ್ಮಗಳಿಂದ ತುಂಬಲ್ಪಟ್ಟಂತಹ ಯಜಮಾನ್മാർ ಲಾಭವೆಡುತ್ತುಕೊಂಡಿരിക്കുന്ന ಕೆಲ ಯಜಮಾನರುಗಳು ಆದಾಯವನ್ನು ಸಂಪಾದನೆ ಮಾಡುತ್ತಿರುವಂತಹ ವೈಶಾಚಿಕ ಮಂಡಲ ಅಳಿಯണം. ಸ್ತ್ರೀಗಳಿಂದ ಸೈತಾನನ ಮಂಡಲ ಬಿಚ್ಚಲ್ಪಡಬೇಕು. ಪುರುಷನ್മാരിൽ നിന്ന് ವೈಶಾಚಿಕ ಮಂಡಲ ಅಳಿಯണം. ಪುರುಷರುಗಳಿಂದ ಸೈತಾನನ ಮಂಡಲ ಬಿಚ್ಚಲ್ಪಡಬೇಕು. അവർ ആലയത്തിൽ കിടക്കണം. ಅವರು ಆಲಯಕ್ಕೆ ಬರಬೇಕು. അവർ ദുരാത്മാവിനെ വിട്ടിട്ട്, ಅವರು ದುರಾತ್ಮವನ್ನು ಬಿಟ್ಟು ಅವರೇ ಆವಸಿಸಿಕೊಂಡು നടക്കുന്ന, ಅವರನ್ನು ವ್ಯಾಪರಿಸಿ ನಿಲ್ಲುವಂತಹ ഏതൊക്കെയോ യജമാന്മാർ അവരിൽ കൂടി ലാഭം എടുത്തുകൊണ്ടിരിക്കുന്ന, ಯಾವ್ಯಾವುದೋ ಯಜಮಾನರು ಅವರ ಮೂಲಕ ಲಾಭವನ್ನು ಗಳಿಸುವಂತಹ ആ പൈശാചിക മേഖലയെ അടിച്ചു മാറ്റി ಆ ಸೈತಾನನ ಮಂಡಲಗಳು ಬಿಚ್ಚಲ್ಪಟ್ಟು അവർ ക്രിസ്തുവിന്റെ പത്രങ്ങളായി മാറണം. ಅವರು ಕ್ರಿಸ್ತನ ಪ್ರತಿನಿಧಿಗಳಾಗಿ ಮಾರ್ಪಡಬೇಕು. യേശുവിന് വേണ്ടി പ്രയോജനപ്പെടണം. ಅವರು ಯೇಸುವಿಗಾಗಿ ಪ್ರಯೋಜನ ಪಡಬೇಕು. പറയുന്നു, ಎಷ್ಟು ಜನ ಹೇಳ್ತೀರಿ ഞാൻ കർത്താവിനെ ആരാധിക്കുന്നത് പോലെ ನಾನು
ಆರಾಧಿಸುವ ರೀತಿಯಲ್ಲೇ, യേശുവിനെ പ്രസംഗിക്കുന്നത് പോലെ, ನಾನು ಯೇಸುವನ್ನು ಪ್ರಸಂಗಿಸುವ ರೀತಿಯಲ್ಲೇ, കർത്താവിനെ കൈയടിച്ച് ആരാധിക്കുന്നത് പോലെ, ನಾನು ದೇವರನ್ನು ಕೈ ತಟ್ಟಿ ಆರಾಧಿಸುವ ರೀತಿಯಲ್ಲೇ വ്യക്തികളിലും യേശുവിനെ ആരാധിക്കണം. ಅವರುಗಳು ದೇವರನ್ನು ಆರಾಧಿಸಬೇಕು. ಅವರು യേശുവിനെ പ്രസംഗിക്കണം. ಅವರುಗಳು ದೇವರನ್ನು ಪ್ರಸಂಗಿಸಬೇಕು. ಅವರು യേശുവിന്റെയായി മാറണം. ಅವರು ಯೇಸುವಿಗಾಗಿ ಮಾರ್ಪಡಬೇಕು. ಅವರು ಬಿಡುದಲ ಅನುಭವಿക്കണം. ಅವರು ಬಿಡುಗಡೆ ಹೊಂದಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പൈശാചിക ബന്ധനത്തിൽ കിടക്കുന്ന ചിലതിനെ വിടുവിക്കുവാൻ ಸೈತಾನನ ಮಂಡಲಗಳಿರುವಂತ ಕೆಲವನ್ನು ಬಿಡಿಸುವುದಕ್ಕಾಗಿ സ്വർഗ്ഗം നിന്നെ അയക്കാൻ പോകുകയാണ്. ಪರಲೋಕ ನಿನ್ನನ್ನು ಕಳಿಸ್ಲಿಕ್ಕಾಗಿದೆ. സ്വർഗ്ഗം ನಿന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. ಪರಲೋಕ ನಿನ್ನ ಉಪಯೋಗಿಸ್ಲಿಕ್ಕಾಗಿದೆ. സ്വർഗ്ഗം ನಿന്നെ അയക്കാൻ പോകുകയാണ്. ಪರಲೋಕ ನಿನ್ನ ಕಳಿಸ್ಲಿಕ್ಕಾಗಿದೆ. എത്രവർ തിരിച്ചറിയുന്ന, ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವಂತವರು എത്രവർ തിരിച്ചറിയുന്ന, ಎಷ್ಟು ಜನ ಅರ್ಥ ಮಾಡ್ತಾ ಇದ್ದೀರಾ? സ്വർഗ്ഗം ನಿന്നെ അയക്കാൻ പോകുകയാണ്. ದೇವರು ನಿನ್ನ ಕಳಿಸ್ಲಿಕ್ಕಾಗಿದ್ದಾರೆ. ഈ പ്രാർത്ഥന വെറുതെയല്ല. ಈ ಪ್ರಾರ್ಥನೆ ಸುಮ್ಮನೆ ಅಲ್ಲ, ചിലരെ അയക്കാൻ പോകുകയാണ്. ನಿಮ್ಮನ್ನು ಕಳಿಸ್ಲಿಕ್ಕಾಗಿದ್ದಾರೆ. പരിശുദ്ധാത്മാവനോട് പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮನು ಮಾತಾಡುತ್ತಿದ್ದಾನೆ. ദേശങ്ങളിലേക്ക് അയക്കാൻ പോകുകയാണ്. ದೇಶಗಳಿಗೆ ಕಳಿಸ್ಲಿಕ್ಕಾಗಿದ್ದಾನೆ. ദ്വീപുകളിലേക്ക് അയക്കാൻ പോകുകയാണ്. ದ್ವೀಪಗಳಿಗೆ ಕಳಿಸ್ಲಿಕ್ಕಾಗಿದ್ದಾನೆ. പട്ടണങ്ങളിലേക്ക് അയക്കാൻ പോകുകയാണ്. ಪಟ್ಟಣಗಳಿಗೆ ಕಳಿಸ್ಲಿಕ್ಕಿದ್ದಾರೆ. ദൈവത്താൽ ചിലരതിനെ പുറത്തു കൊണ്ടുവരുവാൻ, ದೇವರಿಂದ ಕೆಲವರನ್ನು ಹೊರಗಡೆ ತರುವುದಕ್ಕಾಗಿ, ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ ಕೆಲವರನ್ನು ಹೊರಗಡೆ ತರುವುದಕ್ಕಾಗಿ ദൈവം നിന്നെ അയക്കാൻ പോകുകയാണ്. ದೇವರು ನಿನ್ನನ್ನು ಕಳಿಸುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. നമ്മുടെ അകത്ത് അങ്ങനെ ഒരു അഭിഷേകം വന്നു കഴിഞ്ഞാൽ, ನಮ್ಮ ಒಳಗಡೆ ಆ ರೀತಿ ಒಂದು ಅಭಿಷೇಕ ಬಂದಾಗ ദൈവം നമ്മളെ ഉപയോഗിച്ച് ചിലതിന്റെ കെട്ടഴിക്കും. ದೇವರು ನಮ್ಮನ್ನು ಉಪಯೋಗಿಸಿ ಕೆಲವಿನ ಕಟ್ಟುಗಳನ್ನು ಬಿಚ್ಚುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഞാൻ അനേകർ വിടുവിക്കപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ಅನೇಕರು ಬಿಡುಗಡೆ ಹೊಂದುವುದು ನಾನು ಕಣ್ಣಿಂದ ಕಂಡಿದ್ದೀನಿ. ഓഡിറ്റോറിയങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ, ದೊಡ್ಡ ದೊಡ್ಡ ಆಡಿಟೋರಿಯಂಗಳಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡುವಾಗ, സ്റ്റേഡിയങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ, ಸ್ಟೇಡಿಯಂಗಳಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡುವಾಗ, പിശാച് ബാധിച്ചവർ, ದೆವ್ವಗಳಿಂದ ತುಂಬಲ್ಪಟ್ಟದ್ದು, ഇതുപോലെ ബന്ധിക്കപ്പെട്ടവർ, ಈ ರೀತಿ ಬಂಧಿಸಲ್ಪಟ್ಟವರು, കഞ്ചാവിനാൽ അടിമപ്പെട്ടവർ, ಗಾಂಜಾಗಳಿಗೆ ಬಿದ್ದಂತವರು, ബുദ്ധിമണ്ഡലങ്ങൾ ബന്ധിക്കപ്പെട്ടവർ, ಬುದ್ಧಿಮಂಡಲಗಳು ಬಂಧಿಸಲ್ಪಟ್ಟವರು കയറി വരും. ಅವ್ರ ಮೇಲೆ ಬರ್ತಾರೆ. കർത്താവരെ സൗഖ്യം. ದೇವರವರನ್ನು ಸೌಖ್ಯ ಮಾಡ್ತಾರೆ. ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുന്ന അറിയാം. ಒಂದು ಕೈ ಇಟ್ಟು ಪ್ರಾರ್ಥನೆ ಮಾಡುವುದು ಮಾತ್ರ ಗೊತ್ತು. സ്വർഗത്തിലെ അപ്പച്ചനവരെ സൗഖ്യമാക്കും. ಪರಲೋಕ ದೇವರವರನ್ನು ಸೌಖ್ಯ ಮಾಡ್ತಾನೆ. ഇന്ന് പകൽ അങ്ങനെ ചില വിടുതലിന് വേണ്ടി ಇವತ್ತು ಹಗಲು ಆ ರೀತಿ ಒಂದು ಬಿಡುಗಡೆಗಾಗಿ ദൈവം നിങ്ങളെ അയക്കാൻ പോവാ. ದೇವರು ನಿಮ್ಮನ್ನೇ ಕಳಿಸ್ತಾ ಇದ್ದಾನೆ. നിങ്ങൾ പോയി പ്രസംഗിച്ചാലും സംഭവിക്കും. ನೀವು ಹೋಗಿ ಪ್ರಸಂಗ ಮಾಡಿದ್ರು ನಡೆಯುತ್ತೆ. എത്ര പേർ പറയുന്നു ഞാൻ പ്രസംഗിച്ചാലും അത് സംഭവിക്കും? ನಾನು ಪ್ರಸಂಗ ಮಾಡಿದ್ರೆ ನಡೆಯುತ್ತೆ ಎಂಬುದಾಗಿ ಎಷ್ಟು ഞാൻ ನಂಬುತ್ತೀರಾ? പ്രസംഗിച്ചാലും നടക്കും. ನಾನು ಪ್ರಸಂಗ ಮಾಡಿದ್ರೆ ഞാൻ ನಡೆಯುತ್ತದೆ. സുവിശേഷം വിളിച്ചു പറയും. ನಾನು ಸುವಾರ್ಥ ಹೇಳ್ತೀನಿ. അങ്ങനെ സംഭവിക്കും. ಆ ರೀತಿ ಸಂಭವಿಸುತ್ತೆ. യേശുവിനെ ഉയർത്തും. ನಾನು ಯೇಸುವನ್ನು ಮೇಲಕ್ಕೆ ತರ್ತೀನಿ. ബന്ധിക്കപ്പെട്ടവരുടെ ബന്ധനങ്ങൾ അഴിയും. ಬಂಧಿಸಲ್ಪಟ್ಟವರ ಬಂಧನ ಬಿಚ್ಚುತ್ತೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഒറ്റ ശാസനം, ಒಂದೇ ಒಂದು ಗದರಿಸುವಿಕೆ, ക്ഷണത്തിൽ വിട്ടുപോയി. ಕ್ಷಣದಲ್ಲಿ ದೆವ್ವ ಬಿಟ್ಟು ಹೋಯ್ತು. ദുരാത്മാവ് വിട്ടുപോയി. ಆ ದುರಾತ್ಮ ಬಿಟ್ಟು ಹೋಯ್ತು. നമ്മൾ ഇന്ന് കാണപ്പെടുന്ന ನಾವಿವತ್ತು ಕಾಣುವಂತಹ പല ബിസിനസിന്റെ പിന്നിൽ, ಅನೇಕ ವ್ಯಾಪಾರ ಬಿಸ್ನೆಸ್ಗಳ ಹಿಂದೆ, ഇതിന്റെ എല്ലാം പിന്നിൽ മന്ത്രശക്തികൾ. ಇದರ ಹಿಂದೆ ಎಲ್ಲ ಈ ಮಂತ್ರಶಕ್ತಿಗಳೇ ಇದೆ. അനേക കടകളിലൊക്കെ കണ്ടിട്ടുണ്ടോ, 4 ചുറ്റും ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കും. ಅನೇಕ ಅಂಗಡಿಗಳಲ್ಲಿ ನೀವು ನೋಡಿದ್ರೆ ಎಲ್ಲ ಮೂಲೆಗಳಲ್ಲೂ ನೇತಾಡಿಸಿ ಹಾಕಿರ್ತಾರೆ. അല്ലെങ്കിൽ അവിടെ താഴെ കുഴിച്ചിട്ടിരിക്കും. ಇಲ್ಲದಿದ್ರೆ ಮಣ್ಣು ಆಗಿದ್ದು ಅದರೊಳಗೆ ಮುಚ್ಚಿರ್ತಾರೆ. പോകുന്നവരെ അങ്ങോട്ട് ആകർഷിച്ച് ಆ ದಾರಿಯಿಂದ ಹೋಗುವಂತವರೆಲ್ಲ ಆ ಅಂಗಡಿಗೆ ಬರಬೇಕು. ചുമ്മാതെ കയറിയാലും 10,000 രൂപയുടെ സാധനം മേടിച്ചോണ്ട് ഇറങ്ങാവുള്ളൂ. ಅವರು ಸುಮ್ಮನೆ ಅಂಗಡಿಯೊಳಗೆ ಬಂದ್ರು ಹೊರಡುವಾಗ 10,000 ರೂಪಾಯಿ ಐಟಮ್ ತಗೊಳ್ಳಬೇಕು. എല്ലാത്തിന്റെ പിന്നിലുണ്ട്. ಎಲ್ಲದರ ಹಿಂದೆ ಇದೆ. പക്ഷെ പ്രാർത്ഥിക്കുന്നവർ ഈ കെട്ടിനെ പൊട്ടിക്കണം. ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತರ ಕಟ್ಟನ್ನು ಬಿಚ್ಚಬೇಕು. പ്രാർത്ഥിക്കുന്നവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ, ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತರು ಆ ಅಂಗಡಿಗೆ ಹೋದ್ರೆ, പ്രാർത്ഥിക്കുന്നവരവിടെ കയറിയിട്ടുണ്ടെങ്കിൽ, ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತರು ಅಂಗಡಿಯೊಳಗೆ ಕಾಲಿಟ್ಟರೆ, പ്രാർത്ഥിക്കുന്നവർ ആ പട്ടണത്തിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ, ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತರು ಆ ಪಟ್ಟಣಕ್ಕೆ ಕಾಲಿಟ್ಟರೆ, പ്രാർത്ഥിക്കുന്നവർ ആ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ടുണ്ടെങ്കിൽ, ಪ್ರಾರ್ಥನೆ ಮಾಡುವ ಆ ಬಸ್ ಸ್ಟ್ಯಾಂಡಿಗೆ ಬಂದ್ರೆ, തെരുവ് സ്ത്രീയുടെ ബന്ധനം അഴിയണം. ಬೀದಿ ಸ್ತ್ರೀಯ ಕಟ್ಟುಗಳು ಬಿಚ್ಚಬೇಕು. ആ ബന്ധനം അഴിയണം. ಆ ಬಂಧನ ಬಿಚ್ಚಬೇಕು. ആ കെട്ടുകൾ പൊട്ടണം. ಆ ಕಟ್ಟುಗಳು ಒಡೆಯಬೇಕು. എത്ര പേർ പറയുന്നു? ಎಷ್ಟು ಜನ ಹೇಳ್ತೀರಾ? ദൈവം അങ്ങനെ ഉപയോഗിക്കാൻ പോകുകയാണ്. ನನ್ನನ್ನು ದೇವರು ಆ ರೀತಿ ಉಪಯೋಗಿಸ್ತಾನೆ. അങ്ങനെ ഒരു അഭിഷേകമുണ്ട്. ನನ್ನ ಒಳಗಡೆ ಒಂದು ಅಭಿಷೇಕ ಇದೆ. യെസ്, എത്ര പേർ പറയുന്നു? ಎಷ್ಟು ಜನ ಹೇಳ್ತೀರಿ? ഈ പട്ടണത്തിൽ അനേകർ വിടുവിക്കപ്പെടാൻ പോകുകയാ. ಈ ಪಟ್ಟಣದಲ್ಲಿ ಅನೇಕರು ಬಿಡುಗಡೆ ಬಂತಾರೆ. നീ വണ്ടിയിൽ കൂടി യാത്ര ചെയ്യുമ്പോ, ನೀನು ವಾಹನದಲ್ಲಿ ಪ್ರಯಾಣ ಮಾಡುವಾಗ, നടന്ന് യാത്ര ചെയ്യുമ്പോ, ನಡೆದು ಪ್ರಯಾಣ ಮಾಡುವಾಗ അനേകರ ബന്ധനം അഴിയാൻ പോകുകയാ. ಅನೇಕರ ಬಂಧನ ಬಿಚ್ಚಲಿಕ್ಕಿದೆ. അനേകರ ബന്ധനം അഴിയാൻ പോകുകയാ. ಅನೇಕರ ಬಂಧನ ಕಳಚಲಿಕ್ಕಿದೆ. അനേകರ ബന്ധനം അഴിയാൻ പോകുകയാ. ಅನೇಕರ ಬಂಧನ ಬಿಚ್ಚಲಿಕ್ಕಿದೆ. വെച്ചിട്ടല്ല,
അത് കൈയിട്ടല്ല, കൈവെക്കാതെ തന്നെ ಅವರ ಮೇಲೆ ಕೈ ಇಡದೆ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോ, ದೇವರ ಸಾನ್ನಿಧ್ಯ ಬರುವಾಗ, ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോ ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯುವಾಗ ബന്ധനങ്ങൾ അഴിയാൻ പോകുകയാ. ಬಂಧನಗಳು ಬಿಚ್ಚಲಿಕ್ಕಿದೆ. ദൈവം അങ്ങനെ ചിലരെ ഉപയോഗിക്കാൻ പോകുകയാ. ದೇವರ ಆ ರೀತಿ ಕೆಲವರನ್ನು ಉಪಯೋಗಿಸ್ತಾರೆ. എത്ര പേർ പറയുന്നു? ದೇವರತ್ನ ಹೇಳ್ತಾನೆ. എത്ര പേർ പറയുന്നു? ಎಷ್ಟು ಜನ ಹೇಳ್ತಾ ಇದ್ದೀರಾ? ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന്, ದೇವರು ನನ್ನನ್ನು ಉಪಯೋಗಿಸ್ತಾನೆ ദൈവം ಎಂಬುದಾಗಿ, എന്നെ പ്രയോജനപ്പെടുത്തുമെന്ന് ದೇವರು ನನ್ನನ್ನು ಪ್ರಯೋಜನ ಪಡಿಸ್ತಾನೆ ಎಂಬುದಾಗಿ. ദൈവാത്മാവി ഞാൻ കാണുന്നു, ദൈവാത്മാവി ഞാൻ കാണുന്നു. ದೇವರಾತ್ಮ ನನ್ನ ಕಾಣುತ್ತಿದ್ದೇನೆ. നീ വിടുതൽ പ്രാപിക്കാൻ സമയമായി. ಬಿಡುಗಡೆ ಒಂದು ಸಮಯವಾಯಿತು. സൗഖ്യം പ്രാപിക്കാൻ സമയമായി. ಸೌಖ್ಯ ಹೊಂದುವಂತ ಕಾಲವಾಯಿತು. ಬಂಧನ ಒಳಿಯ ಸಮಯമായി. ನಿನ್ನ ಬಂಧನ ಬಿಚ್ಚುವ ಕಾಲ, ಉಪಯೋಗಿಸಲ್ಪಡುವ ಸಮಯമായി. ನೀನು ಉಪಯೋಗಿಸಲ್ಪಡುವ ಸಮಯ, ನಿನ್ನ ಸಮಯವಾಗಿದೆ. ನಿನ್ನ ಸಮಯ ಹತ್ತಿರ ಇದು. ಮತ್ತಾರೇವಲ್ಲ, ಬೇರೆ ಯಾರ್ದು ಅಲ್ಲ, ನಿನ್ನ ಸಮಯವಾಗಿದೆ. ನಿನ್ನ ಸಮಯ ಇದು. ಪರಿಶುದ್ಧಾತ್ಮ അങ്ങനെ തന്നെ പറയുന്നു. ಪರಿಶುದ್ಧಾತ್ಮ ಅದೇ ರೀತಿ ಹೇಳುತ್ತಾರೆ, ನಿನ್ನ ಸಮಯವಾಗಿದೆ. ಇದು ನಿನ್ನ ಸಮಯ, ನಿನ್ನ ಸಮಯವಾಗಿದೆ. ಇದು ನಿನ್ನ ಸಮಯ. ಇದುವರೆ ನಿನ್ನ ಮೇಲೆ കൈമാറാത്തതൊന്ന് ನಿನ್ನ ಮೇಲೆ ಹಸ್ತಾಂತರಗೊಳ್ಳದಿರುವುದಿದೆಯೋ? ഒന്ന് കൈമാറാൻ സമയമായി. ಇವತ್ತು ನಿನ್ನ ಮೇಲೆ ಅಭಿಷೇಕ ಹಸ್ತಾಂತರಿಸುವ ಸಮಯ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ಸೈತಾನ ಮಂಡಲಗಳು ಬಿಚ್ಚಲೆ, ದುರಾತ್ಮ ಮಂಡಲಗಳು ಬಿಚ್ಚಲೆ, ಸೈತಾನನ ಮಂಡಲಗಳು ಬಿಚ್ಚಲೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಆ ಸ್ತ್ರೀಯಿಂದ ಬಿಚ್ಚಲೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಸೈತಾನನೇ ಅವಳನ್ನು ಬಿಟ್ಟು ಹೊರಗಡೆ ಹೋಗು, ಅವಳನ್ನು ಬಿಟ್ಟು ಹೊರಗಡೆ ಹೋಗು. ಇವತ್ತು ಆಗಲಿ ಕೆಲವನ್ನು ಬಿಡುತ್ತಾ ಇದೆ. ಈ ದೇಶದ ಮೇಲೆ ಸಂಚರಿಸುವಾಗ, ನೀನು ಪಟ್ಟಣಗಳಲ್ಲಿ ಸಂಚರಿಸುವಾಗ ಕೆಲವು ಬಿಚ್ಚಲಿಕ್ಕಿದೆ. ನಿನ್ನ ಮೇಲೆ ಅಭಿಷೇಕ ಬೀಳ್ತಾ ಇದೆ. ಶಬರಮನ ಹತುರಮನ ಶೈಡಬಲ ರಿಗದನಗಡ ಚೂಡಿರಿ ಬಲ ಶಾಂದರಗದನ ಗಡಗ ಅಥುರ ದರಗಂ ಪ್ರೌಢಗ ರಿಗಬಲ ಬಲ ಶಾಂದರಾದನ ಚೂಡಿರಿಗ ಬಲ ಶೈಡ ಪ್ರೌಢ ಬಲ ಚೂಡರಮನ ಬಲ ಶಾಂದರಗದನ ಗಡ ರಿಖಮನ ಶಾಂತುರಾದನ ತೀರ ಪ್ರೌಢ ಬಲ ಬಲ ಶೈಡರಗದನ ಗಡ ತೀರ ಬಲ ರಿಖಮನ ಶಾಂತುರಾದ ರಿಖಮನ ಬಲ ಶಾಂದರಗದ ಶೈಡ ಬಲ 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 ಚೂಡರಿಗದ ಖಾನಮನ ಶಾಂತರಾದನ ತೀರ ಪ್ರೌಢ ಬಲ ಬಲ ಶಿಖರಗಮನ ಚೂಡರಿಗದನ ಬಲ ಶಾಂತರಾದನ ರಿಖಾನಮ ಲಬ ಶಗರಮನ. ഇത് നിന്റെ സമയമായി മാറുകയാണ്. ಇದು ನಿನ್ನ ಸಮಯವಾಗಿ ಮಾರ್ಪಡ್ತಾ ಇದೆ. നിന്നെ ഉപയോഗിക്കുന്ന സമയമായി മാറുകയാണ്. ದೇವರು ನಿನ್ನನ್ನು ಉಪಯೋಗಿಸುವ ಕಾಲವಾಗಿ ಮಾರ್ಪಡ್ತಾ ಇದೆ. നിന്നെ കരങ്ങളെടുക്കുന്ന സമയമായി മാറുകയാണ്. ದೇವರು ಕರಗಳೆತ್ತುವಂತ ಸಮಯ ಇದು. നീ ബന്ധനത്തിൽ ഇരുന്നത് മതി. ನೀನು ಬಂಧನಗಳಲ್ಲಿ ಇದ್ದದ್ದು ಸಾಕು. നീ രോഗിയായി ഇരുന്നത് മതി. ನೀನು ರೋಗಿಯಾಗಿದ್ದದ್ದು ಸಾಕು. ശാപത്തിൽ ഇരുന്നത് മതി. ನೀನು ಪಾಪದಲ್ಲಿ ಇದ್ದದ್ದು ಸಾಕು. നീ പാപിയായി ഇരുന്നത് മതി. ನೀನು ಪಾಪಿಯಾಗಿದ್ದದ್ದು ಸಾಕು. ലോകത്തിൽ ജീവിച്ചത് മതി. ನೀನು ರೋಗದಲ್ಲಿ ಜೀವಿಸಿದ್ದು ಸಾಕು. ಇವತ್ತು ಆಗಲ ಬಂಧನವನ್ನು ಬಿಚ್ಚೆ പുറത്തു കൊണ്ടുവരുന്നു. ದೇವರು ನಿನ್ನನ್ನು ಹೊರಗಡೆ ತರುತ್ತಿದ್ದಾರೆ. ತನ್ನ ಪದ್ಧತಿಗಾಗಿ, ದೇವರ ಪದ್ಧತಿಗಾಗಿ, ಸುವಾರ್ತೆಯ ವ್ಯಾಪಕತೆಗಾಗಿ, ಅಪೊಸ್ತಲೆಯ ಸೇವಕಿಯಾಗಿ ದೇವರು ನಿನ್ನನ್ನು ಉಪಯೋಗಿಸುತ್ತಾರೆ.
പുറത്തു കൊണ്ടുവരുന്നു. ಪರಲೋಕ ನಿನ್ನನ್ನು ಹೊರಗಡೆ ತರುತ್ತಿದೆ. ಇದು ನಿನ್ನ ಸಮಯ. ಇದು ನಿನ್ನ ಸಮಯ. ಇದು ದೈವ ನಿನ್ನ ಉಪಯೋಗಿക്കാൻ തുടങ്ങുന്ന ನಿಮಿಷ. ಇದು ದೇವರು ಉಪಯೋಗಿಸುವಂತ ನಿಮಿಷ. ಹಲ್ಲೆಲೂಯಾ. ಹಲ್ಲೆಲೂಯಾ. ആത്മാവ് തൊടുന്നു സിസ്റ്റർ, ആത്മാവ് തൊടുന്നു. ಆತ್ಮನು ಸ್ಪರ್ಶಿಸುತ್ತಿದ್ದಾನೆ. തൊടുന്നു ബ്രദർ. ಆತ್ಮನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. ಪರಿಶುದ್ಧಾತ್ಮನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു. ಪರಿಶುದ್ಧಾತ್ಮ ನಿನ್ನ ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. ഇത് നിന്റെ കെട്ടഴിയുന്ന നിമിഷമാണ്. ಇವತ್ತು ನಿನ್ನ ಕಟ್ಟುಗಳು ಬಿಚ್ಚುವ ದಿನ. വലിയ ദൈവശക്തി ഇന്ന് പകൽ ആത്മാവ് കൈമാറുകയാണ്. ದೊಡ್ಡ ದೇವರ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. നിന്നെ ബന്ധിച്ച ബന്ധനങ്ങളെ ആത്മാവ് അഴിക്കുകയാണ്. ನಿನ್ನನ್ನು ಬಂಧಿಸಿದ ಬಂಧನಗಳ ಆತ್ಮನ ಬಿಚ್ಚುತ್ತಿದ್ದಾನೆ. ശക്തി ഇന്ന് പകൽ കൈമാറുകയാണ്. ಆ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಹಚ್ಚುತ್ತಿದೆ. നിന്നെ ദൈവത്തിന്റെ ആത്മാവ് തൊടുന്നു. ಕೆಲವರನ್ನು ದೇವರ ಆತ್ಮನ ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. പകൽ വിശ്വസിക്കാൻ പറ്റുമോ? ಇವತ್ತು ಆಗಲು ನಂಬಲಿಕ್ಕೆ ಆಗುತ್ತೋ? ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? ಇವತ್ತು ನಂಬಲಿಕ್ಕೆ ಸಾಧ್ಯವಿದೆಯೋ? നിന്റെ സമയമെന്ന് പറഞ്ഞ ಇವತ್ತು ನಿನ್ನ ಸಮಯ. ദൈവാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന സമയം. ದೇವರ ಆತ್ಮ ನಿನ್ನನ್ನು ಹೊರಗಡೆ ತರುವ ಸಮಯ. അഭിഷേകം ആത്മാവ് കൈമാറുന്നു. ನಿನ್ನ ಮೇಲೆ ಅಭಿಷೇಕ ಆತ್ಮನ ಕೊಡುತ್ತಿದ್ದಾನೆ. ಅಭಿಷೇಕ. ഭവനത്തിന്റെ അകത്തു ദൈവ ശക്തി ഇറങ്ങുന്നു. ನಿನ್ನ ಕುಟುಂಬದ ಒಳಗಡೆ ದೇವರ ಶಕ್ತಿ ಇಳಿಯುತ್ತಿದೆ. ആളുകളായി ബന്ധിച്ച ബന്ധനം ആത്മാവ് അടിക്കുന്നു. ದಿವಸಗಳಾಗಿ ಬಂಧಿಸಿದ ಬಂಧನ ಆತ್ಮನ ಬಿಚ್ಚುತ್ತಿದ್ದಾರೆ. നിന്റെ കുടുംബത്തിന്റെ അകത്ത് വലിയ വിടുതൽ വ്യാപരിക്കുന്നു. ನಿನ್ನ ಕುಟುಂಬದ ಒಳಗಡೆ ದೇವರ ಶಕ್ತಿ ವ್ಯಾಪರಿಸಿದೆ. ദൈവ ശക്തി ഇന്ന് പകൽ ഇറങ്ങി വരുന്നു. ನಿನ್ನಲ್ಲಿ ದೇವರ ಶಕ್ತಿ ಆಗಲು ಇಳಿದು ಬರ್ತಿದೆ. ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ದೇವರು ನಿನ್ನನ್ನು ಉಪಯೋಗಿಸಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸುತ್ತಿದ್ದಾರೆ. ബന്ധനങ്ങളെ ദൈവാത്മാവ് അഴിച്ചു വിടുന്നു. ನಿನ್ನ ರೋಗ ಬಂಧನವನ್ನು ದೇವರು ಬಿಚ್ಚುತ್ತಿದ್ದಾರೆ. കിടപ്പിലാക്കുവാൻ ബന്ധിച്ച ബന്ധനം, ಹಾಸಿಗೆಯಲ್ಲಿ ಮಲಗಿಸುವುದಕ್ಕಾಗಿ ಹಾಕಿದ ಬಂಧನ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ಇವತ್ತು ಆಗಲು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അഴിഞ്ഞു മാറുന്നു. ಅದು ಬಿಚ್ಚಲೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಜೀಸಸ್. ಉಡರಮನ ಶಂದರಗದನ ಅರ್ಥುರಿಬಲಬಲಬ ಶೈಡರಗದಿನಿ ಅದುರಮನ ಗಡಗ. പൗലോസിന്റെ ഒറ്റ ശാസനയ്ക്ക് ഉള്ളാഞ്ഞു. ಪೌಲನ ಒಂದೇ ಒಂದು ಗದರಿಸುವಿಕೆ ಅಷ್ಟೇ. ഒത്തിരി പണം കൊടുത്ത് ತುಂಬಾ ಹಣವನ್ನು ಖರ್ಚು ಮಾಡಿ അനേക സമയങ്ങളെടുത്ത് ಅನೇಕ ಸಮಯವನ್ನು ತೆಗೆದುಕೊಂಡು ವಶೀಕರಣ ಮಾಡಿ ദുരാത്മാവിനെ ഈ പെങ്കൊച്ചിന്റെ അകത്തിലേക്ക് കയറ്റിവിട്ടു. ದುರಾತ್ಮನ್ನು ಈ ಹುಡುಗಿಯ ಮೇಲೆ ಕಳಿಸಲಾಯಿತು. ഇവൾ മുഖാന്തരമായിട്ട് യജമാന്മാർ ലാഭം എടുത്തുകൊണ്ടിരിക്കുക. ಕಾರಣ ಇವಳ ಮುಖಾಂತರ ಯಜಮಾನರು ಆದಾಯ ಗಳಿಸ್ತಾ ಇದ್ದಾರೆ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. അനേക പണം മുടക്കി ಅನೇಕ ಹಣವನ್ನು ಖರ್ಚು ಮಾಡಿ അനേക സമയം കൊണ്ട് ബന്ധിച്ചു വിട്ട ശക്തിയെ ಅನೇಕ ಸಮಯದಿಂದ ತೆಗೆದು ಬಂಧಿಸಿದಂತ ಶಕ್ತಿಯನ್ನು പൗലോസിന്റെ നാവിൽ ಪೌಲನ ನಾಲಿಗೆಯಲ್ಲಿ യേശുക്രിസ്തുവിന്റെ നാമം ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮ എടുത്ത ഒറ്റ നിമിഷം, ಎತ್ತಿದ ಒಂದೇ ಒಂದು ನಿಮಿಷ, ഒറ്റ നിമിഷം ಆ ಒಂದೇ ಒಂದು ನಿಮಿಷದಲ್ಲಿ ആ ദുരാത്മാവ് അഴിഞ്ഞു മാറി. ಆ ದುರಾತ್ಮ ಬಿಚ್ಚಲ್ಪಟ್ಟವು. ആ ദുരാത്മാവ് അഴിഞ്ഞു മാറി. ಆ ದುರಾತ್ಮನ ಕಟ್ಟು ಬಿಚ್ಚಲ್ಪಟ್ಟವು. എത്ര പേർ വിശ്വസിക്കുന്നു? ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಿ? വർഷങ്ങളായി കെട്ടിയ കെട്ടുകൾ, ವರ್ಷಗಳಾಗಿ ಕಟ್ಟಿದ ಕಟ್ಟುಗಳು, ബന്ധിച്ച ബന്ധനങ്ങൾ ಬಂಧಿಸಿರುವ ಬಂಧನಗಳು ഒറ്റ നിമിഷം കൊണ്ട് ಒಂದೇ ನಿಮಿಷದಲ್ಲೇ യേശു എന്ന നാമം ಯೇಸುವೆನ್ನುವಂತ ನಾಮ നിന്റെ നാവിന്മേൽ വരുന്ന ನಿನ್ನ ನಾಲಿಗೆಯಲ್ಲಿ ಕೊಡುವಂತ ഒറ്റ നിമിഷം ಒಂದೇ ನಿಮಿಷ ചിലത് അഴിയാൻ പോകുകയാ. ಕೆಲದು ಬಿಚ್ಚಲಿಕ್ಕಿದೆ. അത് അഴിഞ്ഞു തുടങ്ങിയിരിക്കുകയാ. ಅದು ಬಿಚ್ಚಲಿಕ್ಕೆ ಪ್ರಾರಂಭವಾಯಿತು. നിന്നെ ഉപയോഗിക്കുകയാ. ಪರಲೋಕ ನಿನ್ನನ್ನು ಉಪಯೋಗಿಸ್ತಿದೆ. നിമിഷമാ ಅದು ನಿನ್ನ ನಿಮಿಷ. ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുന്നു. ದೇವರು ನಿನ್ನನ್ನು ಪ್ರಯೋಜನ ಪಡಿಸುವ. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്നു. ದೇವರು ನಿನ್ನನ್ನು ಹೊರಗಡೆ ತರುವ നിമിഷമായി ಆ ನಿಮಿಷವಿದು. Yes. ಜೀಸಸ್.
ഇരിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ಆ ರೀತಿ ಇರುವಂತವರಿಗೆ ಸುಮ್ಮನೆ ಕೂತ್ಕೊಳ್ಳಕ್ಕಾಗಲ್ಲ. ഇന്ന് പകൽ ഇരിക്കാൻ പറ്റത്തില്ല. ಆ ರೀತಿ ಇರುವವರಿಗೆ ಸುಮ್ಮನೆ ಕೂತ್ಕೊಳ್ಳಕ್ಕಾಗಲ್ಲ. അവർ ചാടി എഴുന്നേൽക്കും. ಅವರು ಬೇಗನೆ ಎದ್ದೇಳ್ತಾರೆ. ചാടി എഴുന്നേൽക്കും. ಅವರು ಬೇಗನೆ ಎದ್ದೇಳ್ತಾರೆ. എന്നെ ഉപയോഗിക്കും. ಅವರು ದೇವರ ನನ್ನನ್ನು ಉಪಯೋಗಿಸು. യേശുവിന്റെ നാമം ഞാൻ എന്റെ നാവിൽ എടുക്കും. ಯೇಸುವಿನ ನಾಮ ನನ್ನ ನಾಲಿಗೆಯಲ್ಲಿ ತೆಗಿತೇನೆ. ചാടി എഴുന്നേൽക്കും. ಅವರು ಬೇಗನೆ ಎದ್ದು ನಿಂತ್ಕೊಳ್ಳಿ. ഇന്ന് പകൽ ഇരിക്കത്തില്ല. ಅವರು ಕೂತ್ಕೊಳ್ಳುವುದಿಲ್ಲ. അവർ ചാടി എഴുന്നേൽക്കും. ಅವರು ಎದ್ದು ನಿಂತ್ಕೊಳ್ತಾರೆ. നിന്നെ ഉപയോഗിക്കാൻ പോകുകയാ. ದೇವರು ನಿನ್ನನ್ನು ಉಪಯೋಗಿಸ್ತಾರೆ. നിന്നെ കരങ്ങൾ എടുക്കാൻ പോകുകയാ. ಇವತ್ತು ನಿನ್ನ ಕರವನ್ನು ತಟ್ಟಿದೀಯಾ? അഭിഷേകം നിന്റെ മേൽ വരികയാ. ಆ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಬರ್ತಾ ಇದೆ. നിന്നെ പ്രയോജനപ്പെടുത്തുകയാ. ದೇವರು ನಿನ್ನನ್ನು ಪ್ರಯೋಜನ ಪಡಿಸಿದ್ದಾನೆ. നിന്റെ മേൽ ആ വിടുതൽ വ്യാപരിക്കുകയാ. ನಿನ್ನ ಮೇಲೆ ಆ ಬಿಡುಗಡೆ ಬರ್ತಾ ಇದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഊരാബ. ಚೂಡರಮನ ಹಸ್ತುರಗಮನ. ബന്ധിച്ച് തെരുവിലിറക്കിയതിന്റെ ബന്ധനം അഴിയുകയാ. ಬಂಧಿಸಿ ಬೀದಿಗೆ ಹಾಕಿದ ನಿನ್ನ ಬಂಧನ ಕಳಚಿ ಬೀಳ್ತಾ ಇದೆ. വീടിന്റെ അകത്ത് ജീവിക്കേണ്ടതിനെ ബന്ധിച്ച് തെരുവിലിറക്കിയതിന്റെ ബന്ധനം. ಮನೆ ಒಳಗಡೆ ಜೀವಿಸಬೇಕಾದ ನೀನು ನಿನ್ನನ್ನು ಬಂಧಿಸಿ ಬೀದಿಗಳ ಬಂಧನ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ അഴിയുന്നു. ಇವತ್ತು ಆಗಲೇ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಚ್ಚುತ್ತಿದೆ. യേശുവിൻ നാമത്തിൽ അത് അഴിയുന്നു. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಚ್ಚುತ್ತಿದೆ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി, ಯೇಸುವಿನ ನಾಮದ ಶಕ್ತಿ അത് ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. ಅದು ಬಂಧನವನ್ನು ಬಿಚ್ಚುವುದಕ್ಕಾಗಿ, കെട്ടുകളെ പൊട്ടിക്കുന്നതാണ്. ಅದು ಕಟ್ಟುಗಳನ್ನು ಬಿಚ್ಚುವುದರಿಂದ ഇന്ന് പകലിൽ അത് സംഭവിക്കുന്നു. ಇವತ್ತು ಆಗಲೇ ಸಂಭವಿಸುತ್ತಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ಚೂಡರಮನ ಹತುರಗಮನ ರಗದನ ರಗದಿ ತೀರಬಲವ ಶೈಡಬಲಬಲ ಚೀರಮನ ಶೈಡರಗದನ ರದನ ಬಲ ವಿಖವನ ಶಾಂದರ ಬಲ ಚೂಡರಮನ ಶೈಡ ಪ್ರೌಢ ಯೇಸುವಿನ ನಾಮ. Hallelujah. 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 Raba katana batarabana durabana durabana vaidabana vaidabana durabana vaidabana durabana vaidabana durabana vaidabana shababana hadara vaudaba hamdana vaudaba ribana kamdana vaudaba ribana kamdana ಚೂಡರಮನ ಶತರಗಮನ ಹದುರಮನ ತಿರಬಲ ಬಲ ಶೈಡ ಬಲ ಬಲ ಅಧುರಗಮನ ರೆಬದನಗರ ದಿಬಲ ಬಲ ಶಾಂದರದನಗ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ವಿಖನದನ ಶೈಡ ಪ್ರೌಢವನ ಗಡಗದನಮನ ತೀರಕಮನ ಗಡಗ ದುರಿಬಲ ಬರಬ ಶೈಡ ರದನ ಗಡ ಚೂಡ ರಗಮನ ದಿಬಲ ಬರಬ ಶಾಂದರಗದನ ಗಡ ರೀಗರ ರದನ ಬಲಬ ಶೈಡ ರಗದ ರದನ ಬಲಬ ತುರಗಮನ ದಿಬಲ ಬರಬ ಶಾಂದರದನ ಗಡಗ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ವಿಖನ ಬಾನ ಮಾನಬ ಶೈಡ ರಾದನ ರಿಗದನ ಜೀಸಸ್. അനേകര ബന്ധനം അഴിയുന്നു. ಅನೇಕರ ಬಂಧನ ಬಿಚ್ಚುತ್ತಿದೆ. അനേകര ബന്ധനം അഴിയുന്നു. ಅನೇಕರ ಬಂಧನ ಬಿಚ್ಚುತ್ತಿದೆ. അനേകർ വിടുതൽ പ്രാപിക്കുന്നു. ಅನೇಕರು ಬಿಡುಗಡೆ ಹೊಂದುತ್ತಿದ್ದಾರೆ. അനേകർ വിടുതൽ പ്രാപിക്കുന്നു. ಅನೇಕರು ಬಿಡುಗಡೆ ಹೊಂದುತ್ತಿದ್ದಾರೆ. അനേകർ വിടുതൽ പ്രാപിക്കുന്നു. ಅನೇಕರು ಬಿಡುಗಡೆ ಹೊಂದುತ್ತಿದ್ದಾರೆ. ജഗത്ത് അനേകർ വിടുതൽ പ്രാപിക്കുന്നു. ಇದರ ಒಳಗಡೆ ಅನೇಕರು ಬಿಡುಗಡೆ ಹೊಂದುತ್ತಿದ್ದಾರೆ. ആത്മാവിനെ കാണിക്കുന്നു. ದೇವರ ಆತ್ಮನೆ ತೋರಿಸುತ್ತಿದ್ದಾನೆ. അനേകരെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരാൻ പോകുകയാ. ಅನೇಕರನ್ನು ಹಿಡಿದು ಕಟ್ಟಿ ತರಲಿಕ್ಕಿದ್ದೀರಾ. പിടിച്ചു കെട്ടിക്കൊണ്ട് ഇതിനകത്ത് വരാൻ പോവാ. ಹಿಡಿದು ಕಟ್ಟಿ ಇದರೊಳಗೆ ತರಲಿಕ್ಕಿದ್ದೀರಾ. വരുമ്പോൾ അനേകർ സൗഖ്യമാകും. ಇದರ ಒಳಗಡೆ ಅನೇಕರು ಸೌಖ್ಯವಾಗ್ತಾರೆ. കോമ്പൗണ്ടിന്റെ അകത്ത് കയറുമ്പോൾ അനേകർ സൗഖ്യമാകും. ಈ ಒಂದು ಕಾಂಪೌಂಡ್ ಒಳಗಡೆ ಬರುವಾಗಲೇ ಸೌಖ್ಯ ಆಗುತ್ತೆ. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടാൻ പോകും. ಆ ರೀತಿ ಒಂದು ದೇವರ ವ್ಯಾಪಾರ ಶಕ್ತಿ ಇದರೊಳಗೆ ವ್ಯಾಪರಿಸಲಿಕ್ಕಿದೆ. അങ്ങനെ കിടക്കുന്നതിന്റെ കെട്ട് ദൈവാത്മാവ് അഴിക്കാൻ പോകുകയാണ്. ಅದರ ಕಟ್ಟುಗಳು ದೇವರಾತ್ಮನ ಬಿಚ್ಚಲಿಕ್ಕಿದ್ದಾರೆ. അങ്ങനെ കിടക്കുന്നതിന്റെ ബന്ധനത്തെ അഴിക്കുന്ന അഭിഷേകം. ಸರಪಳಿಗಳಿಂದ ಕಟ್ಟಿದ ಕಟ್ಟುಗಳನ್ನು ಬಿಚ್ಚುವ ಅಭಿಷೇಕ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಹಂಚುತ್ತಿದ್ದಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ಚೂಡಬನಬ ಶದರಗಮನ ರಿಬದನ ರಗದನ ರಿಬನಬ തകരാതകരി ദൈവാത്മാവിന്റെ നിമിഷമാണ്. ഇത് ബുദ്ധിയ നിമിഷമല്ല, ബുദ്ധിയ നിമിഷമല്ല, ദേവരാത്മ നിമിഷ, പരിശുദ്ധാത്മാവിന്റെ നിമിഷമാണ്. പരിശുദ്ധാത്മ നിമിഷ. എത്രവേ ഹോളി സ്പിരിറ്റിന്റെ കരങ്ങളിൽ കൈമാറുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಕರಗಳಿಗೆ ಒಪ್ಪಿಸಿಕೊಡಿ. ആത്മാവ് ഇന്ന് പകൽ ഇതിനെ ഏറ്റെടുക്കുന്നു. ಆತ್ಮನ ನಿಮ್ಮನ್ನು ಸ್ವೀಕರಿಸ್ತಾ ಇದ್ದಾನೆ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഏറ്റെടുക്കുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ನಿಮ್ಮನ್ನು ಒಪ್ಪಿಕೊಳ್ಳುತ್ತಿದ್ದಾನೆ. ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങി വരുന്നു. ದೇವರ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಇಳಿದು ಬರ್ತಿದೆ. ദൈവാത്മാവ് നിന്റെ മേൽ ചലിക്കുന്നു.
ചലിക്കുന്നു. ದೇವರ ಆತ್ಮ ನಿನ್ನ ಮೇಲೆ ಚಲಿಸುತ್ತಿದ್ದಾನೆ. ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ ചലിക്കുന്നു. ದೇವರ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಚಲಿಸುತ್ತಿದೆ. പിശാച് കെട്ടിയ എല്ലാ കെട്ടുകളും പൊട്ടുന്നു. ಸೈತಾನನ ಕಟ್ಟಿದ ಕಟ್ಟುಗಳು ಬಿಚ್ಚುತ್ತಿದೆ. തെരുവ് സ്ത്രീകൾ വിടുതൽ പ്രാപിക്കുന്നു. ಬೀದಿಯ ಸ್ತ್ರೀಗಳು ಬಿಡುಗಡೆ ಹೊಂದುತ್ತಿದ್ದಾರೆ. വേശ്യ സ്ത്രീകൾ വിടുതൽ പ്രാപിക്കുന്നു. ವೇಶ್ಯ ಸ್ತ್ರೀಗಳು ಬಿಡುಗಡೆ ಹೊಂದುತ್ತಿದ್ದಾರೆ. പൈശാചിക മണ്ഡലങ്ങൾ ബന്ധിച്ച ബന്ധനങ്ങൾ, ಸೈತಾನನ ಮಂಡಲಗಳು ಕಟ್ಟಿದ ಕಟ್ಟುಗಳು പ്രാർത്ഥന മുഖാന്തരം വിടുതലായി ಈ മാറുന്നു. ಪ್ರಾರ್ಥನೆ ಮುಖಾಂತರ ಬಿಡುಗಡೆಯಾಗುತ್ತೆ. യജമാന്മാരുടെ ലാഭം പൊൻപോകുന്നു. ಅಂದ್ರೆ ವ್ಯಕ್ತಿಗಳ ಆದಾಯಗಳು ಇದರ ನಿಮಿತ್ತವಾಗಿ ಮುರಿಯುತ್ತೆ. മന്ത്രവാദികളുടെ ലാഭം ഇല്ലാതാകുന്നു. ಮಂತ್ರವಾದಿಗಳ ಲಾಭ ಇದರಿಂದ ಮುರಿಯುತ್ತಾ ಇದೆ. മന്ത്രവാദികൾ മന്ത്രം ചെയ്താൽ അവന് ലാഭം ഇല്ലാതാകുന്നു. ಮಂತ್ರವಾದಿಗಳು ಮಂತ್ರ ಮಾಡಿದ್ರು ಲಾಭ ಇಲ್ಲದಾಗ್ತಾ ಇದೆ. പ്രാർത്ഥിക്കുന്നവൻ ലാഭം കാണാൻ പോകുകയാ. ಪ್ರಾರ್ಥನೆ ಮಾಡುವ ನೀನದನ್ನು ಕಾಣ್ತೀಯಾ? പ്രാർത്ഥിക്കുന്നവർ നന്മ കാണാൻ പോകുകയാ. ಪ್ರಾರ್ಥನೆ ಮಾಡಿದವರು ಆದಾಯವನ್ನು ಗಳಿಸ್ತಾರೆ. ഇതുവരെ പ്രാർത്ഥിക്കുന്നവന്റെ നന്മ ഇല്ലാതാക്കിയെങ്കിൽ, ಇವತ್ತು ಆಗಲ ವೇಳೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿದವನ ಆದಾಯ ನಷ್ಟಪಡಿಸಿದರೆ, ഇതുവരെ പ്രാർത്ഥിക്കുന്നവರ നന്മ ഇല്ലാതാക്കിയെങ്കിൽ, ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವನ ಆಶೀರ್ವಾದವನ್ನು ಇಲ್ಲದೆ ಮಾಡಿದರೆ 2017 നീ തിരിച്ചു പിടിക്കുകയാ. 2017 ತಿರುಗಿ ಹಿಡಿಯುತ್ತಿದ್ದೇವೆ. തിരിച്ചു പിടിക്കുകയാ. ನೀನದನ್ನು ತಿರುಗಿ ಹಿಡಿಯುತ್ತೀಯಾ? ഇനി മന്ത്രവാദം ചെയ്യുന്നവന് ലാഭമില്ല. ಇನ್ನು ಮಂತ್ರವಾದ ಮಾಡುವನಿಗೆ ಲಾಭ ಇಲ್ಲ. വിചാരം ചെയ്യുന്നവന് ലാഭമില്ല. ಆಮೇಲೆ ಮಂತ್ರ ಮಾಡುವನಿಗೆ ಲಾಭ ಇಲ್ಲ. പ്രാർത്ഥിക്കുന്നവൻ അത് തിരികെ കൊണ്ടുവരികയാ. ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವರು ತಿರುಗಿ ಪಡೆಯುತ್ತಿದ್ದಾರೆ. തിരികെ കൊണ്ടുവരികയാ. ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವರು ತಿರುಗಿ ಹಿಡಿಯುತ್ತಿದ್ದಾರೆ. 2017 പ്രാർത്ഥിക്കുന്നവരുടെ വർഷമാ. 2017 ಪ್ರಾರ್ಥನೆ ಮಾಡುವವರ ಸಮಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ಅಭಿಷೇಕ ಎಷ್ಟನ್ನ ಪಡಿತಾ ಇದ್ದಾರೆ? ಎಷ್ಟನ್ನ ಪಡೆದುಕೊಳ್ತಾ ಇದ್ದೀರಾ? ಚುಡರಮನ ಶಾರಮನ ದಿಗದನ ರಿಖಮನವರ ಶಾಂತರಗದನ ತೀರಬಲ ಬಲವರ ಶೈಡಮನ ಗಡಗ. ಜೀಸಸ್. Hallelujah. Hallelujah. ಆಮೆನ್. Hallelujah. ಹಲ್ಲೆಲೂಯಾ. ഒറ്റ ശാസന, ಒಂದೇ ಒಂದು ಗದರಿಸುವಿಕೆ സാധനം വിട്ടുപോയി. ಅವಳನ್ನು ಬಿಟ್ಟು ಹೋಯ್ತು. ഇരിക്കുന്നിടത്തിരുന്ന് ശാസിച്ചു. ಕೂತಿರುವಂತ ಸ್ಥಳದಲ್ಲಿ ಕೂತ್ಕೊಂಡು ನೀನು ಗದರಿಸು. ചിലത് വിട്ടുപോയിരിക്കും. ಕೆಲವು ಬಿಟ್ಟು ಹೋಗುತ್ತೆ. ഭവനത്തിൽ ചെല്ലുമ്പോൾ ചില വിടുതൽ. ಮನೆ ಒಳಗಡೆ ಹೋಗ ಕೆಲವು ಬಿಡುಗಡೆ. ഭവനത്തിൽ തിരിച്ചു ചെല്ലുമ്പോൾ ചില വിടുതൽ. ತಿರುಗಿ ಮನೆಗೆ ಹೋದಾಗ ಬಿಡುಗಡೆ. തിരിച്ചു ചെല്ലുമ്പോൾ ആ ശാപം അവിടെ കാണത്തില്ല. ತಿರುಗಿ ನೀನು ಮನೆಗೆ ಹೋದಾಗ ಆ ಶಾಪ ಅಲ್ಲಿ ಇರುವುದಿಲ್ಲ. ആ ബന്ധനം അവിടെ കാണത്തില്ല. ಆ ಬಂಧನ ಅಲ್ಲಿ ಇರುವುದಿಲ್ಲ. ആ ശൂന്യത അവിടെ കാണത്തില്ല. ಆ ಶೂನ್ಯತೆ ಅಲ್ಲಿ ಇರುವುದಿಲ್ಲ. ആ രോഗം അവിടെ കാണത്തില്ല. ಆ ರೋಗ ಅಲ್ಲಿ ಇರುವುದಿಲ್ಲ. അത് മാറിയിരിക്കും. ಅದು ಬಿಟ್ಟು ಹೋಗುತ್ತೆ. ആ സമാധാനക്കേട് കാണത്തില്ല. ಆ ಅಸಮಾಧಾನ ಉಂಟಾಗುವುದಿಲ್ಲ. അത് മാറിയിരിക്കും. ಅದು ಬಿಟ್ಟು ಹೋಗುತ್ತೆ. ഇന്ന് പകലിലെ ആത്മാവിൽ നിറഞ്ഞ് ಇವತ್ತು ಆಗಲ ವೇಳೆ ದೇವರಾತ್ಮದಲ್ಲಿ ತುಂಬಿ യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ പ്രതികൂലത്തെ നോക്കി, ಪ್ರತಿಕೂಲವನ್ನು ನೋಡಿ, പ്രതിസന്ധിയെ നോക്കി, ಸಮಸ್ಯೆಗಳನ್ನು ನೋಡಿಕೊಂಡು, ഭാരത്തെ നോക്കി, ಸಾಲ ಭಾರವನ್ನು ನೋಡಿಕೊಂಡು, രോഗബന്ധനത്തെ നോക്കി, ರೋಗ ಬಂಧನವನ್ನು ನೋಡಿಕೊಂಡು, നീ ഒന്ന് കൽപ്പിക്കുന്നുവോ? ನೀನೊಮ್ಮೆ ಕಟ್ಟಳೆ ಇಡುತ್ತೀಯಾ? കൽപ്പിക്കുന്ന നിമിഷം ಆಜ್ಞಾಪಿಸುವ ನಿಮಿಷ അത് മാറിപ്പോകുന്നു. ಅದು ನೀಗಿ ಹೋಗುತ್ತೆ. അത് മാറിപ്പോകുന്നു. ಅದು ನೀಗಿ ಹೋಗುತ್ತೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. Oh. Oh. Yes. ಸುಬಿರನಾಮ ಚೀರಬರಬರಬರಿ ಕಮಾಲವ ಶರಬ. Jesus. Shudamana Shiramana Rikaragamana Shanduriada Nagadagasi. Hallelujah. Amen. Hallelujah. Hallelujah. അധികാരികൾ പൗലോസിനെ ശീലാസിനെയും പിടിച്ചു. അധികാരികൾ പൗലനನ್ನು സೀಲನನ್ನು ಹಿಡಿದರು.
ചന്തസ്ഥലത്തൂടെ വലിച്ചു കൊണ്ടുപോയി ಆ ಸಂತೆಯ ಭಾಗದಿಂದ ಎಳೆದುಕೊಂಡು ಹೋದ್ರು. പ്രമാണിമാരുടെ നടുവിൽ കൊണ്ട് നിർത്തി. ಪ್ರಮಾಣಿಗಳ ಮಧ್ಯಗಳಲ್ಲಿ ಕರೆದುಕೊಂಡು ಹೋಗಿ ನಿಲ್ಲಿಸಿದ್ರು. യഹൂദന്മാരായ ഈ മനുഷ്യർ, ಯಹೂದ್ಯನಾಗಿರುವಂತ ಈ ಮನುಷ್ಯ നമുക്ക് അംഗീകരിക്കുവാനും അനുസരിക്കാനും കഴിയാത്ത, ನಮಗೆ ಅಂಗೀಕರಿಸಲಿಕ್ಕೂ ಅಂದ್ರೆ ವಿಧೇಯರಾಗಲಿಕ್ಕೂ ಆಗದಿರುವಂತ ആചാരങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നു. ಅನುಷ್ಠಾನಗಳನ್ನು ಇಲ್ಲಿ ತಂದು ಕಲಿಸ್ತಾ ಇದ್ದಾರೆ. ഇവർക്ക് നേരെ കുറ്റമടിച്ചേൽപ്പിച്ചു. ಇವರ ಮೇಲೆ ದೂಷಣೆಗಳನ್ನು ಹಾಕಿದರು. പുരുഷാരം ಅವರ വസ്ത്രങ്ങൾ വലിച്ചുരിഞ്ഞു. ಅಲ್ಲಿ ಬಂದಂತ ಜನಗಳು ಇವರ ವಸ್ತ್ರವನ್ನು ಹರಿದು ಬಿಸಾಡಿದರು. അധികാരികൾ ഇവരെ കോൽ കൊണ്ട് അടിക്കാൻ ഏൽപ്പിച്ചു. ಅಧಿಕಾರಿಗಳು ಚಡಿಗಳಿಂದ ಒಡಿಸುವುದಕ್ಕಾಗಿ ಆಜ್ಞಾಪಿಸಿದರು. കോൽ കൊണ്ട് അടിച്ചതിന് ശേഷമായി ಚಟಿಗಳಿಂದ ಒಡಿಸಿದ ನಂತರ ഇവരെ കാരാഗൃഹത്തിൽ കൊണ്ടടച്ചു. ಇವರನ್ನು ಸೆರೆಮನೆಗೆ ತಂದು ಹಾಕಿದರು. കാരാഗൃഹ പ്രമാണിയോട്, ಸೆರೆಮನೆ ಅಧಿಕಾರಿಗೆ സൂക്ഷ്മതയോടെ കാരാഗൃഹത്തിൽ ഇവരെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ಜಾಗರೂಕತೆಯಿಂದ ಇವರನ್ನು ನೋಡಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಕಟ್ಟಲಿಟ್ಟರು. ಇವರ ಕಾಲಾಮത്തിലിട്ട് പൂട്ടി. ಇವರ ಕಾಲುಗಳನ್ನು ಬಂಧನದಲ್ಲಿರಿಸಿದರು. ചങ്ങലയിൽ കിടക്കുകയാണ്. ಕೈಗಳನ್ನು ಸಂಕೋಲೆಗಳಿಂದ ಭದ್ರಪಡಿಸಿದರು. അർദ്ധരാത്രിയായി. ಅರ್ಧರಾತ್ರಿ ಆಯಿತು. അതുപോലെ കാരാഗൃഹ പ്രമാണി ഉറങ്ങി. ಯಾವಾಗಲೂ ನಡೆಯುವಾಗ ಅಲ್ಲಿನ ಅಧಿಕಾರಿ ನಿದ್ದೆ ಮಾಡಿದ. എല്ലാവരും ഉറങ്ങി കാണും. ಎಲ್ಲರೂ ನಿದ್ದೆ ಮಾಡಿರಬಹುದು. ഒരുപക്ഷെ ചില തടവുകാർ ഇതിന്റെ അകത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ಒಂದು ചിന്തിച്ചിരിക്കുകയായിരിക്കും. ವೇಳೆ ಸೆರೆಮನೆಯಲ್ಲಿರುವಂತಹ ಕೆಲವು ವ್ಯಕ್ತಿಗಳು ಹೇಗೆ ಇದರಿಂದ ತಪ್ಪಿಸಿಕೊಳ್ಳಬಹುದು ಎಂಬುದಾಗಿ ಆಲೋಚನೆ ಮಾಡ್ತಿರಬಹುದು. അർദ്ധരാത്രിയായപ്പോൾ ಅರ್ಧರಾತ್ರಿ ಆದಾಗ പൗലോസും ശീലാസും ಪೌಲನು ಸೀಲನು അവർ മടങ്ങി വന്നു. ಅವರು ತಿರುಗಿ ಬಂದರು. അവരിറങ്ങി തിരിച്ച ദൗത്യത്തിലേക്ക് മടങ്ങി വന്നു. ಅವರು ಎಲ್ಲಿಂದ ಹೊರಟು ಬಂದರು ಆ ಕರ್ತವ್ಯಕ್ಕೆ ಅವರು ಬಂದರು. അവർ പ്രാർത്ഥന നിയോഗം പ്രാപിച്ച് ಅವರು ಪ್ರಾರ್ಥನೆ ಆಲೋಚನೆ ಪಡೆದು പ്രാർത്ഥന ആലയത്തിലേക്ക് പോയവരാ. ಅವರು ಪ್ರಾರ್ಥನೆ ಆಲಯಕ್ಕೆ ಹೋದವರು. ആലയത്തിൽ പ്രാർത്ഥിക്കാൻ, ആലയത്തിൽ കിടക്കുന്നതിന് മുമ്പ് വെളിച്ചപ്പാടത്തി വന്നു. ಆಲಯಕ್ಕೆ ಹೋಗುವುದಕ್ಕಿಂತ ಮುಂಚೆ ಅಗಾರಡಗಾರ್ತಿಯಲ್ಲಿ ಬಂದ್ಲು. പ്രാർത്ഥിക്കാൻ സമ്മതിച്ചില്ല. ಅಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೂ ಬಿಡ್ಲಿಲ್ಲ. ഇവരോട് ദൂത് പറഞ്ഞു. ಇವರೊಂದಿಗೆ ಆಲೋಚನೆ ಹೇಳಿದ್ಲು. പൗലോസിന് മനസ്സിലായി ദുരാത്മാവാണ്. ಪೌಲನಿಗೆ ಗೊತ್ತಾಯ್ತು ದುರಾತ್ಮನೆಂಬುದಾಗಿ. ശാസിച്ചു. ಕದರಿಸಿದ. പിന്നെ അടിയും വീടൊക്കെ ആയിരുന്നു. ಮತ್ತೆ ಹೊಡೆತ ಎಲ್ಲ ಆಯ್ತು. പിന്നെ കാരാഗൃഹം. ಮತ್ತೆ ಸೆರೆಮನೆ. അവിടെ ചെന്നപ്പോഴാ ഒന്ന് സമയം കിട്ടിയ വീണ്ടും പ്രാർത്ഥിക്കാൻ. ಅಲ್ಲಿ ಹೋದಾಗ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ಮತ್ತೆ ಸಮಯ ಸಿಕ್ತವರಿಗೆ. സാഹചര്യം ഒന്നും അനുകൂലമല്ല. ಸಂದರ್ಭಗಳು ಯಾವುದು ಅನುಕೂಲ ಅಲ್ಲ. സാഹചര്യം മുഴുവൻ പ്രതികൂലമാണ്. ಸಂದರ್ಭಗಳೆಲ್ಲವೂ ಪ್ರತಿಕೂಲ. നിയമങ്ങൾ പ്രതികൂലമാണ്. ನಿಯಮಗಳು ಪ್ರತಿಕೂಲ. ശരീരം പ്രതികൂലമാണ്. ಶರೀರ ಪೂರ್ತಿ ಪ್ರತಿಕೂಲ. കോൽ കൊണ്ട് അടിച്ചു ദണ്ഡിപ്പിച്ചു. ಚೆನ್ನಾಗಿ ಒಡೆದು ನೋಯಿಸಿದರು. കൈ ആമത്തിൽ ചങ്ങലയിൽ കിടക്കുന്നു. ಕೈ ಕಾಲುಗಳು ಸರಪಳಿಗಳಿಂದ ಬಂಧಿಸಲಾಯಿತು. പക്ഷേ പൗലോസ് വിളിച്ചു പറയുക, ಪೌಲನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ഹേ അധികാരികളെ, ಏ ಅಧಿಕಾರಿಯೇ, നിങ്ങൾക്ക് ഞങ്ങളുടെ പുറമേയുള്ള ശരീരത്തെ ദണ്ഡിപ്പിക്കാൻ പറ്റും. ನಮ್ಮ ಹೊರಗಿನ ಶರೀರವನ್ನು ನಿಮಗೆ ನೋಯಿಸಬಹುದು. കാലിനെ ആമത്തിട്ട് പൂട്ടാൻ പറ്റും. ಕಾಲನ್ನು ಕೊಳಗದೊಳಗೆ ಹಾಕಿ ಬಂಧಿಸಬಹುದು. ചങ്ങലക്കിട്ട് ബന്ധിക്കാൻ പറ്റും. ಕೈಗಳನ್ನು ಸರಪಳಿಯಿಂದ ಕಟ್ಟಬಹುದು. ഞങ്ങളുടെ അകത്ത് ലഭിച്ച ക്രിസ്തുവിന്റെ വെളിപ്പാടിനെ, ನಮ್ಮ ಒಳಗಡೆ ಸಿಕ್ಕಿದ ದೇವರ ದರ್ಶನವನ್ನು, അകത്ത് ലഭിച്ച ക്രിസ്തുവിന്റെ വെളിപ്പാടിനെ, ಒಳಗಡೆ ಸಿಕ್ಕಿದ ದೇವರ ದರ್ಶನವನ್ನು, അകത്ത് ലഭിച്ച പ്രാർത്ഥനയുടെ നിയോഗത്തെ, ಒಳಗಡೆ ಸಿಕ್ಕಿದ ಪ್ರಾರ್ಥನೆಯ ಆಲೋಚನೆ എടുത്തു മാറ്റാൻ ನನ್ನ ಒಳಗಿಂದ ತೆಗೆದು ಹಾಕುವುದಕ್ಕೆ ഒരു ശക്തിക്ക് പറ്റത്തില്ല. ಯಾವ ಶಕ್ತಿಗೂ ಆಗುವುದಿಲ್ಲ. പ്രാർത്ഥനയ്ക്കകത്ത് നിയോഗം ലഭിച്ചിട്ടാണോ ചെയ്യുന്നത്? ಪ್ರಾರ್ಥನೆ ನಿನಗೆ ದೇವರ ಅಭಿಪ್ರಾಯ ಕೊಟ್ಟು ಮಾಡ್ತಾ ಇದೆಯಾ? ನಿಯೋಗമാണോ? ಅದು ನಿಯೋಗವಾಗಿದೆಯಾ? ನಿಯೋಗത്തെ എടുത്തു മാറ്റാൻ, ಈ ನಿಯೋಗವನ್ನು ತೆಗೆದು ಹಾಕುವುದಕ್ಕೆ, നിയോഗത്തെ ഇല്ലാതാക്കാൻ ಇದನ್ನು ಕೆಡಿಸುವುದಕ್ಕಾಗಿ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ಯಾವ ಶಕ್ತಿಗೂ ಆಗುವುದಿಲ್ಲ. നിയോഗം ഒരു വിടുതലേക്ക് നയിക്കാൻ പോകുകയാണ്. ಈ ಒಂದು ನಿಯೋಗ ಒಂದು ಬಿಡುಗಡೆಗೆ ಕಳಿಸಲಿಕ್ಕಾಗಿದೆ. നിയോഗം ഒരു ദൈവപ്രവൃത്തിയാകാൻ ಈ പോകുകയാണ്. ಒಂದು ನಿಯೋಗ ದೇವರ ಕ್ರಿಯೆ. നിയോഗം അനേകರ ബന്ധനത്തെ അഴിക്കാൻ ಈ പോകുകയാണ്. ದೇವರ ಆತ್ಮ ನಡೆಸಿದ್ದು ಬಂಧನವನ್ನು ಬಿಚ್ಚುವುದಕ್ಕೆ. നിയോഗം അനേകർക്ക് വിടുതൽ കൊടുക്കാൻ പോകുകയാണ്. ಈ ದೇವರ ನಿಯೋಗ ಅನೇಕರಿಗೆ ಬಿಡುಗಡೆ ಕೊಡುವುದು. നിയോഗം അനേകರ കെട്ടുകളെ അഴിക്കാൻ ಈ പോകുകയാണ്. ನಿಯೋಗ ಅನೇಕರ ಕಟ್ಟುಗಳನ್ನು ಬಿಚ್ಚುವಂತದ್ದು. നിയോഗം അനേക വാതിലുകളെ തുറക്കാൻ പോകുകയാണ്. ಈ ಪ್ರಾರ್ಥನೆಗಾಗಿರುವಂತ ಒತ್ತಾಯ ಅನೇಕರ ಬಾಗಿಲು ತೆರೆಯುವುದು. നിയോഗം അനേക കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ പിടിച്ചു കുലുക്കാൻ പോകുകയാണ്. ಈ ಪ್ರಾರ್ಥನೆಯ ಒತ್ತಾಯ ಸೆರೆಮನೆಯ ಅಸ್ಥಿವಾರವನ್ನು ಕದಲಿಸಲಿಕ್ಕಿರುವಂತದ್ದು. നിയമങ്ങളുടെ അടിസ്ഥാനങ്ങളെ കുലുക്കാൻ പോകുകയാണ്. ನೀನು ಕೆಲವರ ಅಸ್ಥಿವಾರವನ್ನು ಕದಲಿಸಲಿಕ್ಕಾಗಿದೆಯಾ? ശാരീരിക ശക്തിയുടെ അടിസ്ഥാനത്തെ കുലുക്കാൻ പോകുകയാണ്. ಸೈತಾನನ ಅಸ್ಥಿವಾರವನ್ನು ಕದಲಿಸಲಿಕ್ಕಾಗಿದೆಯಾ? മന്ത്രവാദിയുടെ അടിസ്ഥാനത്തെ കുലുക്കാൻ പോകുകയാണ്. ಮಂತ್ರವಾದಿ ಅಸ್ಥಿವಾರವನ್ನು ಕದಲಿಸಲಿಕ್ಕಿದೆಯಾ? ആരാധനക്കാരന്റെ അടിസ്ഥാനം കുലുങ്ങുകയാണ്. ಅಧಿಕಾರಿಗಳ ಅಸ್ಥಿವಾರವನ್ನು ಕದಲಿಸಲಿಕ್ಕಿದೆಯಾ? പ്രതികൂലങ്ങളുടെ നടുവിലും പ്രാർത്ഥിക്കുന്നവനുണ്ടെങ്കിൽ, ಪ್ರತಿಕೂಲಗಳ ಮಧ್ಯದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವವನಿದ್ದರೆ ചില അടിസ്ഥാനങ്ങൾ കുലുങ്ങിയിരിക്കും. ಕೆಲವು ಅಸ್ಥಿವಾರ ಕದಲಲ್ಪಡುತ್ತೆ. അടിസ്ഥാനങ്ങൾ കുലുങ്ങിയിരിക്കും. ಕೆಲವು ಅಸ್ಥಿವಾರ ಕದಲಲ್ಪಡುತ್ತೆ. പ്രാർത്ഥിക്കുന്ന
പ്രാർത്ഥിക്കുന്നവന് അനുകൂലമായി നിയമങ്ങൾ തിരിയാൻ പോകുകയാ. ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವನಿಗೆ ಅನುಕೂಲವಾಗಿ ನಿಯಮಗಳು ತಿರುಗುತ್ತೆ. പ്രാർത്ഥിക്കുന്നവന് അനുകൂലമായി രാജാക്കന്മാർ തിരിയാൻ പോകുകയാ. ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವರಿಗೆ ಅನುಕೂಲವಾಗಿ ರಾಜರುಗಳು ತಿರುಗುತ್ತೆ. പ്രാർത്ഥിക്കുന്നവന്റെ സമയമാ ಇದು ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವನ ಸಮಯ. പ്രാർത്ഥിക്കുന്നവന് അനുകൂലമായി ചില അധികാരികളെ ചലിപ്പിക്കാൻ പോകുകയാ. ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವನಿಗೆ ಅನುಕೂಲವಾಗಿ ಕೆಲವು ಅಧಿಕಾರಿಯನ್ನು ಬದಲಾಯಿಸ್ತಾರೆ. എത്ര പേർ വിശ്വസിക്കുന്നു? ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಿ? ഇത് പ്രാർത്ഥിക്കുന്നവരുടെ സമയമാ. ಇದು ಪ್ರಾರ್ಥಿಸುವಂತವನ ಕಾಲ. പ്രാർത്ഥിക്കുന്നവന്റെ സമയമാ. ಇದು ಪ್ರಾರ್ಥಿಸುವಂತವನ ಸಮಯ. എത്ര പേർ പറയുന്നു? ಎಷ್ಟು ಜನ ಹೇಳ್ತೀರಿ? ചാടി എഴുന്നേറ്റാട്ട് ಎಲ್ಲರೂ ಎದ್ದು ನಿಂತ್ಕೊಳ್ಳಿ. ಎಲ್ಲರೂ ಎದ್ದು ನಿಂತ್ಕೊಳ್ಳಿ. ചാടി എഴുന്നേറ്റാട്ട് ദൈവസന്നിധിയിൽ. ಎಲ್ಲರೂ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಎದ್ದು ನಿಂತ್ಕೊಳ್ಳಿ. എത്ര പേർ പറയുന്നു? ಎಷ್ಟು ಜನ ಹೇಳ್ತೀರಿ? ഇത് പ്രാർത്ഥിക്കുന്നതിന്റെ സമയമാ. ಇದು ಪ್ರಾರ್ಥನೆ ಮಾಡುವ ನನ್ನ ಸಮಯ. ഇത് പ്രാർത്ഥിക്കുന്ന എന്റെ സമയമാ. ಇದು ಪ್ರಾರ್ಥನೆ ಮಾಡುವ ನನ್ನ ಕಾಲ. ബന്ധിക്കപ്പെട്ട് കിടന്നവർ ബന്ധനത്തിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ಬಂಧಿಸಲ್ಪಟ್ಟವರು ಬಂಧನಗಳಲ್ಲಿ ದೇವರಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು. പുറമേ ലോകത്തിന് ബന്ധിക്കാൻ പറ്റിയുള്ളൂ. ಹೊರಗಿನ ಶರೀರವನ್ನು ಮಾತ್ರ ಬಂಧಿಸಲಿಕ್ಕೆ ಆಯಿತು. അവരെ ആകമേ ബന്ധിക്കാൻ പറ്റിയില്ല. ಅವರ ಅಂತರಂಗ ಬಂಧಿಸಲಿಕ್ಕೆ ಆಗ್ಲಿಲ್ಲ. നിന്റെ ജഡത്തെ ഒരു പക്ഷേ പിശാചിന് ബന്ധിക്കാൻ പറ്റും. ನಿನ್ನ ಶರೀರವನ್ನು ಒಂದು ವೇಳೆ ಸೈತಾನಿಗೆ ಬಂಧಿಸಲಿಕ್ಕೆ ಆಗ್ಬಹುದು. രോഗിയാക്കാൻ സാധിച്ചേക്കാം. ನಿನ್ನನ್ನು ರೋಗಿಯನ್ನಾಗಿ ಮಾಡಬಹುದು. നിന്നെ കടഭാരത്തിലാക്കിയേക്കാം. ನಿನ್ನನ್ನು ಸಾಲ ಭಾರದಲ್ಲಿ ತಂದಾಕಬಹುದು. തലമുറയെ ബന്ധിച്ചേക്കാം. ನಿನ್ನ ಸಂತತಿಯನ್ನು ಬಂಧಿಸಬಹುದು. ആത്മീയത്തെ ബന്ധിക്കാൻ പറ്റത്തില്ല. ನಿನ್ನ ಆತ್ಮೀಕತೆಯನ್ನು ಬಂಧಿಸಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. ബന്ധിക്കാൻ പറ്റത്തില്ല. ನಿನ್ನ ಆತ್ಮಿಕತೆ ಬಂಧಿಸಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. എന്നൊക്കെ ബന്ധിക്കപ്പെട്ടാലും ಎಲ್ಲಲ್ಲಿ ಬಂಧಿಸಲ್ಪಟ್ಟರು പ്രാർത്ഥന ബന്ധിക്കപ്പെടാൻ അനുവദിക്കല്ലേ. ಪ್ರಾರ್ಥನೆ ಬಂಧಿಸಲಿಕ್ಕೆ ಅನುಮತಿಸಬೇಡ. പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ಪ್ರಾರ್ಥಿಸುವವನಿದ್ದರೆ ജഡത്തെ ബന്ധിച്ചാലും ಶರೀರವನ್ನು ಬಂಧಿಸಿದರು. ഭൗതിക നന്മ ബന്ധിച്ചാലും ಭೌತಿಕವಾದ ಆದಾಯವನ್ನು ಬಂಧಿಸಿದರು. തലമുറയെ ബന്ധിച്ചാലും ಮಕ್ಕಳನ್ನು ಬಂಧಿಸಿದ್ರು. നീ അതിനെ തിരികെ പിടിക്കൂ. ನೀನು ಅದನ್ನು ತಿರುಗಿ ಪಡೆಯುತ್ತೀಯಾ? തിരികെ പിടിക്കൂ. ತಿರುಗಿ ಪಡೆಯುತ್ತೀಯಾ? തിരികെ പിടിക്കുന്ന ഒരു അഭിഷേകം ತಿರುಗಿ ಪಡೆಯುವ ಅಭಿಷೇಕ പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലുണ്ട്. ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವನ ಕೈಯಲ್ಲಿದೆ. പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലുണ്ട്. ಪ್ರಾರ್ಥಿಸುವಂತವನ ಕೈಯಲ್ಲಿದೆ. ഇന്ന് മകനെ തിരികെ പിടിക്കുക. ಇವತ್ತು ವಾಗಲದನ್ನು ತಿರುಗಿ ಪಡೆದುಕೋ. അഭിഷേകത്തിന്റെ മേൽ പകരുന്നു. ಆ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಹಂಚುತ್ತಿದೆ. പ്രാർത്ഥിക്കുന്ന നിന്നെ ಪ್ರಾರ್ಥಿಸುವ ನಿನ್ನನ್ನು സ്വർഗ്ഗം ജനമേൽപ്പിക്കുകയാ. ಪರಲೋಕ ಕೆಲವನ್ನು ಒಪ್ಪಿಸುತ್ತಿದೆ. സ്വർഗ്ഗം ജനമേൽപ്പിക്കുകയാ. ಪರಲೋಕ ನಿನ್ನ ಕೈಗೆ ಒಪ್ಪಿಸುತ್ತಿದೆ. സ്വർഗ്ഗം ജനമേൽപ്പിക്കുകയാ. ಪರಲೋಕ ನಿನ್ನ ಕೈಗೆ ಒಪ್ಪಿಸುತ್ತಿದೆ. നീ തിരികെ പിടിക്കുന്ന സമയമാ. ನೀನು ತಿರುಗಿ ಪಡೆಯುವ ಸಮಯ. ഉടബാലബ ഉടബാലബ ശാന്തലബ ಚೂಡರಮನಬ ಶೈಡರಗದನ. മുമ്പിലേക്ക് എത്ര ಎಲ್ಲರೂ ಮುಂದಕ್ಕೆ ಬನ್ನಿ. ಎಲ್ಲರೂ ಮುಂದಕ್ಕೆ ಬನ್ನಿ. ഉടബാലബ ഇതെന്റെ സമയമാ. ಇದು ನನ್ನ ಸಮಯ. ഞാൻ ചിലതിനെ പിടിക്കാൻ പോകുകയാ. ನಾನು ಕೆಲವನ್ನು ಹಿಡಿಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೇನೆ. ഞാൻ ചിലതിനെ പിടിക്കാൻ പോകുകയാ. ನಾನು ಕೆಲವನ್ನು ಹಿಡಿಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೀನಿ. എന്റെ പ്രാർത്ഥന ഞാൻ തിരികെ പിടിക്കും. ನನ್ನ ಪ್ರಾರ್ಥನೆ ತಿರುಗಿ ಹಿಡಿಯುತ್ತೇನೆ. എന്റെ ഉപവാസത്തെ ഞാൻ തിരികെ പിടിക്കും. ನನ್ನ ಉಪವಾಸವನ್ನು ತಿರುಗಿ ಹಿಡಿಯುತ್ತೇನೆ. എന്റെ ആത്മീയത്തെ ഞാൻ തിരികെ പിടിക്കും. ನನ್ನ ಆತ್ಮಿಕತೆಯನ್ನು ತಿರುಗಿ ಹಿಡಿಯುತ್ತೇನೆ. ഞാൻ പുറത്തു കൊണ്ടുവരും. ನಾನು ಹೊರಗಡೆ ತರ್ತೇನೆ. ഞാൻ യേശുവിന് വേണ്ടി ഓടും. ನಾನು ಯೇಸುವಿಗಾಗಿ ಓಡುತ್ತೇನೆ. ബന്ധിക്കപ്പെട്ടവരുടെ ബന്ധനത്തെ അഴിക്കും. ನಾನು ಕಟ್ಟಲ್ಪಟ್ಟ ಬಂಧನವನ್ನು ಬಿಚ್ಚುತ್ತೇನೆ. രോഗികളെ സൗഖ്യമാക്കും. ರೋಗಿಗಳನ್ನು ಸೌಖ್ಯ ಮಾಡುತ್ತೇನೆ. ഭൂതങ്ങളെ പുറത്താക്കും. ದೆವ್ವಗಳನ್ನು ಓಡಿಸುತ್ತೇನೆ. ഒരു അഭിഷേകം എനിക്കുണ്ട്. ಆ ರೀತಿಯ ಅಭಿಷೇಕ ನನಗಿದೆ. ദൈവം അങ്ങനെ എന്നെ ഉപയോഗിക്കും. ದೇವರು ಆ ರೀತಿ ನನ್ನನ್ನು ಉಪಯೋಗಿಸ್ತಾನೆ. എത്ര പേർ പറയുന്നു? ಎಷ್ಟು ಜನ ಹೇಳ್ತೀರಿ? എത്ര പേർ പറയുന്നു? ಎಷ್ಟು ಜನ ಹೇಳ್ತೀರ ಅದನ್ನು? എന്നെ കർത്താവ് ഉപയോഗിക്കും. ನನ್ನನ್ನು ದೇವರು ಉಪಯೋಗಿಸ್ತಾನೆ. എന്നെ കർത്താവ് ഉപയോഗിക്കും. ನನ್ನನ್ನು ದೇವರು ಉಪಯೋಗಿಸ್ತಾನೆ. എന്നെ കർത്താവിന് വേണ്ടി വേണം. ನನಗೆ ದೇವರು ನನ್ನನ್ನು എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ನಾನು വേണം. ದೇವರ ಸೇವೆಗಾಗಿ ಬೇಕು. ദൈവം എന്നെ അങ്ങനെ ഉപയോഗിക്കും. ದೇವರು ನನ್ನ ಆ ರೀತಿ ಉಪಯೋಗಿಸ್ತಾನೆ. ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്ന പകല ದೇವರು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುವಾಗಲೂ ബന്ധനങ്ങളെ അഴിക്കുന്ന അഭിഷേകം. ಬಂಧನಗಳನ್ನು ಕಳಚುವ ಅಭಿಷೇಕ. കെട്ടുകളെ അഴിക്കുന്ന അഭിഷേകം. ಕಟ್ಟುಗಳನ್ನು ಬಿಚ್ಚುವ ಅಭಿಷೇಕ ദൈവം കൈമാറുകയാ. ದೇವರು ಹಸ್ತಾಂತರಿಸುತ್ತಿದ್ದಾರೆ. ഓ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകാൻ തുടങ്ങി. ಸೆರೆಮನೆ ಅಸ್ತಿವಾರಗಳು ಕದಲಲ್ಪಟ್ಟವು. പൗലോസും ശീലാസും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ಪೌಲ ಸೀಲರು ಪ್ರಾರ್ಥನೆ ಮಾಡಿದರು. അവരുടെ പ്രാർത്ഥന കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കി. ಅವರ ಪ್ರಾರ್ಥನೆ ಸೆರೆಮನೆ ಅಸ್ತಿವಾರ ಕದಲಿದವು. എല്ലാ ചങ്ങലകളും അഴിഞ്ഞു. ಎಲ್ಲ ಸಂಕಲಗಳು ಬಿಚ್ಚಿದವು. എല്ലാ വാതിലുകളും തുറന്നു. ಎಲ್ಲ ಬಾಗಿಲುಗಳು ತೆರೆದವು. നീ പ്രാർത്ഥിക്കേണ്ട വിധം പ്രാർത്ഥിച്ചാൽ, ನೀನು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕಾದ ರೀತಿಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿದರೆ, ആരാധിക്കേണ്ട വിധം ആരാധിച്ചാൽ, ಆರಾಧನೆ ಮಾಡಬೇಕಾದ ರೀತಿಯಲ್ಲಿ ಆರಾಧನೆ ಮಾಡಿದರೆ നിനക്ക് മാത്രമല്ല വിടുതൽ, ಈ ನಿನಗೆ ಮಾತ್ರ ಅಲ್ಲ ಬಿಡುಗಡೆ. ബന്ധിക്കപ്പെട്ട സകലത്തിന്റെ ബന്ധനം അഴിയും. ಬಂಧಿಸಲ್ಪಟ್ಟ ಎಲ್ಲದರ ಬಂಧನ ಬಿಚ್ಚುತ್ತೆ. എല്ലാത്തിനും കേട്ടവൻ അഴിക്കും. ಎಲ್ಲದರ ಕಟ್ಟುಗಳನ್ನು ಬಿಚ್ಚುತ್ತಾನೆ. എല്ലാ വാതിലുകളും അവൻ തുറക്കും. ಎಲ್ಲ ಬಾಗಿಲನ್ನು ತೆರೆಯುತ್ತಾನೆ. മാത്രമല്ല, ಅದು ಮಾತ್ರ ಅಲ್ಲ, കാരാഗൃഹ പ്രമാണി ഉറക്കം എഴുന്നേറ്റു. ಸೆರೆಮನೆಯ ಅಧಿಕಾರಿ ಬೇಗನೆ ಎದ್ದು നോക്കിയപ്പോൾ പൗലോസിന്റെ ശീലാസിന്റെ
കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു. ನೋಡಿದಾಗ ಪೌಲನ ಸೀಲನ ಸೆರೆಮನೆಯ ಬಾಗಿಲುಗಳು ತೆರೆದಿದೆ. താൻ തന്നെത്താനെ വാളെടുത്ത് ചാകാൻ ഒരുങ്ങുകയാ. ತಾನು ತನ್ನಷ್ಟಕ್ಕೆ ಕತ್ತಿಯನ್ನು ತೆಗೆದುಕೊಂಡು ಸಾಯಲಿಕ್ಕಾಗಿ ಸಿದ್ಧನಾದ. ഇവരെ സൂക്ഷ്മതയോടെ കാക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത്. ನೀನು ಜಾಗರೂಕತೆಯಿಂದ ಇವರನ್ನು ಸಂರಕ್ಷಿಸಬೇಕೆಂಬುದಾಗಿ ಹೇಳಿದ್ದು. ഇവർ രക്ഷപ്പെട്ടാൽ കാരാഗൃഹ പ്രമാണിയെ നാളെ തൂക്കിലേറ്റും. ಇವರು ಒಂದು ವೇಳೆ ತಪ್ಪಿಸಿಕೊಂಡ್ರೆ ಈ ಅಧಿಕಾರಿ ನಾಳೆ ನೇಣಿಗೆ ಹಾಕ್ತಾರೆ. അതുകൊണ്ട് കാരാഗൃഹ പ്രമാണി ചിന്തിച്ചു, തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് തന്നെത്താനെ മരിച്ചേക്കാം. ಆದ್ರಿಂದ ಕಾರಾಗೃಹದ ಅಧಿಕಾರಿ ಆಲೋಚನೆ ಮಾಡಿದ, ನೇಣಿಗೆ ಹಾಕೋದಕ್ಕಿಂತ ಮುಂಚೆ ನಾನೇ ಸತ್ತು ಹೋಗೋಣ. ഉടനെ പൗലോസ് അകത്തിന്ന് വിളിച്ചു പറയുകയാ. ತಕ್ಷಣ ಪೌಲ ಒಳಗಿಂದ ಹೇಳ್ತಿದ್ದಾರೆ, നീ നിനക്ക് തന്നെ യാതൊരു ദോഷവും വരുത്തരുത്. ನೀನು ನಿನಗೆ ಯಾವ ತೊಂದರೆಯನ್ನು ಮಾಡಬೇಡ. നീ നിന്റെ പ്രാണനെ തകർക്കരുത്. ನಿನ್ನ ಪ್ರಾಣವನ್ನು ಹಾಳು ಮಾಡಬೇಡ. നീ നിന്റെ പ്രാണനെ നശിപ്പിക്കരുത്. ನಿನ್ನ ಪ್ರಾಣವನ್ನು ನೀನು ಕೆಡಿಸಬೇಡ. ഉടനെ കാരാഗൃഹ പ്രമാണി ചോദിക്കുകയാ. ತಕ್ಷಣ ಕಾರಾಗೃಹದ ಅಧಿಕಾರಿ ಕೇಳ್ತಿದ್ದಾನೆ, യജമാനനെ, ಯಜಮಾನನೇ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ಬಿಡುಗಡೆ ರಕ್ಷಣೆ ಹೊಂದುವುದಕ್ಕೆ ಏನು ಮಾಡಬೇಕು? തടവുകാരനെ പ്രമാണി വിളിക്കുകയാ. ಸೆರೆಮನೆಯಲ್ಲಿರುವಂತವರನ್ನು ಅಧಿಕಾರಿ ಕರೆಯುವಂತ ಪದ. ജയിൽ സൂപ്രണ്ട് തടവുകാരനെ വിളിക്കുകയാ. ಜೈಲ್ ಸೂಪ್ರೆಂಟ್ ಅದರ ಸೆರೆಮನೆಯನ್ನು ಕರೆಯುವಂತದ್ದು. യജമാനനെ, ಯಜಮಾನರೇ, അദ്ദേഹത്തിന് മനസ്സിലായി ಅವನಿಗೆ ಗೊತ್ತಾಯಿತು, ഇവർ സാധാരണക്കാരനല്ല. ಇವನು ಸಾಧಾರಣ ವ್ಯಕ್ತಿ ಅಲ್ಲ. എന്തൊത്തിന്റെയൊക്കെ യജമാനനാ. ಯಾವುದರದ ಯಜಮಾನರು ಇವರು. ദൈവ ശക്തി കൈമാറിയത് നിമിത്തം, ದೇವರ ಶಕ್ತಿ ಬಿದ್ದದರ ನಿಮಿತ್ತ, നിന്റെ മേലൊരു അഭിഷേകം വന്നത് നിമിത്തം, ನಿನ್ನ ಮೇಲೆ ಅಭಿಷೇಕ ಬಂದದರ ನಿಮಿತ್ತ നീ ഒരു യജമാനനാ. ನೀನು ಯಜಮಾನ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഞാൻ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ನಾನು ತಪ್ಪಿಸು ರಕ್ಷಣೆ ಹೊಂದಲಿಕ್ಕೆ ಏನ್ ಮಾಡ್ಲಿ? പ്രമാണിക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. ಅಧಿಕಾರಿಗೆ ಇನ್ನೊಂದು ವಿಷಯ ಗೊತ್ತಾಯ್ತು. രക്ഷയുടെ മാർഗം ഇവരുടെ കയ്യിലുണ്ട്. ರಕ್ಷಣೆಯ ಮಾರ್ಗ ಇವರ ಕೈಯಲ್ಲಿದೆ. ഇത് തന്നെയല്ലേ ആ പെങ്കൊച്ച് വിളിച്ചു പറഞ്ഞത്? ಇದನ್ನೇ ಅಲ್ವೇ ಆ ಹುಡುಗಿ ಹೇಳಿದ್ದು. ഇവരോ രക്ഷയുടെ മാർഗം അറിയിക്കുന്നവർ. ಇವರು ರಕ್ಷಣೆಯ ಮಾರ್ಗ ಸಾರುವಂತವರು. അത് നിമിത്തമല്ല ദുരാത്മാവിനെ ശാസിച്ചത്. ಅದರ ನಿಮಿತ್ತವಲ್ವೇ ದುರಾತ್ಮನನ್ನು ಗದರಿಸಿದ್ದು. അത് നിമിത്തമല്ല ഇതിന്റെ അകത്ത് വന്നത്. ಅದರ ನಿಮಿತ್ತವಲ್ವೇ ಇದರ ಒಳಗಡೆ ಬಂದದ್ದು. ഇപ്പോൾ പ്രമാണി ചോദിക്കുക, ഞാനും രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ಇವಾಗ ಪ್ರಮಾಣಿ ಕೇಳ್ತಿದ್ದಾನೆ, ನಾನು ರಕ್ಷಣೆ ಹೊಂದಲಿಕ್ಕೆ ಏನು ಮಾಡ್ಲಿ? ഒന്ന് മനസ്സിലായോ? നിങ്ങളുടെ കയ്യിൽ രക്ഷയുടെ മാർഗമുണ്ട്. ಗೊತ್ತಾಯ್ತಾ? ನಿಮ್ಮ ಕೈಲಿ ರಕ್ಷಣೆಗಿರುವಂತ ಮಾರ್ಗ ಇದೆ. ഒരു നാമമല്ല, ಬೇರೆ ಯಾವ ನಾಮ ಅಲ್ಲ. യേശു എന്ന ഏക നാമം മാത്രം. ಅದು ಯೇಸು ಎನ್ನುವಂತ ಒಂದೇ ಒಂದು ನಾಮ. ഒരേ ഒരു നാമം, ಒಂದೇ ಒಂದು ನಾಮ. അത് യേശു എന്ന നാമം. ಅದು ಯೇಸು ಎನ್ನುವ ನಾಮ. യേശു എന്ന നാമം മാത്രം. ಯೇಸು ಎನ್ನುವ ನಾಮ ಮಾತ್ರ. ഹല്ലേലൂയ. 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 നാമത്തിങ്കൽ എല്ലാ മുട്ടുകളും അടങ്ങും. ಲೋಕದ ಎಲ್ಲಾ ಮೊಣಕಾಲುಗಳು ಅಡ್ಡ ಬೀಳುವಂತದ್ದು. നാമത്തിന്റെ എല്ലാ നാമം ഒരുപോലെ അർത്ഥ വിളിക്കും. ಎಲ್ಲಾ ನಾಲಿಗೆಗಳು ಒಂದೇ ರೀತಿ ಆರ್ಭಟಿಸುತ್ತೆ. സകല മൂപ്പന്മാരും കിരീടങ്ങളെ താഴെ വെക്കും. ಎಲ್ಲಾ ಹಿರಿಯರುಗಳು ತಮ್ಮ ಕಿರೀಟವನ್ನು ಕೆಳಗಿಡ್ತಾರೆ. രാജാക്കന്മാരും മുട്ടുകുത്തുന്ന ഏകനാമം. ಎಲ್ಲಾ ರಾಜರುಗಳು ಮೊಣಕಾಲು ಹಾಕುವಂತ ಒಂದೇ ಒಂದು ನಾಮ. യേശുവിന്റെ നാമം. ಅದು ಯೇಸುವಿನ ನಾಮ. പാതാളം വിറയ്ക്കുന്ന നാമം. ಅದೇ ನಿಮ್ಮನ್ನು ತುಂಬಿಸುವ ನಾಮ. മന്ത്രവാദികൾ ഭയപ്പെടുന്ന നാമം. ಅದೇ ಮಂತ್ರವಾದಿಗಳು ಭಯಪಡುವ ನಾಮ. യേശു എന്ന നാമം. ಯೇಸು ಎನ್ನುವಂತ ನಾಮ. പകലെല്ലാവരും വിളിച്ചാട്ടെ. ಇವತ್ತೆಲ್ಲರೂ ಕರೀರಿ, യേശുവേ, യേശുവേ, ಯೇಸುವೇ, യേശുവേ. ಯೇಸುವೇ. നാമത്തിങ്കൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, നാമത്തിങ്കൽ ಆತನ ನಾಮದಲ್ಲಿ ചില വിടുതലുകൾ സംഭവിക്കുക. ಕೆಲವು ಬಿಡುಗಡೆ ನಡೀತಿದೆ. രോഗികൾ സൗഖ്യമാകുക. ರೋಗಿಗಳು ಸೌಖ್ಯವಾಗ್ತಾರೆ. ഭൂതങ്ങൾ അലറിയോടുകയാ. ದೆವ್ವಗಳು ಆರ್ಭಟಿಸಿ ಓಡುತ್ತೆ. പ്രവർത്തികൾ സംഭവിക്കുകയാ. ದೊಡ್ಡ ಕಾರ್ಯಗಳು ನಡೆಯುತ್ತವೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ചങ്ങലകൾ അഴിഞ്ഞു, ಬಂಧನಗಳು ಬಿಚ್ಚಿದವು, വാതിലുകൾ തുറന്നു. ಬಾಗಿಲುಗಳು ತೆರೆದವು. പ്രമാണി ചോദിച്ചു, രക്ഷപ്പെടാൻ എന്നെ ചെയ്യണം? ಅಧಿಕಾರಿ ಕೇಳಿದ, ತಪ್ಪಿಸ್ಕೊಳ್ಳಕ್ಕೆ ಏನ್ ಮಾಡ್ಕೊಳ್ಳಿ? യേശു എന്ന നാമം മാത്രം. ಯೇಸು ಎನ್ನುವಂತ ಒಂದೇ ಒಂದು ನಾಮ. എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷപ്പെടുന്നു. ಆಗಿದ್ದಲ್ಲಿ ನೀನು ನಿನ್ನ ಕುಟುಂಬವು ರಕ್ಷಣೆ ಹೊಂದುತ್ತೀಯಾ? പ്രമാണി രാത്രി തന്നെ പൗലോസിനെ ശീലാസിനെ വിളിച്ചുകൊണ്ടുപോയി. ಅಧಿಕಾರಿ ರಾತ್ರಿಯಲ್ಲಿ ಪೌಲನು ಸೀಲನ್ನು ಕರೆದುಕೊಂಡು ಹೋದ. മുറിവുകൾ വെച്ച് കെട്ടുകയാ. ಅವರ ಗಾಯವನ್ನೆಲ್ಲ ಕಟ್ಟಿದ. മുറിവ് വെച്ച് കെട്ടുമ്പോ ഇവർക്ക് മുറിവിന്റെ അകത്ത് വേദനയല്ല വിഷയം. ಗಾಯಗಳನ್ನು ಕಟ್ಟುವ ಗಾಯದೊಳಗಿರುವಂತ ನೋವಲ್ಲ ವಿಷಯ. അകത്തിരിക്കുന്ന ക്രിസ്തുവിനെ ഇവരിലേക്ക് കൊടുക്കണം. ಒಳಗಿರುವಂತ ಕ್ರಿಸ್ತನನ್ನು
ಇವರಿಗೆ ಹಂಚಬೇಕು. അകത്തിരിക്കുന്ന ക്രിസ്തുവിനെ അധികാരിക്ക് കൊടുക്കണം. ತಮ್ಮೊಳಗಿರುವಂತ ಕ್ರಿಸ್ತನನ್ನು ಅಧಿಕಾರಿಗೆ ಹಂಚಬೇಕು. വെച്ച് കെട്ടുമ്പോൾ അതിനേക്കാൾ ഈ വേദനയോടെ പൗലോസ് യേശു കർത്താവിനെ അവരിലേക്ക് കൊടുക്കാൻ തുടങ്ങി. ಗಾಯಗಳನ್ನು ಕಟ್ಟುವಾಗ ಅದಕ್ಕಿಂತಲೂ ನೋವಿನಿಂದ ತಮ್ಮೊಳಗಿರುವಂತ ಕ್ರಿಸ್ತನನ್ನು ಅವರ ಒಳಗೆ ಕೊಡುತ್ತಾ ಇದ್ದಾನೆ. മുറിവുകൾ വെച്ച് കെട്ടി കഴിഞ്ഞപ്പോൾ കാരാഗൃഹ പ്രമാണിയും കുടുംബം രക്ഷിക്കപ്പെട്ടു. ಗಾಯಗಳನ್ನು ಕಟ್ಟಿ ಮುಗಿಸುವಷ್ಟರೊಳಗಾಗಿ ಅಧಿಕಾರಿಯವನ ಕುಟುಂಬ ರಕ್ಷಣೆ ಹೊಂದಿದ. അധികം താമസിക്കാതെ രാത്രിയിൽ അവർ സ്നാനപ്പെട്ടു. ಅಧಿಕ ತಡೆಯಿಲ್ಲದೆ ಅವರು ದೀಕ್ಷಾ ಸ್ನಾನ ತೆಗೆದುಕೊಂಡರು. ചിലർ വിടുതലിന് കാരണമായി മാറുകയാണ്. ಇದು ಕೆಲವರ ಬಿಡುಗಡೆಯ ಕಾರಣವಾಗುತ್ತದೆ. ചിലർ രക്ഷിക്കപ്പെടാൻ കാരണമായി മാറുകയാണ്. ಕೆಲವರು ರಕ್ಷಣೆ ಹೊಂದಲಿಕ್ಕೆ ಕಾರಣವಾಗ್ತಾ ಇದೆ. ദൈവ പ്രവൃത്തിക്ക് കാരണമായി മാറുകയാണ്. ಕೆಲವರಿಗೆ ದೇವರ ಕ್ರಿಯೆಗೆ ಕಾರಣವಾಗ್ತಾ ಇದೆ. വിടുതൽ പ്രാപിക്കാൻ പോകുകയാണ്. ಅನೇಕರು ಬಿಡುಗಡೆ ಹೊಂದಲಿಕ್ಕಾಗಿದ್ದಾರೆ. പറയുന്ന കർത്താവേ എന്നെ ഉപയോഗിക്കണം. ದೇವರೇ ನನ್ನನ್ನು ಉಪಯೋಗಿಸು. എന്നെ അഭിഷേകം ചെയ്യണമേ. ನನ್ನನ್ನು ಅಭಿಷೇಕ ಮಾಡು. എനിക്ക് അവിടുത്തെ വേല ചെയ്യണം. ನನಗೆ ನಿನ್ನ ಸೇವೆ ಮಾಡಬೇಕು. എനിക്ക് അവിടുത്തെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ನನಗೆ ನಿನ್ನ ರಾಜ್ಯಕ್ಕಾಗಿ ಪ್ರಯೋಜನ ಪಡಬೇಕು. ഒത്തിരി ആഗ്രഹമുണ്ട്. ತುಂಬಾ ಆಸೆ ಇದೆ. എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ತುಂಬಾ ಆಗ್ರಹಗಳಿವೆ. അവിടുത്തെ ഒരു വേലക്കാരിയായി, ನಿನ್ನ ಸೇವಕಿಯಾಗಿ, അവിടുത്തെ ഒരു വേലക്കാരനായി, ನಿಮ್ಮ ಸೇವಕನಾಗಿ എനിക്കിവിടെ പ്രയോജനപ്പെടണം. അപ്പ ನನಗೂ ಪ್ರಯೋಜನ ಹೊಂದಬೇಕು. ಯೇಸುವೇ, ഉപയോഗിക്കണമേ. ನನ್ನನ್ನು ಉಪಯೋಗಿಸು. എന്നെ കൂടെ ഉപയോഗിക്കണമേ. ನಮ್ಮನ್ನು ಉಪಯೋಗಿಸು. യേശുപ്പാ, ಯೇಸುವೇ, യേശുപ്പാ. ಯೇಸಪ್ಪ, പ്രത്യേകിച്ച് കഴിവുകൾ എനിക്കില്ല. ನನಗೆ ಪ್ರತ್ಯೇಕ ಸಾಮರ್ಥ್ಯ ಇಲ್ಲ. പക്ഷേ എനിക്കൊന്നും അറിയാം. ನನಗೊಂದು ಗೊತ್ತು, അവിടുത്തെ അഭിഷേകം, ನಿನ್ನ ಅಭಿಷೇಕ, അവിടുത്തെ അഭിഷേകം ನಿನ್ನ ಅಭಿಷೇಕ ഇന്ന് പകൽ എന്റെ മേൽ അയക്കണമേ. ಇವತ್ತು പകൽ ನನ್ನ ಮೇಲೆ ಕಳಿಸು. എന്റെ മേൽ അയക്കണമേ. ಇವತ್ತು ನನ್ನನ್ನು ಕಳಿಸು. ഇന്ന് പകൽ അവിടുത്തെ അഭിഷേകം എന്റെ മേൽ വന്നാൽ ಇವತ್ತು ನಿನ್ನ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಬಂದ್ರೆ സ്ഥിതി മാറുമെന്ന് ഞാൻ അറിയുന്നു. ನನ್ನ ಸ್ಥಿತಿ ಬದಲಾಗುತ್ತೆ ಎಂಬುದಾಗಿ എന്നെ ನನಗೆ ಗೊತ್ತು. ഉപയോഗിക്കുമെന്ന് അറിയുന്നു. ನಾನು ಉಪಯೋಗಿಸ್ತೀನಿ ಎಂಬುದಾಗಿ ಗೊತ್ತಾಗ್ತದೆ. അഭിഷേകം നിന്റെ മേൽ വരികയാണ്. ಇವತ್ತು ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಬೀಳ್ತಾ ಇದೆ. അഭിഷേകം നിന്നെ പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. ಆ ಅಭಿಷೇಕ ನಿನ್ನನ್ನು ಪ್ರಯೋಜನ ಪಡಿಸ್ತಾ ಇದೆ. അഭിഷേകം നിന്റെ മേൽ വരികയാണ്. ಆ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಬೀಳ್ತಾ ಇದೆ. കർത്താവിന് നിന്നെ വേണം. ಕರ್ತನಿಗೆ ನಿನ್ನನ್ನು ಬೇಕು. കർത്താവിന് നിന്നെ വേണം. ಕರ್ತನಿಗೆ ನಿನ್ನಮಗೆ ಪ್ರಯೋಜನ ಇದೆ. നിന്നെ പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. ದೇವರು ನಿನ್ನನ್ನು ಪ್ರಯೋಜನ ಪಡಿಸ್ತಾನೆ. വലിയ ശക്തിയുടെ ഒരു ഉടമയാക്കി ಆ ದೊಡ್ಡ ಶಕ್ತಿಗೆ ಪಾತ್ರಳಾಗಿ സ്വർഗ്ഗം നിന്നെ മാറ്റുന്ന ಪರಲೋಕ ನಿನ್ನನ್ನು ಮಾರ್ಪಡಿಸುತ್ತಿದ್ದಾನೆ. the touch of Holy Spirit, the power of Holy Spirit. ശബാന കതാരബ തലബ തറബന തറബന. എത്ര പേർ പ്രാർത്ഥിക്കും? എത്ര പേർ പ്രാർത്ഥിക്കും? ಎಷ್ಟು ಜನ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ? എത്ര പേർ പ്രാർത്ഥിക്കും? ಬಾಯಿ ತೆರೆದು ಎಷ್ಟು ಜನ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ? തുറന്ന് പ്രാർത്ഥിച്ചു. ಬಾಯಿ ತೆರೆದು ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ആരും ആരെ നോക്കി നിൽക്കാം. ಯಾರು ಯಾರನ್ನು ನೋಡಬೇಡ್ರಿ. എന്നെ ഉപയോഗിക്കണമേ. ದೇವರೇ, ನನ್ನನ್ನು ಉಪಯೋಗಿಸು. എന്നെ ഉപയോഗിക്കണമേ. ನನ್ನನ್ನು ಉಪಯೋಗಿಸು. എന്നെ ഉപയോഗിക്കണം. ನನ್ನನ್ನು ಉಪಯೋಗಿಸು. പ്രാർത്ഥിച്ചാട്ടെ. എന്നെ ഉപയോഗിക്കണം. ಪ್ರಾರ್ಥನೆ ಮಾಡಿ ನನ್ನನ್ನು ಉಪಯೋಗಿಸು. ഇന്ന് പകൽ ഉപയോഗിക്കുന്ന ഒരു അഭിഷേകം ಇವತ್ತು ಉಪಯೋಗಿಸು ಅಭಿಷೇಕ ജീവൻ കൂടാരത്തിന്റെ അകത്ത് ಆ ಶರೀರದ ಮೇಲೆ അതിറങ്ങി വരികയാ. ಅದು ಇಳಿದು ಬರ್ತಾ ಇದೆ. ഇറങ്ങി വരികയാ. ಇಳಿದು ಬರ್ತಾ ಇದೆ. ഒരു ശക്തമേറിയ അഭിഷേകം ಒಂದು ಶಕ್ತವಾದ ಅಭಿಷೇಕ അത് ഇറങ്ങി വരുന്നു. ಅದು ಇಳಿದು ಬರ್ತಾ ಇದೆ. ശക്തമായി നിന്നെ പ്രയോജനപ്പെടുത്തുക. ಶಕ್ತವಾಗಿ ಪ್ರಯೋಜನ ಪಡಿಸುವುದಕ್ಕಾಗಿ ഒരു വലിയ അഭിഷേകം ಒಂದು ದೊಡ್ಡ ಅಭಿಷೇಕ നിന്റെ മേൽ ഇറങ്ങി വരുന്നു. ನಿನ್ನ ಮೇಲೆ ಇಳಿದು ಬರ್ತಾ ಇದೆ. വചനമായി എഴുന്നേൽപ്പിക്കുന്നു. ನನ್ನ ವಾಕ್ಯದಲ್ಲಿ ನಿನ್ನ ನಿಲ್ಲಿಸ್ತೇನೆ. നിന്നെ ഞാൻ രാജ്യങ്ങൾ പട്ടണങ്ങൾ അയക്കാൻ പോകുന്നു. ಪಟ್ಟಣಗಳಿಗೆ ರಾಜ್ಯಗಳಿಗೆ ಕಳಿಸ್ತೀನಿ. നിന്റെ നാവിൽ ഒരു ഭയങ്കരമേറിയ അധികാരം. ನಿನ್ನ ನಾಲಿಗೆ ದೊಡ್ಡ ಅಧಿಕಾರ സ്വർഗ്ഗം അത് കൈമാറുന്നു. ಪರಲೋಕ ಹಸ್ತಾಂತರಿಸ್ತಿದೆ. സാധാരണ മേഖല ಸಾಧಾರಣವಾದ ಹಂತದಲ್ಲಿ സ്വർഗ്ഗം നിന്നെ നിർത്തുന്നു. ದೇವರು ನಿನ್ನ ನಿಲ್ಲಿಸ್ತಾನೆ. അനേക ഭാഷക്കാരുടെ നടുവിൽ, ಅನೇಕ ಭಾಷೆಗಳ ಮಧ್ಯದಲ್ಲಿ, ആയിരങ്ങൾ പതിനായിരങ്ങളുടെ നടുവിൽ, ಸಾವಿರಗಳು 10,000ಗಳ ಮಧ್ಯದಲ್ಲಿ നിർത്താൻ പോകുന്നു. ನಾನು ನಿನ್ನನ್ನು ನಿಲ್ಲಿಸುತ್ತೇನೆ. ശുദ്ധാത്മാവ് പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮನ ಹೇಳುತ್ತಿದ್ದಾನೆ, വേലക്കാരിയാ, ನೀನು ನನ್ನ ಸೇವಕಿಯಷ್ಟೇ. നാമത്തിന് വേണ്ടി നിൽക്കും. ನೀನು ನನ್ನ ನಾಮಕ್ಕಾಗಿ ನಿಲ್ತೀಯ. ഓടിക്കും. ನಾನು ನಿನ್ನನ್ನು ಓಡಿಸ್ತೇನೆ. അനേകർക്ക് ഒരു അമ്മയായിരിക്കും. ನೀನು ಅನೇಕರಿಗೆ ತಾಯಿಯಾಗಿರ್ತೀಯ. അനേകരെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കും. ನೀನು ಅನೇಕರನ್ನು ಕೈ ಹಿಡಿದು ಎಬ್ಬಿಸ್ತೀಯ. അഭിഷേകം, ಆ ರೀತಿಯ ಅಭಿಷೇಕ. എത്ര പേർ പറയുന്നു, എന്നെ തൊടണമേ, എന്നെ ನನ್ನನ್ನು ಮುಟ್ಟು ಸ್ವಾಮಿ, ನನ್ನನ್ನು ಮುಟ್ಟು, എന്നെ തൊടണമേ, ನನ್ನನ್ನು ಮುಟ್ಟು ಕರ್ತನೆ, എന്നെ തൊടണമേ, ನನ್ನನ್ನು ಮುಟ್ಟು ಸ್ವಾಮಿ. ആ കരങ്ങളെ തട്ടി, ആ കരങ്ങളെ ಆ തട്ടി, ಕರವನ್ನು ತಟ್ಟಿಕೊಂಡು, ആ കരങ്ങളെ തട്ടി, ಎಲ್ಲ ಕರಗಳು ತಟ್ಟಿಕೊಂಡು, കരങ്ങളെ തട്ടി, ಕರಗಳನ್ನು ತಟ್ಟಿ, കരങ്ങളെ തട്ടി, ಎಲ್ಲರೂ ಕರಗಳ ತಟ್ಟಿ ಆರಾಧನೆ ಮಾಡ್ರಿ. അഭിഷേകം വെളിപ്പെടുന്നു. ಅಭಿಷೇಕ ಇಳಿತಿದೆ. Yes, yes, ಜೀಸಸ್. yes. Oh, oh, oh. അഭിഷേകം, ಅಭಿಷೇಕ, അഭിഷേകം. ಅಭಿಷೇಕ. Yes. ആഹാ. ആ ബന്ധന വഴിയട്ടെ, ആ കെട്ട് പൊട്ടട്ടെ. ಕಟ್ಟುಗಳು ಬಿಚ್ಚಲು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമത്തിൽ, ರಮನ ಶದರಗದಲ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲೆ, ആ കെട്ടുകൾ പൊട്ടട്ടെ. ಕಟ್ಟುಗಳು ಬಿಚ್ಚಲೆ. ಯೇಸುವಿನ യേശുവിന്റെ നാമത്തിൽ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ದೇವರ ಶಕ್ತಿ, ശക്തി അത് വ്യാപരിക്കട്ടെ.
ദൈവശക്തി അത് വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, കട്ടുകൾ ബുദ്ധിമണ്ഡലങ്ങൾ ബന്ധിച്ചത്, സൈത്താനನ್ನು കട്ടിದ್ದು, സൈത്താനನ್ನು ಬಂಧಿಸಿದ್ದು, സൈത്താനನ್ನು ಬಂಧಿಸಿದ್ದು യേശുവിൻ നാമത്തിൽ ಬಿಚ್ಚಲಿ, യേശുവിൻ നാമത്തിൽ ಬಿಚ್ಚಲಿ. ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. Touch you, Holy Spirit. The touch you, Holy Spirit. The power, Holy Spirit. The touch you, Holy Spirit. ആ ദൈവശക്തി ഈ മകന്റെ മേൽ അത് ഇറങ്ങട്ടെ, ആത്മാവേ നിഴലിടട്ടെ. The power Jesus. Udabalaba Shandarabalaba. Udabalaba Shandarabalaba Durabalaba. Waidabalaba Durabalaba Dirabala. He touched the Holy Spirit. Atma Sanitya Thuduno. Atma Sanitya Thuduno. Atma Sanitya Thuduno. ആത്മന സാന്നിധ്യം വിളിച്ചത്, ആത്മന സാന്നിധ്യം മുട്ടുತ್ತಿದೆ. ಅದೊಬ್ಬ ವ್ಯಕ್ತಿಯ ಕೈ ಇಡುವಂತದಲ್ಲ. യേശു നിങ്ങളെ തൊടുന്നു. യേശു ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. യേശು ನಿങ്ങളെ തൊടുന്നു. ಯೇಸುವಿನ ಕರ ನಿಮ್ಮ ಮೇಲೆ ಬೀಳುತ್ತಿದೆ. യേശು നിങ്ങളെ തൊടുന്നു. ಯೇಸು ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. യേശು നിങ്ങളെ തൊടുന്നു. ಯೇಸು ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. ചേർത്തടിച്ച് ಕರಗಳನ್ನು ಸೇರಿ ತಟ್ಟಿ, വായെ തുറന്ന്, ಬಾಯಿಗಳನ್ನು ತೆರೆದು, കരങ്ങളെ ചേർത്തടിച്ച്, ಕೈಗಳನ್ನು ತಟ್ಟುತ್ತಾ, വായെ തുറന്ന്, ಬಾಯಿಗಳನ್ನು ತೆರೆದು ആരാധിച്ചു തുടങ്ങിയാട്ടെ. ಆರಾಧನೆ ಮಾಡ್ರಿ. ദൈവ ശക്തി അതിറങ്ങി വരുന്നു. ದೇವರ ಶಕ್ತಿ ಇಳಿದು ಬರ್ತಿದೆ. ദൈവ ശക്തി അതിറങ്ങി വരുന്നു. ದೇವರ ಶಕ್ತಿ ಇಳಿದು ಬರ್ತಿದೆ. ദൈവ ശക്തി ഇറങ്ങി വരുന്നു. ದೇವರ ಶಕ್ತಿ ಇಳಿದು ಬರ್ತಿದೆ. ദൈവിക വിടുതൽ വ്യാപരിക്കുന്നു. ದೇವರ ಬಿಡುಗಡೆ ವ್ಯಾಪರಿಸ್ತಿದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ.